എൻ്റെ ഹൃദയമായ നമസ്കാരം. സ്വാമിശരണം. വളരെയധികം സന്തോഷമുണ്ട് ചേർത്തിലെത്താൻ സാധിച്ചതിൽ. ഇതിനു മുമ്പ് ചേളന്നൂർ വന്നിട്ടുണ്ട് ഒരു തവണ, അതുകൊണ്ട് അത്ര അങ്ങോട്ട് അപരിചിതമൊന്നുമില്ല ഈ പ്രാവശ്യം വരുന്ന സമയത്ത്. കഴിഞ്ഞ തെക്കുവയത്തിന് ഒരിടത്ത് ഈ പ്രഭാഷണം വരാനൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന സമയത്ത് നേരത്തെ സ്വാഗതം പറഞ്ഞ വിശിഷ്ട വ്യക്തികളിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് വളരെയധികം ആധ്യാത്മികമായിട്ടുള്ള ചിന്ത ഉച്ചമുണർത്തുന്ന ഒരു നാട് തന്നെയാണിത് എന്നുള്ളതാണ്. മുമ്പ് തമിഴ്നാടിന്റെ ഒരു ഭാഗമായി നിന്നതുകൊണ്ടും അവിടുത്തെ ഒരു ഭരണാധികാരിയുടെ പേരുള്ളത് കൊണ്ടൊക്കെ വളരെയധികം നമ്മുടെ ധർമ്മമായിട്ടൊക്കെ വളരെ ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. നമുക്ക് അറിയാൻ സാധിച്ചു. ഇപ്പോൾ വന്നപ്പോഴാണ് ഈ കളരിയുടെ ഒരു ചരിത്രമൊക്കെ അറിയാൻ സാധിച്ചത്. എന്തുകൊണ്ടും ഇവിടെ വന്ന് ജനിക്കാൻ സാധിച്ചതിലുള്ള നന്ദി സ്വാമിയോടും ഗുരുവായൂരപ്പനോടൊക്കെ അറിയിക്കുക. കാരണം നമ്മൾ വന്ന് ജനിക്കുന്ന സ്ഥലം ഏത് തന്നെയായാലും അവിടുത്തെ ആധ്യാത്മികമായിട്ടുള്ള അടിത്തറ നമ്മുടെ ജീവിതത്തിന്റെ തുടർന്നുള്ള പോക്കിനെ സ്വാധീനിക്കും. ഇവിടെ എന്തുകൊണ്ടും എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളുള്ള സ്ഥലം തന്നെയാണ്. 11 വർഷം സ്വാമിക്ക് കർപ്പൂരാഴി നടത്താൻ സാധിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് വെറും ഒരു കർപ്പൂരാഴിയായിട്ട് നടത്താനല്ലോ ചെയ്യുന്നത്. ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പരിപാടികളൊക്കെ ആയി വളരെ ഗംഭീരമായിട്ടാണ് കർപ്പൂരാഴി നടക്കുന്നത്. ഞങ്ങള് വിശ്രമിക്കാൻ പോയ സമയത്ത് ചോദിച്ചു, 10 എണ്ണം കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പൻകളൊക്കെ ആവണം എന്നൊക്കെയുള്ള നിർബന്ധം ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്താണോ ഭഗവാന് നേദിക്കാനുള്ളത് അത് നല്ല മനസ്സോടുകൂടി കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യണമല്ലോ ഭഗവാനെ കരുതി ചെയ്യാതിരിക്കുകയാണ് വേദം. നമുക്ക് എന്താണോ സാധിക്കുക അത് കൊടുത്താൽ മതി. അത് സ്വീകരിക്കുന്ന ആള് തന്നെയാണ് ഭഗവാൻ. അതുകൊണ്ട് ഇനിയും 100, 150 ഒക്കെ കർപ്പൂരാഴികൾ നടത്താൻ ഭഗവാൻ നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. കാരണം അയ്യപ്പനെ കർപ്പൂരപ്രിയനെ എന്നാണ് ഭഗവാനെ വിളിക്കുന്നത് ചെയ്യാം. അത്രയധികം ഇഷ്ടമാണ് കർപ്പൂരത്തിന്. അതിൻ്റെതായിട്ടുള്ളൊരു തത്വമുണ്ട്. അത് ഈ സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് പറഞ്ഞു പോവുകയും ചെയ്യാം. എന്തായാലും ഇന്നത്തെ ഒരു ഒഴിവ് ദിവസം ഇത്ര ആളുകളൊക്കെ ഇവിടെ എത്തിയതിൽ ഒരുപാട് നന്ദി. നിങ്ങളെ കാണാൻ സാധിച്ചതിൽ എല്ലാ തിരക്കുകളും മാറ്റി വെച്ചത് ഞാനിവിടെ വരുന്നതുകൊണ്ടല്ലാതെ എനിക്ക് നന്നായിട്ട് അറിയാം. ഭഗവാനെ കുറിച്ച് കേൾക്കാനുള്ള ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് എത്രയൊക്കെയോ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതിനോട് എത്തിച്ചേർന്ന് നിങ്ങൾ എല്ലാവരെയും ഞാൻ നമസ്കരിക്കുന്നു ഗുരുവായൂരപ്പനായിട്ട് കണ്ടുകൊണ്ട്. ഇന്നലെ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് രാത്രി എത്തി. ഇത്രയും സമയം ഇന്നിവിടെ എന്ത് സംസാരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ, സ്വാമിയെ കുറിച്ച് പറയാന്നുള്ളത് അറിയാനും. എങ്കിലും ഇവിടെ വന്നപ്പോൾ യുവജനങ്ങളായിട്ടുള്ള ആളുകൾ എന്തൊക്കെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഔട്ട്ലൈനും തരുന്നുണ്ടായി. അപ്പോൾ ഏതാണ്ടൊരു 2 മണിക്കൂർ സമയം, 1 മണി വരെ രക്ഷയില്ലല്ലോ ഇല്ല. അത് കഴിഞ്ഞ് നമുക്ക് പ്രസാദ വീട്ടിലേക്ക് പോവാം. എന്തായാലും അതുവരെ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ, ഞാൻ സംസാരിക്കുന്നതുകൊണ്ടല്ല ഒരിക്കലും പറയുന്നത് ഭഗവാനെ കുറിച്ച് ആയതുകൊണ്ടാണ് ആ ശ്രദ്ധ വേണം എന്ന് പറഞ്ഞത്. അതുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനായിട്ടുള്ള മഹാഗണപതിയെ നമസ്കരിക്കുന്നു. കോഴിക്കോട് ആയതുകൊണ്ട് രാവിലെ എനിക്ക് പോയി തൊഴാൻ പറ്റിയില്ല. തളിയിലെ മഹാദേവനെ നമസ്കരിക്കണം. വയനാട്ട് രാവിലെ അമ്മയെ നമസ്കരിക്കണം. ശ്രീകണ്ഠേശ്വരത്തെ മഹാദേവനെ നമസ്കരിക്കണം. കോഴിക്കോട് എനിക്കും വളരെയധികം വളരെ കണക്ഷൻസ് ഉള്ളൊരു സ്ഥലമാണ്. അവിടെ ഓരോ തവണ എത്താൻ സാധിക്കുന്നത് ഭഗവാൻ നിശ്ചയമായിട്ടാണ് കരുതുന്നത്. ഗുരുവായൂരപ്പന്റെ ഏറ്റവും പ്രിയപ്പെട്ട സാമൂതിരിയുടെ നാടാണ്. MGS നാരായണൻ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഗുരുവായൂരപ്പനെ സാമൂതിരിയാണോ സാമൂതിരിയെ ഗുരുവായൂരപ്പനാണോ വളർത്തിയതെന്ന് അറിയുക. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു വളർന്നുപോയി. സാമൂതിരി ഗുരുവായൂർ നന്നാക്കാൻ നോക്കുമ്പോൾ ഗുരുവായൂരപ്പൻ സാമൂതിരി നന്നാക്കാൻ നോക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള നാട്ടിൽ ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് കോഴിക്കോട് എപ്പോഴും പറയുക ആധ്യാത്മികമായിട്ട് വളരെയധികം ഔന്നത്യത്തിൽ നിൽക്കുന്ന സ്ഥലമാണ്. കുളത്തുള്ള പ്രദേശങ്ങളുള്ള സ്ഥലമാണ്. അവിടെ നമുക്ക് അല്പസമയം ഇങ്ങനെ ഭഗവാന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കാൻ സാധിക്കുന്നതിന് ഭാഗ്യം തന്നെ സ്വാമിയും ഗുരുവായൂരപ്പനെ നമസ്കരിക്കണം. കർപ്പൂരാഴിയുടെ ഭാഗമായിട്ട് ഇപ്പൊ രാവിലെ ഗണപതി ഹോമം കഴിഞ്ഞു, എല്ലാ സഹസ്രനാമം കഴിഞ്ഞു. ഈ പ്രഭാഷണത്തിന്റെ വൈകിട്ട് ഘോഷയാത്രയൊക്കെയാണ് നമുക്കറിയാം. ഈ ഒരു സമയം എന്ന് പറയുന്നത് വൃശ്ചികമാസം അല്ലെങ്കിൽ മണ്ഡലകാലം ആധ്യാത്മികമായിട്ട് കേരളത്തിന് മുഴുവൻ നല്ല ലോകത്തിന് മുഴുവനുള്ള ഒരു ഉണർവ് കിട്ടുന്ന കാലമാണ് ഈ ഒരു സമയം. കേരളം ഭാരതം എന്ന് പറഞ്ഞ് മാത്രം അതിനെ ചെറുതാക്കേണ്ടതായിട്ടില്ല എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസം എനിക്കൊരു പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെടുകയും ചെയ്തു. ഞാൻ കഴിഞ്ഞൊരു
3-4 ദിവസം മുമ്പ് മലേഷ്യയിൽ ഒരു പ്രഭാഷണത്തിനായിട്ട് പോയിരുന്നു. അവിടെ പോയപ്പോഴാണ് ഇത് ഇന്ത്യയിലും അല്ലെങ്കിൽ സിംഗപ്പൂരോ മലേഷ്യയിലോ മാത്രമല്ല, ഈ നാട്ടിലുള്ള ഈ ലോകത്തുള്ള മുഴുവൻ നാടുകളിലും ആധ്യാത്മികമായ ഒരു ഉണർവ് കിട്ടുന്നൊരു സമയമാണ് ഈ വൃശ്ചികമാസം എന്ന് പറയുന്നത്. ഈ കാലാവസ്ഥ തന്നെ അതിന് പറ്റുന്നൊരു സമയമാണ്. ഈ കാറ്റും വലിയ ചൂടൊന്നും ഇല്ലാത്തൊരു സമയം. ഈ സമയത്താണ് നമ്മൾ സ്വാമിയെ ആരാധിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ സമയത്താണ് നമ്മൾ ഭഗവാനെ കാണാനായി വ്രതനിഷ്ഠയോടുകൂടി ഭഗവാന്റെ സന്നിധിയായിട്ടുള്ള ശബരിമലയിലേക്ക് യാത്ര പോകുന്നത്. ഒരു കാര്യം ഞാൻ എന്നെ കൂടി തന്നെ വിമർശിച്ച് പറയുന്നതാണ്. ഭഗവാനെ കാണാൻ, അയ്യപ്പസ്വാമിയെ ചെന്ന് കാണാൻ ഈ സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾക്ക് യോജിക്കാം. അയ്യപ്പസ്വാമിയെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാല ധരിക്കേണ്ട ആവശ്യമില്ല. അയ്യപ്പസ്വാമിയെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്രതം എടുക്കേണ്ട ആവശ്യമില്ല. അയ്യപ്പസ്വാമിയുടെ പ്രസാദം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്രതവും മാലയും നൽകേണ്ട ആവശ്യമില്ല, കെട്ടി നൽകേണ്ട ആവശ്യമില്ല. അയ്യപ്പസ്വാമിയെ കാണണമെങ്കിൽ ഇപ്പൊ നാളെ കാണണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് നാളെ പോയി കാണാം. എന്താണ് പ്രശ്നം? പതിനെട്ടാമത് ചോട്ടാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ദേവസ്വം ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് മെമ്പർമാരും അവിടെ ജോലിക്കായി നിൽക്കുന്ന ആളുകളൊന്നും കെട്ടി നിറച്ചിട്ടല്ല അവിടെ നിൽക്കുന്നത് കേട്ടോ, മാലയിട്ടിട്ടുമല്ല നിൽക്കുന്നത്. അവരെല്ലാ ദിവസവും ഈ രാവിലെ ഭഗവാനെ നട തുറക്കുന്ന സമയത്ത് നടയുടെ അപ്പുറത്ത് ഇങ്ങനെ തൊഴുകയോടുകൂടി നിൽക്കുന്നവർ കാണുന്നുണ്ടാവും. അവരാരും മാറിയിട്ടില്ല, അവരാരും കറുപ്പ് കൊടുത്തിട്ടില്ല. അവർ തലേ ദിവസം ഏത് സാഹചര്യത്തിലാണ് വന്നത് നമുക്കറിയില്ല, ഇത് ഭക്ഷണ സാഹചര്യം അറിയില്ല. അയ്യപ്പനെ കാണുന്നതിൽ ഒരു പ്രശ്നമില്ല. പക്ഷേ ആ കാണുന്നത് അയ്യപ്പന്റെ വിഗ്രഹം മാത്രമായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ പ്രശ്നം. അല്ലാണ്ട് അയ്യപ്പനെ കാണാൻ പറ്റില്ല. കുറച്ചുകൂടി നന്നായിട്ട് പറയുകയാണെങ്കിൽ അയ്യപ്പനെ കാണാൻ വ്രതത്തിന്റെ ആവശ്യമില്ല, മാലയുടെ ആവശ്യമില്ല, ഇരുമുടിയുടെ ആവശ്യമില്ല, കെട്ടുന്നവരുടെ ആവശ്യമില്ല. പക്ഷെ അയ്യപ്പനെ അറിയാൻ ഇതൊക്കെ ആവശ്യം. നമ്മൾ ഭഗവാനെ കാണാനല്ല ശബരിമലയ്ക്ക് പോകുന്നത്, ഭഗവാനെ അറിയാനാണ്, ഭഗവാനെ അനുഭവിക്കാനാണ്. അതാണ് വ്യത്യാസം. ഞാൻ സ്വാമിയെ കണ്ടു എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ സ്വാമിയെ അനുഭവിച്ചു എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മുടെ ദർശനം മാറേണ്ടതായിട്ടുണ്ട്. അയ്യപ്പനും ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് ഞാൻ ആരാണ് എന്ന് നിങ്ങൾ കണ്ടാൽ മാത്രം പോരാ, ഞാൻ ആരാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ടാണ് മറ്റൊരു ആരാധനാലയത്തിലും ഇല്ലാത്ത സവിശേഷതകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അത് ആരുണ്ടാക്കിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. സ്വയം സ്വാമി തന്നെയാണ് ആ നിഷ്ഠകൾ നിർത്തി വെച്ചിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയാണ് എന്നെ വന്ന് കാണേണ്ടതായിട്ടുള്ളത്. അത് ഇടക്കാലത്ത് വന്ന ആർക്കോ തോന്നിയ ഒരു ബുദ്ധിയൊന്നുമില്ല. ഭഗവാൻ സ്വയം നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നെ കാണാൻ വരുന്ന ആളുകൾ എങ്ങനെയാണ് വരേണ്ടത്. അങ്ങനെ വന്നാൽ മാത്രമേ കാണലിന്റെ അപ്പുറം അറിയും എന്ന് പറയുന്ന ഒരു പ്രോസസ്സർ നടക്കുള്ളൂ. അത് ഏറ്റവും ഒന്നാമത്തെ കാര്യം ഞാൻ എന്നെ കൂടി ചേർത്ത് പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഭഗവാനെ ചെന്ന് കാണാനും ഭഗവാനെ അറിയാനുമുള്ള ഒന്നാമത്തെ യോഗ്യത എന്ന് പറയുന്നത് 41 ദിവസത്തെ വ്രതം തന്നെയാണ്. 3 ദിവസവും 7 ദിവസവും 10 ദിവസവും 11 ദിവസവും 21 ദിവസവും അല്ല ഞാൻ പറയുന്നത്. 41 ദിവസം കൃത്യമായി വ്രതമെടുത്ത ഒരാൾക്ക് മാത്രമേ 18 പടി ചവിട്ടാനാകുന്നുള്ളൂ. നമ്മൾ ചവിട്ടുന്നുണ്ട്, അത് നമ്മുടെ തിരക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ചേർത്തിട്ടായിരിക്കാം. ഭഗവാനോട് ക്ഷമ പറഞ്ഞു ചവിട്ടുക, അല്ലാണ്ട് വേറെ നിർത്തിയില്ല. പക്ഷെ ഇന്നും നിങ്ങൾക്ക് കാണാം എത്രയോ ആളുകളെ കൃത്യം 41 ദിവസം വ്രതമെടുത്ത് ഭഗവാനെ ചെന്ന് കാണുന്ന ഭക്തരെ ലക്ഷക്കണക്കിന് ഇപ്പോഴും കാണാം. ഞാൻ മലേഷ്യയിൽ പോയ സമയത്ത് തമിഴ് വംശജരാണ്. പ്രഭാഷണം 2 മണിക്കൂർ ഇംഗ്ലീഷിലും തമിഴിലുമായിരുന്നു. തമിഴൊന്നും എനിക്കറിയില്ല, മോസ്റ്റ്ലി ഇംഗ്ലീഷിലായിരുന്നു. അവരോട് ചോദിച്ചപ്പോൾ അവർ എന്നാണ് ശബരിമലയ്ക്ക് വരുന്നത് ചോദിച്ചപ്പോൾ ജനുവരി 9-ാം തീയതി അവർ വരുന്നത് മകരവിളക്കിന്. അവര് നവംബർ 17-ന് മാലയിട്ടത് 60 ദിവസമാണ് വ്രതം. ഓർത്തു നോക്കൂ, 60-61 ദിവസം വ്രതം എടുത്തിട്ട് മലേഷ്യയിൽ നിന്ന് ആൾക്കാർ ഭഗവാനെ കാണാൻ വരിക. അപ്പോഴാണ് ഇവിടെ നമ്മൾ ഇന്ന് മാറിയിട്ട് നാളെ ഭഗവാനെ കാണാൻ പോകുന്നത്. അങ്ങനെ ഓടിച്ചെന്ന് കാണുന്ന സമയത്ത് എന്ത് അനുഭൂതിയാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മിനിമം ഒരു 11 ദിവസം, ഒരു 7 ദിവസമെങ്കിലും വ്രതം എടുക്കാതെ നിങ്ങൾ നാലിടാതെ പോകുന്ന ബെറ്റർ ഞാൻ പറയും. പോയി കണ്ടാൽ മതി. ഭഗവാൻ ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്, മനസ്സിന്, വാക്കിന് ഈ 3 തരത്തിലും ശുദ്ധി ഉണ്ടാവണം.
ശരീരത്തിന്റെ ശുദ്ധി, മനസ്സിന്റെ ശുദ്ധി, വാക്കിന്റെ ശുദ്ധി, ത്രികരണ ശുദ്ധി എന്ന് പറയും. ശരീരത്തിന്റെ ശുദ്ധിക്കായി രാവിലെ വൈകിട്ടും കുളിക്കുന്നതും ഭസ്മം ധരിക്കുന്നതും ഒക്കെ, സാത്വികമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതും ഒരു പരിധി വരെ അത് മനസ്സിന്റെ ശുദ്ധിക്കൂടെ വേണമെങ്കിൽ കൂട്ടാം. വാക്കിന്റെ ശുദ്ധിക്കാണ് ഈ ശരണം വിളിക്കുന്നത്. മനസ്സിന്റെ ശുദ്ധിക്കാണ് സദാസമയം ഭഗവാനെ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്നത്, വേറൊരു ചിന്തയില്ലാതെ. ഈ 3 ചിന്തയുള്ള ആളുകൾക്ക് ഭഗവാനെ ചെന്ന് കാണാനും ഭഗവാൻ ആരാണെന്ന് അറിയാനുള്ള അർഹതയുള്ളൂ. ഇതൊരു സുപ്രഭാതത്തിൽ ഉണ്ടാവുമെന്ന് കരുതുന്നത് വിട്ടിട്ടാണ്. അങ്ങനെയുള്ള യോഗികൾ ഉണ്ടാവാൻ ചിലപ്പോൾ നമ്മുടെ ഇടയിൽ, അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കൊണ്ട് എനിക്ക് 3 വെള്ളത്തിൽ ശുദ്ധി ഉണ്ടായെന്ന് പറഞ്ഞ് ഭഗവാനെ കാണാൻ പോകുന്നത് അത്ര നോൺസെൻസ് ആണ്. അതുകൊണ്ട് വ്രതമെടുക്കാൻ സാധിക്കുന്നവർ പോയാൽ മതി. നോക്കൂ, നിങ്ങൾ എത്രയോ ദേവപ്രശ്നം നോക്കൂ. സ്ഥലങ്ങളിൽ ദേവസ്വം ബോർഡ് പറയും 2 കോടി ആളുകൾ വന്നു, 1.5 കോടി ആളുകൾ വന്നു, പ്രശ്നത്തിൽ ഭഗവാൻ വന്നു, 12 പേര് വന്നു. ഞാൻ പറഞ്ഞല്ലോ, ദേവപ്രശ്നം ചാർത്തെടുത്ത് നോക്കൂ, എത്ര ഭക്തർ വന്നു എന്ന് ഭഗവാൻ കൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്ര പേരാണ് എന്നെ കാണാൻ വന്നിട്ടുള്ളൂ, ബാക്കി വന്നൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല. അതെന്തുകൊണ്ട് ആ കൃത്യമായിട്ടുള്ള വ്രതനിയമങ്ങൾ അനുസരിച്ച് വരുന്നവർക്ക് മാത്രമേ എന്നെ കാണാനുള്ള അർഹത ഉള്ളൂ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? ഭഗവാന്റെ സ്വഭാവമാണ്. ഈ ശാസ്താവ് എന്ന് വിളിക്കുന്ന ഭഗവാന്റെ പേരിന്റെ അർത്ഥം നമ്മൾ എപ്പോഴെങ്കിലും തിരഞ്ഞെടുക്കുന്നുണ്ടോ? ഈ ശാസ്താവ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ? ഇപ്പൊ കൃഷ്ണൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? വിരാട്ടൻ എന്ന് പറയുന്നത് പല അർത്ഥങ്ങളുണ്ട്. അതിലൊരു അർത്ഥമാണ് കറുത്ത കൂടിയവൻ, മറ്റൊരർത്ഥമാണ് ആകർഷിക്കുന്നവൻ, കർഷണം ചെയ്യുന്നവൻ. അർത്ഥം ഉണ്ട് അതിന്. ഇങ്ങനെ ഓരോന്നിനും അർത്ഥമുണ്ട്. ദേവൻ എന്നുള്ള പദത്തിന് അർത്ഥം എന്താ? ദിവ് എന്ന് പറയുന്ന ധാതുവിന് പ്രകാശം എന്നാണ് അർത്ഥം. ദേവൻ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നവൻ, ദേവി എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നവൾ, അതാണ് അർത്ഥം. ശാസ്താവ് എന്ന് പറഞ്ഞ പദത്തിന് അർത്ഥം എന്താ? അപ്പൊ ഗണപതി എന്ന് പറയുമ്പോൾ നോക്കൂ, ഗണങ്ങളുടെ പതിയാണ് ഗണപതി, അതിനർത്ഥമുണ്ട്. അല്ലാണ്ട് ആനയുടെ മുകളുടെ ദേവി എന്ന് പറയുന്നത്. ശാസ്താവ് എന്ന് പറയുന്ന പദത്തിന് എന്താണ് അർത്ഥമുള്ളത്? അതിന്റെ വേർഡിന്റെ മീനിങ് എന്താ? നത്തിങ് ബട്ട് ടീച്ചർ, ഗുരു എന്നാണ് അതിന്റെ അർത്ഥം. ശാസ്താവ് എന്ന് പറഞ്ഞാൽ ശാസിച്ച് പഠിപ്പിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ടീച്ചറാണ്, ഗുരുഭാവാണ്. ഗുരുവെ അയ്യപ്പ നമ്മൾ വിളിക്കുന്നത് വെറുതെ അല്ല. ശാസ്താവ് എന്ന് പറഞ്ഞാൽ ഗുരുനാഥൻ എന്നാണ് അതിന്റെ അർത്ഥം. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്നതും ഗുരുനാഥൻ തന്നെയാണെങ്കിലും ഭഗവാൻ ഈ ഗുരുഭാവം വളരെയധികം കൂടുതലായതുകൊണ്ട് ഒരു ടീച്ചർ എപ്പോഴും ഏറ്റവും കൂടുതൽ സന്തോഷിക്കപ്പെടാം ആ ടീച്ചർ പറഞ്ഞത് കേട്ട് കുട്ടികൾ അനുസരിക്കുമ്പോഴാണ്. സ്വാമിയും ഇത് തന്നെയാണ് ചെയ്യുന്നുള്ളൂ. ഞാൻ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അത് ഫോളോ ചെയ്താൽ മതി, ഞാൻ പറയാത്ത നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. പമ്പയില് കറുത്ത കൊണ്ട് ഉപേക്ഷിക്കണമെന്നും മാല അവിടെ ഊരിക്കളയണമെന്നും ഒന്നും ഭഗവാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ അതാ ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞ ആ നിയമങ്ങൾ അനുസരിച്ച് ഭഗവാനെ ചെന്ന് കാണുന്നവർക്ക് ഭഗവാൻ ആരാണെന്ന് അനുഭവിക്കാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ്? ആ ഗുരുനാഥ ഭാവം നമ്മുടെ മനസ്സിലേക്ക് ഭഗവാൻ കൊണ്ടുവരും. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് യഥാർത്ഥത്തിൽ ഈ 41 ദിവസത്തെ വ്രതം എന്ന് പറയുന്നത്. 2 കണ്ടീഷൻസ് ആണ്, 2 നിബന്ധനകളാണ് 18-ാം പടി ചവിട്ടാനായിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. 1 41 ദിവസത്തെ വ്രതം, 2 തലയിൽ ഇരുമുടി. പിന്നെ ഭഗവാൻ എക്സെപ്ഷൻസ് കൊടുക്കുന്നുണ്ട്, അച്ഛനും തന്ത്രിക്കും മേശാന്തിക്കും ഒക്കെ, അങ്ങനെ ചില ആളുകൾക്കൊക്കെ. അതല്ലാത്ത ബാക്കി ആരാണെങ്കിലും അവർക്ക് ഈ 41 ദിവസത്തെ വ്രതവും തലയിൽ ഇരുമുടി നിർബന്ധമാണ്. അപ്പൊ വ്യാസൻ ഇങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ശബരിമലയ്ക്ക് പോകാം? നമ്മൾ ഒരിക്കലും പോകാതിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സാഹചര്യങ്ങൾ അറിയാത്ത ആളല്ല ഭഗവാൻ. പക്ഷെ എന്ത് ചെയ്യാം? 1-ാമത്തെ പടിയെ ചവിട്ടുന്നതിന് മുമ്പ് അതിൽ കൈ വെച്ചിട്ട് ഭഗവാനോട് പറയാം, ഭഗവാനെ മാപ്പ്. അങ്ങ് പറഞ്ഞ രീതിയിൽ ചിലപ്പോൾ എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷെ അങ്ങേ കാണണം എന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹം കൊണ്ട് ഭഗവാനെ ഞാൻ വന്നിട്ടുണ്ട്, അങ്ങ് എന്താണെന്ന് എനിക്കും കൂടെ അങ്ങ് അനുഭവത്തിൽ കൊണ്ടുവന്ന് തരണേ. ഈ പ്രാർത്ഥനയോടുകൂടി പോവാം. അല്ലാണ്ട് ഞാനിതാ വന്നിട്ടുണ്ട്, എനിക്കൊരു വ്രതം ആവശ്യമില്ല, എന്തിനാ അങ്ങനെ പോകുന്നത്? ഞാൻ അങ്ങനെ പോയിട്ടുണ്ട്, അതുകൊണ്ട് പറയാം കേട്ടോ, എന്റെ അനുഭവം ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ പോയതിന് ഭഗവാൻ എന്നെ നന്നായി പഠിപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് ആ 1-ാമത്തെ പടിയിൽ കൈ വെച്ച് ഭഗവാനോട് മാപ്പ് ചോദിച്ചിട്ട് കയറുക. അല്ലാത്തവർക്ക് കയറാനായിട്ട് അപ്പുറത്ത് വേറൊരു വഴിയുണ്ട്, പോകുന്ന ആൾക്കാർക്കറിയാം, 12-ാം പടി അല്ലാതെ. അതുകൊണ്ട് ശാസ്താവായിട്ടുള്ള ഗുരുനാഥനെ മനസ്സിലാക്കാൻ മനസ്സിനും വാക്കിനും ശരീരത്തിനും ശുദ്ധി വേണമെന്ന് നിർബന്ധമാണ്. ഇനിയിപ്പോ അതിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് ഭഗവാൻ ക്ഷമിക്കുകയൊക്കെ ചെയ്യും. കാരണം ഭഗവാന്റെ സ്വഭാവം അതാണ്. അതുകൊണ്ടാണ് ഭഗവാനെ സ്വാമി എന്ന് വിളിക്കുന്നത്. ഈ സ്വാമി എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താ? നമ്മളൊക്കെ പഠിക്കണം. നമ്മളവിടെ ആരെങ്കിലും, നിങ്ങൾ ഈ ആൾക്കാരൊക്കെ സ്വാമി സ്വാമി വിളിക്കുന്നുണ്ടല്ലോ, ഇവിടെ പണ്ട് കുമാരസ്വാമി അല്ലെ? ഈ കുമാരസ്വാമിയുടെ അവസാനത്തുള്ള സ്വാമിയുടെ അർത്ഥം എന്താ? സമമായിട്ട് കാണുന്നവനാരോ അവനാണ് സ്വാമി. എല്ലാവരെയും
ഒരുപോലെ ആർക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ അവനെ മാത്രം എന്ത് വിളിക്കേണ്ട ആവശ്യമുള്ളൂ? സ്വാമി. അല്ലാണ്ട് കാഷായം എടുത്താലും രുദ്രാക്ഷം ഇട്ടാലൊന്നും ആരാവില്ല? സ്വാമി ആവില്ല. സ്വാമി ആവണമെങ്കിൽ എന്ത് വേണം? ഏതൊരു മനുഷ്യനെ കണ്ടാലും അവനെ സമമായിട്ട് കാണാൻ സാധിക്കണം. നോക്കൂ, അയ്യപ്പൻ വരുന്ന ആളുകളെയൊക്കെ ആരായിട്ടാണ് ഭഗവാൻ കാണുന്നത്? അവനവനായിട്ട് തന്നെ കാണുന്നു അല്ലെ? അതുകൊണ്ടാണ് സ്വന്തം പേര് പോലും എടുത്ത് ഭക്തന് കൊടുക്കുന്നു. ഞാനും അയ്യപ്പനാണ്, ഈ വരുന്നവരും അയ്യപ്പനാണ്, എനിക്ക് തുല്യരായിട്ടുള്ള ആൾക്കാരാണ് ഈ പേര് വരുന്നത്. ആ ഭാവമുള്ള ആളുകളെ മാത്രമേ സ്വാമി എന്ന് വിളിക്കാൻ പാടുള്ളൂ എന്നാണ് ഭഗവാൻ. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഭേദഭാവമില്ല. എല്ലാവരിലും ഉള്ളത് ഞാനാണ് എന്ന് ഈ ലോകത്തിനോട് ഉറക്കെ ഒരു മലയുടെ മുകളിൽ പോയി വിളിച്ചു പറഞ്ഞൊരു കുട്ടി ഉണ്ടെങ്കിൽ അതാണ് ഭഗവാൻ. ബാക്കിയുള്ള ആൾക്കാർക്ക് കുറെ ശ്രമിച്ചു നോക്കി, അവരെല്ലാം ഈ പറയുന്ന ലോകത്തുണ്ടായിട്ടുള്ള മുഴുവൻ അവതാരങ്ങളും ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാനും നിങ്ങളും വേറെ വേറെ അല്ലാന്ന്. പക്ഷെ അത് കൃത്യമായിട്ട് ആൾക്കാർ കേട്ടത് ഭഗവാൻ പറഞ്ഞപ്പോഴാണ്. അങ്ങനെയുള്ള ഭഗവാനെ നിങ്ങൾ കർപ്പൂരായി കൊണ്ട് ആരാധിക്കുമ്പോൾ ആത്യന്തികമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചിന്ത എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് ഭഗവാൻ, ഭഗവാൻ തന്നെയാണ് ഞാൻ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇവരുള്ള ഗുരുസ്വാമിമാർ പണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എപ്പോ 2 പേട്ട വിശേഷമാണ് ഭഗവാൻ എരുമേലിയിൽ. ഏതൊക്കെയാണ്? പ്രധാനമായിട്ട് മലയാളം ആൾക്കാർക്കുണ്ടാവില്ല അവിടെ. എനിക്ക് നിങ്ങളോട് പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ എന്റെ അറിവ് പ്രദർശിപ്പിക്കാൻ നല്ല അവിടെ വന്നത്. എനിക്കൊരു ബന്ധം അറിയില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ചോദിക്കുന്നത് കേട്ടോ. 2 സ്ഥലങ്ങൾ ഭഗവാന്റെ പേട്ടയുമായി ബന്ധപ്പെട്ട് പ്രശസ്തമാണ് കേരളത്തിൽ. ഏതൊക്കെയാ? ഒന്ന് അമ്പലപ്പുഴ സംഘവും ആലങ്ങാട്ട് സംഘവും. അമ്പലപ്പുഴ സംഘം ഭഗവാന്റെ അമ്മയുടെ ഒരു വിഭാഗമാണെന്ന് പറയും. ആലങ്ങാട് സംഘം ഭഗവാന്റെ അച്ഛന്റെ വിഭാഗമാണെന്ന് പറയും. ഇതിന് പേട്ട തുള്ളുമ്പോൾ, നമ്മളും എരുമേലിയിൽ പോയി പേട്ട തുള്ളുമ്പോ ഗുരുസാന്മാര് വിളിച്ചു കൊടുക്കുന്ന ഒരു വാൽത്താരിയുണ്ട്. എന്താ അത്? സ്വാമി തിന്തകത്വവും അയ്യപ്പ തിന്തകത്വവും. കേട്ടുണ്ടല്ലോ അല്ലെ? നമ്മളിത് കേട്ട് ഡാൻസ് ഒക്കെ കളിക്കും. ഇവിടെ മറ്റേ ഈ 2 വര അങ്ങനെയുള്ള വരയൊക്കെ വരയ്ക്കും അല്ലെ? നല്ല രസമാണ്. കുട്ടികൾക്കൊക്കെ അതൊരു കൗതുകമാണ്. ഈ ഇലയൊക്കെ പിടിച്ച് ഡാൻസ് കളിക്കുക രസമാണ്. എന്താ ഈ സ്വാമി തിന്തകത്വവും അയ്യപ്പ തിന്തകത്വവും എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള കാരണം? കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആലോചിച്ചിട്ടുണ്ടോ? വലിയ ഭഗവാൻ ഈ പറഞ്ഞ കയറി വരുന്ന ആൾക്കാരോടൊക്കെ ഭഗവാന്റെ വിഗ്രഹം കാണുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ വെൽക്കം ബോർഡ് വെച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആരെയാണോ അന്വേഷിച്ചു വന്നത് അത് എവിടെ ഇരിക്കുന്നത്? നിങ്ങളിൽ തന്നെയാണ് ഇരിക്കുന്നത് അല്ലെ? അത് ഒറ്റ സുപ്രഭാതത്തിൽ കയറിപ്പോയാൽ മനസ്സിലാവില്ല എന്ന് ഭഗവാന് തോന്നിയത് കൊണ്ടാണ് ഭഗവാൻ 40 ദിവസം പറഞ്ഞത്. 40 ദിവസം കൃത്യമായിട്ട് ഒരു ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ ഒരാൾക്ക് അത് അയാളുടെ സ്വഭാവത്തിന്റെ ഭാവമായിട്ട് മാറും. 40 ദിവസം കൃത്യമായിട്ടുള്ള ആഹാര രീതി സ്വീകരിച്ചിട്ടുള്ള ആൾക്ക് അത് അയാളുടെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് മാറും. ഒരു കുഴിമന്തിക്കട കണ്ടാലും പോയാലും നമുക്ക് തോന്നില്ല. ആ ഉറപ്പുണ്ടാവും. ഈ ടെംപ്റ്റേഷൻസ് ഉണ്ടാവില്ല, നമ്മളെ പിടിച്ചു വരികയൊന്നും. അതിനാണ് ഈ 40 ദിവസം. എന്തൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായാലും അതിനൊക്കെ നമുക്ക് നെഗ്ലക്ട് ചെയ്താൽ വെറുതെ എടുപ്പതിന് മാറ്റി വയ്ക്കാൻ പറ്റും. ഷുഗർ ഉള്ള ഒരാൾ നല്ല മധുരമുള്ള ഇഷ്ടമുള്ള ഒരു പായസം കാണുമ്പോൾ അയാൾക്ക് ഉണ്ടാവുന്ന ഈ ടെംപ്റ്റേഷൻ ഉണ്ടല്ലോ, അതുണ്ടാവില്ല. പിന്നെ ഇതൊന്നും ഒന്നുമല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാനെ കൃത്യമായിട്ട് അനുഭവിക്കാൻ സാധിക്കും. അതിനാണ് ഈ 40 ദിവസം. അങ്ങനെ ഭഗവാനെ പോയി കാണുന്ന സമയത്താണ് ഭഗവാൻ പറയുന്നത്, നീ എന്താണോ അന്വേഷിച്ചു വന്നത് അത് മുന്നിൽ തന്നെ ആകുന്നു. അതാരോടാ? ഇന്നും മായിട്ടിട്ട് നാളെ പോണവരോടല്ലേ? ഞാൻ ആരാണെന്ന് അറിഞ്ഞവരോടാ ഭഗവാൻ പറഞ്ഞത്. ബാക്കിയുള്ള ആൾക്കാർ വിഗ്രഹം കാണാൻ വേണ്ടി ഓടുക. അങ്ങനെ തത്വമസി എന്ന് പറയുന്ന ഒരു ഉപനിഷത്ത് വാക്യം ഭഗവാൻ പറഞ്ഞപ്പോൾ ഭഗവാന്റെ ഭക്തരിൽ ചില ആൾക്കാർക്ക് മനസ്സിലായില്ല. അത്ര ഇതെന്ത് എഴുതി വെച്ചിരിക്കുന്നു. അതിപ്പോ ഇന്നിപ്പോ ശബരിമല എന്ന് പറഞ്ഞാൽ തന്നെ തത്വമസി ആ ബോർഡ് അവിടെ വന്നത് അധികം കാലമായിട്ടില്ല കേട്ടോ. നിങ്ങൾ പണ്ടത്തെ ശബരിമലയുടെ ചിത്രം നോക്കിയാലൊന്നും അത് കാണാൻ പറ്റില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിലും അറിവ് ശരിയാണെങ്കിലും ചിന്മയാനന്ദ സ്വാമിയാണ് ആ ബോർഡ് അവിടെ വെപ്പിക്കുന്നത്. തത്വമസി ചിന്മയാനന്ദ അങ്ങനെ ബോർഡ് അവിടെ വേണം അദ്ദേഹത്തിന്റെ തീരുമാനമായിരുന്നു. വരുന്ന ആൾക്കാർ കാണട്ടെ. ഇന്നിപ്പോ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ തത്വമസിയാണ്. അത് തന്നെയാണ് സ്വാമിയുടെ തത്വം. പക്ഷെ സ്വാമി ഇത് പണ്ടേ പറഞ്ഞു കൊടുത്തിരുന്നു. തത്വമസി എന്ന് കേട്ട് മനസ്സിലാവാത്ത പാവപ്പെട്ട സംസ്കൃതം അറിയാത്ത എന്റെ ഭക്തർക്ക് മലയാളത്തിൽ ഇത് പറഞ്ഞു കൊടുക്കാനുള്ള ടെക്നിക്ക് സ്വാമിക്ക് അറിയാനോ. അതുകൊണ്ടാണ് പേട്ട ഒഴിയപ്പോൾ പറഞ്ഞത് സ്വാമി തിന്തകത്വം അയ്യപ്പ തിന്തകത്വം എന്ന്. നമ്മളത് എന്തോ പാട്ടാണെന്ന് കരുതി. അതിനകത്തൊരു വേദതത്വം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്താ അത്? സ്വാമി നിന്റെ അകത്ത് ഓംകാര സ്വരൂപനായിട്ടിരിക്കുന്നു എന്നർത്ഥം. ഒന്നാമത്തെ പേരുടെ അർത്ഥം സ്വാമി തിന്തകത്വവും. സ്വാമി നിന്റെ അകത്ത് ഓംകാര സ്വരൂപനായിട്ടിരിക്കുന്നു. അപ്പൊ അപ്പത്തെ സ്വാമി എന്താ പറയുക? അയ്യപ്പ തിന്തകത്വവും. അയ്യപ്പൻ നിന്റെ അകത്ത് ഓംകാര സ്വരൂപനായിട്ടിരിക്കുന്നു. നിന്റെ ഉള്ളിലിരിക്കുന്ന സ്വാമിയും എന്റെ ഉള്ളിലിരിക്കുന്ന അയ്യപ്പനും
ഒന്ന് തന്നെയാണ്. ഇതാണ് അവിടെ പറഞ്ഞത്. നമ്മളിപ്പോഴും അത് പാട്ടാണെന്ന് കരുതി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പാട്ടിന്റെ തത്വം മനസ്സിലാക്കി ഡാൻസ് ചെയ്യാൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും. അത് മനസ്സിലാക്കിയാൽ ഞാനും സ്വാമി, അപ്പുറത്ത് നിൽക്കുന്നത് സ്വാമി, അത് മനസ്സിലാവുമ്പോൾ നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാവില്ലേ? അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡാൻസ് ചെയ്യും. നന്ദഗോവിന്ദ മദ്രസിൽ നമ്മൾ ഡാൻസ് ചെയ്യുന്ന ആൾക്കാരെ കാണാം. എവിടെയോ ഒരു സ്പാർക്ക് വരുമ്പോ നവീനൊക്കെ ഇരുന്ന് നീല 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 മലയിൽ വരുമ്പോൾ നമ്മളിങ്ങനെ സന്തോഷമായിട്ടിരിക്കും. എന്തുകൊണ്ടാ? ഉള്ളിലിരിക്കുന്ന സ്വാമി എവിടെയോ നമ്മൾ തിരിച്ചറിയാൻ സാധിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ അയ്യപ്പ തിന്തകത്വവും സ്വാമി തിന്തകത്വം എന്ന് പറഞ്ഞാലും തത്വമസി എന്ന് പറഞ്ഞാലും അതൊക്കെ തന്നെ ഭഗവാന്റെ ക്ലാസ്സാണ്, ഭഗവാൻ ഗുരുവാണ്, ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന തത്വങ്ങളാണ്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ശബരിമല തീർത്ഥാടനത്തിന്റെ പൊരുൾ എന്ന് പറയുന്നത്. ശബരിമല തൊഴുന്നൊരു സ്ഥലമല്ലല്ലോ, അല്ലെ? പോയി തൊഴാൻ മാത്രമുള്ള ഒരു സ്ഥലമല്ല ശബരിമല. ശബരിമല തൊഴുന്നതിന്റെ ഒപ്പം തന്നെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ കൂടിയുള്ള സ്ഥലം. ഇന്ന് നമ്മുടെ നാട്ടില് പല സ്കൂളുകളുടെയും, പ്രത്യേകിച്ച് വിദ്യാനികേതൻ കൾച്ചർ ഫോളോ ചെയ്യുന്ന സ്കൂളുകളുടെയൊക്കെ അറ്റത്ത് നിങ്ങൾക്ക് പീഠം എന്നുകൊണ്ടൊരു വാക്ക് കാണാം. ഞങ്ങളുടെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ വ്യാസ വിദ്യാപീഠം, ശബരി വിദ്യാപീഠം ഒക്കെ ഉണ്ട്. ഇങ്ങനൊരു പീഠം ശബരിമലയിലും ഉണ്ട്. ഏത്? ശബരി പീഠം ആണ് ആ സ്ഥലത്തിന്റെ പേര്. അതെന്താ ചെയ്യുന്നത്? ഈ വരുന്ന ആളുകൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുന്ന സ്ഥലമാണ് അത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ് ശബരി പീഠം. ഒരു യൂണിവേഴ്സിറ്റി ആണ് അത്, ഞാൻ പറഞ്ഞതല്ല. ശബരിമലയെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുള്ള പണ്ഡിതർ എഴുതി വെച്ചിരിക്കുന്നത്. ആർക്ക്? അയ്യപ്പൻ ആരാണെന്ന് സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കുന്ന സ്ഥലം അതാണ് ശബരിമല. എന്നുവെച്ചാൽ ഗുരുസ്വാമിമാരെ ഉണ്ടാക്കിയെടുക്കുന്ന, ഗുരുസ്വാമിമാരെ വാർത്തെടുക്കുന്ന സ്ഥലം. 18 തവണ പോയ ആളല്ല ഗുരുസ്വാമി, അയ്യപ്പനെ അറിഞ്ഞ ആളാണ് ഗുരുസ്വാമി. വ്യത്യാസമുണ്ട്. 18 തവണ പോയിട്ടുണ്ട്, 21 തവണ പോയിട്ടുണ്ട്, എല്ലാ മാസവും പോയിട്ടുണ്ട്. അങ്ങനെ 12 മാസവും പിന്നെ 6 മാസവും 1.5 കൊല്ലം കൊണ്ട് ഗുരുസ്വാമിമാരാവുന്ന കൾച്ചർ ഉണ്ട് നമുക്കിന്ന്. ഞാൻ 18 തവണ പോയിട്ടുണ്ട്, പിന്നെ തെങ്ങുകൊണ്ടാണ് പോകുന്നത്. ഞാൻ ഗുരുസ്വാമിയായി. ഗുരു എന്ന് പറഞ്ഞാൽ തന്നെ ഭഗവാൻ ആരാണെന്ന് മനസ്സിലായവനാണ്. ഗു എന്ന ശബ്ദം കൊണ്ട് ഇരുട്ട്, രു എന്ന ശബ്ദം കൊണ്ട് നീക്കുന്നവൻ, ഇരുട്ടിനെ നീക്കുന്നവൻ എന്ന് വെച്ചാൽ വെളിച്ചം പകർന്നു കൊടുക്കുന്നവൻ. സ്വാമി ആരാണെന്ന് മറ്റൊരുത്തിന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നവനെയാണ് ഗുരുസ്വാമി എന്ന് വിളിക്കേണ്ടത്. അല്ലാണ്ട് എരുമയിൽ നിന്ന് പമ്പയ്ക്ക് ഇത്ര ദൂരമുണ്ടെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ആളല്ല ഗുരുസ്വാമി. അയ്യപ്പൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റണം. നമുക്ക് വേറെ ഒരു ആരാധനാലയത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ഗുരുവിന്റെ സാന്നിധ്യം. അയ്യപ്പനത് നിർബന്ധമാണ്. നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾ മാലയിട്ട് ശബരിമലയ്ക്ക് പോവാണെങ്കിൽ പോലും നിങ്ങൾ ഭഗവാനെ ഗുരുസ്വാമിയായിട്ട് കാണുന്ന. ഇല്ലെങ്കിലും ആ നാട്ടിൽ മുതിർന്ന ആളായിട്ടുള്ള ആരാണോ ഉള്ളത് അദ്ദേഹം പറയുന്നത് കേൾക്കുക. ഭഗവാനെ കാണിച്ചു കൊടുക്കാനുള്ള അർഹത ഭഗവാനെ അറിഞ്ഞ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ സ്വയം ഭഗവാന് തന്നെ. ചില ആൾക്കാരുണ്ടാവും, അവർക്ക് ആരും പറഞ്ഞു കൊടുക്കാനുണ്ടാവില്ല. അപ്പൊ അവരെന്ത് പറയും ഭഗവാനോട്? ഭഗവാനെ അങ്ങനെയാണെങ്കിൽ ഗുരുസ്വാമി അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് മാലയിടും, കെട്ടി നിറയ്ക്കും, പോവും, സുന്ദരമായിട്ട് തൊഴിട്ട് വരും. അല്ലെങ്കിൽ അവനവന്റെ നാട്ടിലെ ഗുരുസ്വാമി. എന്നോടൊക്കെ ചില ആൾക്കാർക്ക് ചോദിക്കാറുണ്ട്, എനിക്ക് ഭഗവാനെ കുറിച്ച് പറയാനുള്ള ഒരു അർഹതയില്ല, ഞാൻ ശബരിമലയ്ക്ക് പോയ കൗണ്ടൊക്കെ വളരെ കുറവാണ്. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, ഏട്ടാ എന്റെ വീട്ടിലൊരു അച്ഛൻ മരിച്ചിട്ട് 1 വർഷമായിട്ടുണ്ട്, അപ്പൊ ഇനി എനിക്ക് പോകാൻ പറ്റുമോ, പോകാൻ പറ്റില്ല? ഇത് പറയാൻ ഞാൻ ആരുമല്ല, നമ്മളും ആരുമല്ല. അതാത് നാട്ടിലെ ഗുരുസ്വാമിക്കാണ് അത് പറയാനുള്ള അധികാരം. അദ്ദേഹം പറഞ്ഞാൽ പോവാം, അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. കാരണം എന്താ? അദ്ദേഹത്തിന് അധികാരം കൊടുത്തിട്ടുള്ളത് അയ്യപ്പനാണ്, ഭഗവാന്റെ പ്രതിപുരുഷനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമസ്കരിക്കുന്നത് ആദ്യം. അതുകൊണ്ട് ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുള്ള നിയമങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സാർത്ഥകമാക്കാൻ ശ്രമിക്കുക. അതൊരിക്കലും ഒരു 41 ദിവസത്തെ ഒരു ടൈം ടേബിൾ വെച്ച് മാത്രമാവുന്നതാണ് പലപ്പോഴും ഇന്നത്തെ നമ്മുടെ ഹൈന്ദവ സമൂഹം അനുഭവിക്കുന്ന പ്രയാസം. ഞാനൊരു ഇന്റർവ്യൂവിൽ പണ്ട് പറഞ്ഞിട്ട് ചില ആൾക്കാരൊക്കെ എന്നെ ചീത്ത പറഞ്ഞിട്ട് ശബരിമല ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പോകേണ്ട സ്ഥലമാണ്, അറിഞ്ഞിട്ടൊരു തവണ പോയാൽ മതി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. യഥാർത്ഥത്തിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഇപ്പോഴും ഒരു പശ്ചാത്താപമില്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. സ്വാമി ഒരു തവണ മണിക്ക് വിട്ടുള്ളൂ, പിന്നെ ഇതൊക്കെ തിരിച്ചു പോകില്ല. ഞാൻ ഇന്നലെ അമൃത ടിവിയിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരായിരിക്കാം. അവിടെ കൊച്ചു കടുത്ത, വലിയ കടുത്ത എന്ന് പറഞ്ഞ് 2 പ്രതിഷ്ഠകളുണ്ട്, അറിയായിരിക്കും. കറുപ്പസ്വാമി, നാഗദേവങ്ങൾ, ഗണപതി, ഇത്രയും പേരാണ് ഭഗവാന്റെ ഉപദേവതകൾ. നമ്മൾ പോയി തൊഴുന്ന സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ ആരാണ് ഈ കൊച്ചു കടുത്ത, ആരാണ് ഈ വലിയ കടുത്ത? വലിയ കടുത്ത എന്ന് പറയുന്ന അദ്ദേഹം പന്തളത്ത് രാജാവിന്റെ സൈന്യാധിപനായിരുന്നു അത്ര. ആ നാട്ടിലുണ്ടായിരുന്ന ഒരു യുവാവ്, രാമൻ എന്ന് പേരുള്ള ഒരു യുവാവിന് ഈ പന്തളത്ത് സൈന്യത്തിൽ ചേരണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നതാണ്.
അപ്പൊ അദ്ദേഹം അവിടെ ഒരു ആയുധ പരിശീലനം എന്തോ നടക്കുന്ന സമയത്ത് അവിടെ പങ്കെടുക്കുകയും എല്ലാ ആളുകളെയും ഞെട്ടിച്ചുകൊണ്ട് തന്റെ ആയുധ പാഠവം അവിടെ പ്രകടിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അദ്ദേഹമായിട്ട് അവസാനം യുദ്ധം ചെയ്യാൻ ഈ കടുത്ത എന്ന് പറയുന്ന സൈന്യാധിപൻ അദ്ദേഹം തന്നെ പോയിരുന്നതാണ്. അദ്ദേഹത്തെ പോലും ഇദ്ദേഹം ഒരു നിമിഷം തോൽപ്പിക്കാൻ തോന്നിയിത്ര അത്രയധികം ധീര്യത. അപ്പൊ ഈ രാമൻ എന്ന് പറഞ്ഞ യുവാവിന്റെ ഈ ആയുധ പാഠവം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട പന്തളം രാജാവ് പറഞ്ഞത്രേ, താങ്കൾക്ക് ഇനി പന്തളം സൈന്യത്തിൽ തുടരാം. പക്ഷെ അങ്ങേക്ക് ഈ രാമൻ എന്ന് പറയുന്ന പേരിലേക്ക് ഞാൻ അങ്ങേക്ക് പുതിയൊരു പേര് തരുന്നു. ഞങ്ങൾക്കൊരു സൈന്യാധിപൻ ഇവിടെ ഉണ്ട്, അദ്ദേഹമാണ് കടുത്ത. ഇനിയുള്ള കാലത്ത് അദ്ദേഹം വലിയ കടുത്താന്നും താങ്കൾ കൊച്ചു കടുത്താന്നും അറിയപ്പെടും. ആ ഈ രാമനാണ് കൊച്ചു കടുത്ത. ഈ മഹിഷിയുടെ ഭഗവാനുമായിട്ടുള്ള യുദ്ധത്തിന്റെ കഥയേക്കാൾ കുറച്ചുകൂടെ ചരിത്രപരമായിട്ട് അടുത്ത് നിൽക്കുന്നത് പാണ്ഡ്യരാജാക്കന്മാരുടെ ശത്രുക്കളായിട്ടുള്ള ചോളന്മാർ അയച്ച മറവപ്പട ഉദയനൻ എന്ന് പറയുന്ന ഒരു കാട്ടുകൊള്ളക്കാരനെ ഭഗവാൻ നിഗ്രഹിച്ചു എന്നൊരു കഥയുണ്ട്. ഇഞ്ചപ്പാറ മലയിൽ വെച്ച് ആ യുദ്ധം നടക്കുന്ന സമയത്ത് ആ യുദ്ധത്തിന് ഏറ്റവും മുൻപിൽ നിന്ന് ഭഗവാനോടൊപ്പം തന്നെ ഇന്ന് യുദ്ധം ചെയ്ത ആളായിരുന്നു കൊച്ചുകടുത്ത. കൊച്ചുകടുത്തയ്ക്ക് ആ യുദ്ധത്തിൽ അദ്ദേഹത്തിന് 2 കാല് നഷ്ടമായി. കാല് വെട്ടി, 2 കാല് വെട്ടിയിട്ട് അദ്ദേഹം മരിച്ചില്ല. ആ 2 കാലും പോയിട്ട് അദ്ദേഹം ഇന്ന് പോരാടിയതാണ്. എന്നിട്ട് ആൾക്കാരെ കൊന്നു. അവസാനം യുദ്ധമൊക്കെ ജയിച്ചതിന് ശേഷം ഭഗവാൻ മലയ്ക്ക് പോകുന്ന സമയത്ത് ബാക്കിയുള്ള ആൾക്കാരൊക്കെ പന്തളത്തിലേക്ക് തിരിച്ചു പോയപ്പോ ഇദ്ദേഹത്തിന് ഭഗവാനെ വിട്ടു പോകാൻ വയ്യ. കൊച്ചുകടുത്തേക്ക് അദ്ദേഹം എന്ത് ചെയ്തു? ഞാനും ഉണ്ട് ഭഗവാൻ എന്ന് പറഞ്ഞു ഭഗവാന്റെ കൂടെ പോയി. ഇപ്പോഴും ഭഗവാന്റെ മണിമണ്ഡപത്തിന്റെ കാവൽക്കാരന്റെ സ്ഥാനമാണ് അത്ര കൊച്ചുകടുത്തേക്കുള്ളത്. മലയപ്പുറത്ത് നടക്കുന്ന ഒരു ഗുരുതിപാത്രം അദ്ദേഹത്തിനുള്ളതാണ്. അദ്ദേഹം ഒരു തവണ വിളിച്ചു പോയിട്ടുള്ളൂ. അദ്ദേഹത്തിന് അയ്യപ്പനാരാന്ന് മനസ്സിലായി, പിന്നെ പോട്ടൊന്നുമില്ല. അതുകൊണ്ട് ഓരോ തവണ പോകുമ്പോഴും പോകുന്ന കൗണ്ട് എടുക്കാതെ ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനാണല്ലോ ദൈവശേഖരം. വേറെ എവിടെ നിന്ന് കാണാൻ സാധിക്കില്ല. തേങ്ങ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരമാണ്. അതിലൊഴിക്കുന്ന ആത്മാവ് എന്ന് പറഞ്ഞത് എന്താണ്? നമ്മുടെ നെയ്യ് എന്താണ്? നമ്മുടെ ആത്മാവാണ്. ആ കെട്ട് എന്ന് പറയുന്നത് നമ്മുടെ പുണ്യപാവ ചുമടാണ്. അത് താണ്ടിയിട്ടാണ് നമ്മൾ ഭഗവാനെ കാണാൻ പോകുന്നത്. 41 ദിവസം വ്രതം എടുത്തിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് ഞാനും ഭഗവാനും ഒന്നാണെന്ന് ഭഗവാൻ പ്രാക്ടിക്കൽ ക്ലാസ് എടുത്ത് മനസ്സിലാക്കി തരുന്നതാണ് നെയ്യഭിഷേകം. നിങ്ങൾ കൊണ്ടുവന്ന ആത്മാവിനെ നിങ്ങൾ എന്നിലേക്ക് സമർപ്പിക്കുന്നു. ഈ നെയ്യ് എടുത്തിട്ട് ഭഗവാന് തലയിൽ ഒഴിക്കുമ്പോൾ അവിടെ നടക്കുന്നത് എന്താണ്? ഞാനും ഭഗവാനും ഒന്നായി തീരുന്നു എന്നുള്ളതിന്റെ പ്രാക്ടിക്കൽ നമുക്ക് കാണാൻ പറ്റും. ഞാനും ഭഗവാനും ഒന്നായി. പിന്നീട് അങ്ങോട്ട് വരുന്ന നെയ്യ് ആത്മാവല്ല, ഭഗവാന്റെ പ്രസാദമാണ്. നമ്മുടെ ആത്മാവ് എവിടെ ലയിച്ചു? ഭഗവാനിൽ ലയിച്ചു. തിരിച്ചു പോരുന്ന സമയത്ത് ആർത്തു നോക്കൂ, നിങ്ങൾക്കൊരിക്കലും ആദ്യം തവണ പോയ പോലെ പിന്നെ ശരീരത്തിലേക്ക് പോകാൻ പറ്റില്ല. ഞാൻ നിങ്ങളെന്നോട് അംഗീകരിച്ചാൽ അംഗീകരിച്ചിരിക്കും. ആദ്യത്തെ ആ പോക്കിനാണ് പ്രാധാന്യം. ശരം കുത്തുന്നത് 1ാമത്തെ പോക്കിലേ ഉള്ളൂ. പിന്നെ പോകുമ്പോൾ കുത്തേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ആദ്യം പോയപ്പോ തന്നെ എല്ലാ ഹിംസാ ചിന്തകളും പോയി എന്നർത്ഥം. പിന്നെ പോകുമ്പോ കുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഈ ആത്മാവ് ഭഗവാനിൽ ലയിക്കപ്പെട്ടു. ഇനി തിരിച്ചു വരുന്ന ഞാൻ പോയ ഞാനല്ല, പുതിയ ഞാനാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ഒരു പ്രയാസം പിന്നീട് ഉണ്ടാവില്ല. പണ്ടൊരു ചേച്ചി ചെയ്തൊരു, ചേച്ചിയുടെ ബുദ്ധിമുട്ട് സംഭവിക്കേണ്ട, എന്റെ അറിവൊന്നുമല്ല. ചേച്ചിയുടെ ഭർത്താവ് അതികഠിനമായിട്ട് മദ്യപിക്കുമായിരുന്നു. ഇത്ര ശബരിമലയ്ക്ക് അദ്ദേഹം പോകുന്ന സമയത്ത് നന്നായിട്ട് വ്രതം എടുക്കുകയും ചെയ്യും. 41 5-6 ദിവസമൊക്കെ മതി. പക്ഷെ അത്രയും ദിവസം അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു. അദ്ദേഹം മലയ്ക്ക് പോയി വന്നിട്ട് പിന്നെയും ഈ ഒരു ദുശീലത്തിലേക്ക് അദ്ദേഹം കടന്ന സമയത്ത് അവിടെയുള്ള ഗുരുസ്വാമിയോട് പോയി ചോദിച്ചു, ഈ ചേച്ചി ഇദ്ദേഹം വീണ്ടും ഈ ദുശീലങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. ഞാൻ കരുതി മലയ്ക്ക് പോയി വരുമ്പോൾ നന്നാവുന്നതാണ്, പക്ഷെ വീണ്ടും പഴയതുപോലെ ആയി. എന്താണ് ചെയ്യേണ്ടത്? എന്തെങ്കിലും വഴിയുണ്ടോ? ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, അഭിഷേകം ചെയ്ത് നെയ്യ് വീട്ടിലിരിക്കണ്ടോ എന്നാണ് ചോദിച്ചത്. സ്വാമി പറഞ്ഞു, കൊണ്ടുവന്നിട്ടുണ്ട്, വീട്ടിലുണ്ട്. ഇയാളെ വിളിച്ചിട്ട് ഈ അഭിഷേകം ചെയ്ത് നെയ്യും കൊണ്ട് വരാൻ പറഞ്ഞു. പറയാൻ ഈ ഡ്രിങ്ക്സ് കഴിക്കുന്ന ചേട്ടൻ്റെ അടുത്ത് അവസാനം പറഞ്ഞത്ര, ഇത് എപ്പോഴും രാവിലെ എണീക്കുമ്പോ ആദ്യം കാണുന്ന സ്ഥലത്ത് ഇത് കൊണ്ടേ വെക്കുക. ഈ നെയ്യ് രാവിലെ എണീറ്റ് കണ്ണു തുറക്കുമ്പോ ആദ്യം കാണുന്നത് എന്താണ്? അഭിഷേകം ചെയ്ത നെയ്യാവാം. ഇദ്ദേഹം രാവിലെ ഇദ്ദേഹം വിചാരിച്ചിട്ടുണ്ട്, കുറെ കേട്ടിട്ടുണ്ട്, മറ്റേ സിനിമ എന്തൊക്കെ കുറെ കണ്ടിട്ടുണ്ട്. ഇതിനൊക്കെ വലിയ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഇവിടെ മാറിയില്ല. പിന്നെ മറ്റേ നെയ്യും കൊണ്ടുള്ള ട്രീറ്റ്മെന്റ്. അദ്ദേഹം എണീക്കുന്നതിന്റെ അവിടെ ഒരു ഷെൽഫോ എന്തോ ഉണ്ട്. അതിൽ ഈ നെയ്യഭിഷേകം ചെയ്ത് നെയ്യ് അദ്ദേഹം കൊണ്ടേ വെച്ചു എന്നാണ്. അന്നേ ദിവസം കിടന്നുറങ്ങി പിറ്റേ ദിവസം എഴുന്നേറ്റ് ഇദ്ദേഹം കണ്ണു തുറന്നപ്പോ ആദ്യം എണീറ്റപ്പോ കണ്ടത് ഈ നെയ്യാണ്. ഇവിടെ
അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന് കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്ന് തുടങ്ങിയതാണ്. എന്തിനാന്ന് ആലോചിച്ചു? എനിക്കൊരു ജീവിതം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ കൈ വറക്കണ ഞാൻ രാവിലെ എണീച്ചിട്ട് കുളിക്കാൻ പോവുകയും ഭസ്മം ധരിക്കുകയും സ്വാമിയെ ശരണം അയ്യപ്പാന്ന് വിളിക്കുകയും നാട്ടിലുള്ള ആൾക്കാരോടൊക്കെ നല്ല രീതിയിൽ വർത്താനം പറയുകയും സമയത്തിൽ കുടുംബത്തിന് വരും ഭാര്യ മക്കളെ നന്നായി നോക്കുകയും ചെയ്തിരുന്ന 5 ദിവസം എന്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ അത്ര ഓർമ്മ വന്നു. പോയി വന്ന ആളല്ല ഞാനിപ്പോ ആരാണ്? സ്വാമിയിൽ അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുള്ള ആത്മാവുള്ള ആളാണ് ഞാൻ. അത് റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണ്. പഴയ പോലെ നടന്ന പോലെ വീണ്ടും നടക്കാനാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഭഗവാനെ പോയി കാണാതിരിക്കുന്നതാണ് നല്ലത്. ചില ആൾക്കാരൊക്കെ വിചാരിക്കും എന്തോ ആയുർവേദ ചികിത്സ എന്നാണ്. കുറച്ചു ദിവസം മാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു ഉന്മേഷം കിട്ടും. അതിനുള്ളതല്ല ശൈലികൾ. അതിന് നിങ്ങൾ കായകത്തിന് പോകും. ഭഗവാൻ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ശീലിച്ച 1% ദുശീലം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ മാറ്റിവെക്കാനുള്ള കരുത്ത് ഭഗവാൻ നമുക്ക് തരും. ഒരു കൗണ്ടർ കാണുമ്പോഴും ഒരു ബോർഡ് കാണുമ്പോഴും നമ്മുടെ കൈ വറക്കില്ല ഭഗവാൻ ആരാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ അറിയാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാവേണ്ടത്, അല്ലാണ്ട് പോയി കാണാനുള്ളതല്ല എന്നാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. കാണുക എന്നുള്ള രീതിയിൽ നിന്ന് മാറി അയ്യപ്പനെ അറിയുക എന്നുള്ളതായിട്ട് നമ്മുടെ തീർത്ഥാടനം മാറട്ടെ ഈ വർഷം എന്നാണ് പറയാനുള്ളത്. കാരണം കുറെ കുട്ടികളൊക്കെ ഇത്തവണ എനിക്ക് വലിയ സന്തോഷമാണ്. നമ്മളെല്ലാവരും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ധർമ്മം ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ധർമ്മത്തിന് ഭയങ്കര ആപത്താണ് ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് പ്രതീക്ഷ നൽകുന്ന കാഴ്ച കാണുമ്പോൾ നിങ്ങൾ മലപ്പുറത്തൊക്കെ ഞാൻ വരുമ്പോൾ കണ്ടത് അഖണ്ഡനാമത്തിനൊക്കെ ഒരു 1000-2000 ചെറുപ്പക്കാരൊക്കെ ചുറ്റും കൂടി നിന്ന് മതഗജവാഹന മഹാമതി ഹരിഹര സുഖ നമസ്തേ എന്ന് പറഞ്ഞ് കൈകൊട്ടി കളിക്കുന്ന സ്വാമിമാരെ കാണുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയാണ്. നമ്മുടെ ഈ ധർമ്മം ഒന്നും അത്ര പെട്ടെന്നൊന്നും സൂക്ഷിച്ചു പോകുന്ന എങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അതിന് അംഗീകരിക്കുക. അതുപോലെ ഇപ്പൊ നിങ്ങൾ ഭജന കേൾക്കുന്നുണ്ടെങ്കിൽ ഭജനയ്ക്കൊപ്പം പാട്ട് പാടുന്നുണ്ടെങ്കിൽ അതിന് അംഗീകരിക്കുക. ഓ ഇതൊക്കെ എന്താ സിനിമാ പാട്ടല്ലേ എന്ന് പറയാൻ എളുപ്പ പാടി കേൾപ്പിക്കാനാണ് പറ്റുന്നത്. ഭഗവാനെ അതുപോലെ അനുഭവിക്കാനുള്ള പാഠങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള ആളാണ് ഭഗവാൻ. നേരത്തെ ഇവിടെ പറഞ്ഞു ഇതൊരു കളരി ഉണ്ടായിരുന്ന സ്ഥലം. ഇവിടെ ഇന്ന് ഭഗവാന്റെ കഥ പറയുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാണ് എനിക്ക് തോന്നിയുള്ളത്. കാരണം ഭഗവാൻ ആത്യന്തികമായിട്ട് ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറയും ഭഗവാൻ താപസിയാണ്, നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് ഒക്കെ പറയുമെങ്കിലും ഭഗവാന്റെ ആത്യന്തികമായിട്ടുള്ള സ്വഭാവം ഉണ്ടായിരുന്നത് ജീവിച്ചിരുന്ന സമയത്ത് ഭഗവാനേക്കാൾ വലിയൊരു പോരാളി വേറെ ഉണ്ടായിരുന്നില്ല. യോദ്ധാവായിരുന്നു അയ്യപ്പൻ. നിങ്ങൾ അയ്യപ്പനെ പോലെ ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരെ കണ്ട് ഒരു കുട്ടിയോട് വന്നിട്ട് പാട്ട് പാടാൻ പറഞ്ഞാൽ അയ്യോ എനിക്കറിയില്ല, ഒരു കീർത്തനം ചെല്ലാൻ പറഞ്ഞാൽ എനിക്കറിയില്ല, ഒന്നും വേണ്ട സ്വാമിയെ ശരണയ്യപ്പാന്ന് ഉറക്കെ വിളിക്കാൻ പറഞ്ഞാൽ അയ്യോ ഞങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണോ, ഇതൊക്കെ അവർക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന്. എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഉപാസിക്കാനുള്ള അല്ല അയ്യപ്പൻ. കാരണം എന്നെ കൊണ്ട് എന്തും സാധിക്കുന്ന ഭൂമിയിൽ തെളിയിച്ച് കാണിച്ചു കൊടുത്തുള്ള ആളാണ് ഭഗവാൻ. നിങ്ങൾ കരുതുന്ന പോലെ ഭഗവാൻ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് എല്ലാവരോടും ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്നിരുന്ന ആളല്ല കേട്ടോ. ഭഗവാൻ എല്ലാവരും വീരൻ വിളിക്കുന്ന വെറുതെ അല്ല ഭഗവാനെ, അത്രയും വലിയ പോരാളിയായിരുന്നു. ഈ മഹിഷിയുടെ കഥയൊക്കെ കുറെ ഞാൻ നോക്കുമ്പോ ഈ അയ്യപ്പൻ ശാസ്താവ് ഇതൊക്കെ നമ്മൾ വേറെ വേറെ കാണേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ മറ്റൊരു അവസരത്തിൽ പറയാം. നമുക്ക് പറയാൻ സമയമില്ല. അയ്യപ്പൻ ആരാണ്, ശാസ്താവ് ആരാണ്, മണികണ്ഠൻ ആരാണ്, ഇതൊക്കെ വേറെ വേറെ കാണേണ്ട ഒരു ശരിക്കും ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വമുണ്ട്. മണികണ്ഠൻ എന്ന് പറയുന്നത് ധർമ്മശാസ്താവിന്റെ അവതാരമായിട്ട് നമ്മൾ കാണും. അയ്യപ്പനെയൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതി വ്യത്യസ്തമാണ്. അതിൽ മണികണ്ഠൻ അല്ലെങ്കിൽ അയ്യപ്പനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് അവർ വലിയ പോരാളികളായിരുന്നു. ഇന്നലെ അമൃത ടിവിയുടെ ഷൂട്ടിൽ ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ എപ്പിസോഡ് വരും. ചീരപ്പഞ്ചിറ എന്നൊരു കളരിയുണ്ട്, കേട്ടിട്ടുണ്ടോ? ചീരപ്പഞ്ചിറ കളരി എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ മുഹമ്മ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കളരിയാണ്. അവരുടെ ഒറിജിൻ കോഴിക്കോടാട്ടോ. അതതിന്റെ രസം. കടത്തനാട് നിന്ന് പോയതാ. കടത്തനാട്ടിൽ നിന്ന് ഈ പറയുന്ന കടത്തനാടൻ മുറകൾ അഭ്യസിച്ച് ആലപ്പുഴ പോയി സെറ്റിൽ ആയിട്ടുള്ള ചീരപ്പഞ്ചിറ കുടുംബത്തിലാണ് ഭഗവാൻ വന്ന ആയുധം അഭ്യസിക്കുന്നത്. അയ്യപ്പന് വിദ്യ പറഞ്ഞു കൊടുത്ത സ്ഥലമാണ് ചീരപ്പഞ്ചിറ കളരി. ഇപ്പോഴും ഉണ്ടാകും. അവിടെ വെച്ചിട്ട് ഭഗവാൻ പൂഴിയംഗം എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള അടവ്, നമ്മൾ പറയുന്നത് ഈ 18ാമത്തെ അടവ് പൂഴിക്കടകം, അത് പഠിക്കാനാണ് ഞങ്ങൾ പോയത്. പന്തളത്ത് നിന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള അറിവും സ്വായത്താക്കിയ ഭഗവാൻ ഈ ഉദയനൻ എന്ന് പറയുന്ന കാട്ടുകൊള്ളക്കാരനെ യുദ്ധം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ അടവും കൂടെ അഭ്യസിക്കണം. ഇത് കടത്തനാട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്ന വഴിക്ക് അങ്ങനെ ഈ അംഗം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാൾ ആലപ്പുഴ ഉണ്ടെന്ന് മനസ്സിലാക്കി അവിടെ പോകുന്നത്. വെളുത്ത എന്ന് പറയുന്ന ഒരു മുക്കോ യുവാവാണ് ഭഗവാൻ അവിടെ എത്തിക്കുന്നത്. അവിടെ ചെന്ന സമയത്ത് എല്ലാ അടവും ഗുരുനാഥൻ പഠിപ്പിച്ചു കൊടുത്തു. ഒരടവ് മാത്രം പഠിപ്പിച്ചു കൊടുത്തില്ല, ഈ 18ാമത്തെ അടവ്, ഈ പറഞ്ഞ പൂഴിക്കടകൻ. സാധാരണ രീതിയിൽ അവരുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ അടുത്ത അനന്തരാവകാശിക്ക് അത്ര അത് പഠിപ്പിച്ചു കൊടുക്കുള്ളൂ, അല്ലാണ്ട് ആർക്കും പറഞ്ഞു കൊടുക്കില്ല.
ഇദ്ദേഹത്തിന് ഒരു മകളുണ്ടായിരുന്നു, പൂങ്കൊടി എന്ന് വിളിക്കുന്ന ലളിതാംബിക എന്ന പേരായിട്ടുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് അറിയായിരുന്നു, ഭഗവാൻ അവരത് പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ പെൺകുട്ടി പഠിപ്പൊക്കെ കഴിഞ്ഞപ്പോ ഭഗവാന്റെ സൗന്ദര്യത്തിലും ഭഗവാന്റെ ഈ ആയുധാഭ്യാസത്തിലും അതിന് കവിഞ്ഞ സ്നേഹം തോന്നിയ ആ ലളിതാംബികയ്ക്ക് അയ്യപ്പനോട് അനുരാഗം തോന്നിയെന്നും ഭഗവാൻ നൈഷ്ഠിക ബ്രഹ്മചാരി ആയതുകൊണ്ട് അത് അവസാനിപ്പിച്ചു. ഈ താല്പര്യമില്ല, ഈ ജന്മത്തിൽ ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ അവിടെ നിന്ന് പോകുന്നു എന്നുമാണ് കഥ. അവരുടെ കൺസെപ്റ്റിൽ അതാണ് മാളികപ്പുറത്തമ്മ. മാളികപ്പുറത്തമ്മ ലളിതാംബികയാണെന്നാണ് ചീരപ്പഞ്ചർക്കാർ പറയുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോവാം. ചീരപ്പഞ്ചർ കളരിയിൽ അവിടെ ഭഗവാൻ ഉപയോഗിച്ചിരുന്ന വാളും ഭഗവാന്റെ അരപ്പട്ടയും ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ആ അരപ്പട്ടയുടെ പ്രത്യേകത, അരപ്പട്ട ആയുധം കൊണ്ടുകഴിഞ്ഞാൽ അരയിൽ നമ്മൾ ചുറ്റുക, ആ അരപ്പട്ടയിൽ ഈ ഔഷധങ്ങൾ കൊണ്ടുള്ള ഒരു ലെയർ ഉണ്ടെന്നാണ്. ഇപ്പോഴും കാണാം, പച്ചമരുന്ന് ഇങ്ങനെ തേച്ചിട്ടുണ്ടാവും ഓരോ ഭാഗത്ത് കൂടെ. ചോരയിലേക്ക് ഈ ബ്ലഡിലേക്ക് വാള് വന്ന് കുത്തുന്ന സമയത്ത് സെപ്റ്റിക് ആയി കഴിഞ്ഞ് അണുബാധ ഉണ്ടാവാതിരിക്കാനുള്ള ഔഷധങ്ങൾ അത്രയും മൊത്തം തേച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. എപ്പോഴെങ്കിലും വാൾ കൊണ്ട് മുറിഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റിക് ആവില്ല, കാരണം ഈ സാധനം നനയും, ഈ അരപ്പട്ട നനഞ്ഞ് അതിന്റെ ഔഷധം അതിലേക്ക് പിടിക്കുന്നതാണ്, അണുബാധ ഉണ്ടാവില്ല. ഞാൻ അരപ്പട്ട എപ്പോഴും അവിടെ ഞാൻ പറഞ്ഞില്ല, ഒരു ചില്ലിന്റെ ബോക്സിലാക്കിയിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. പോകുന്ന ആൾക്കാർക്ക് കാണിച്ചു തരും, തൊടാൻ പറ്റും. ഭഗവാന്റെ ഉടവാളുണ്ടാവും. ആ ഉടവാള് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കും, അയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരു കുട്ടിയായിട്ട് ഇങ്ങനെ സാധാരണ പോലെ നടന്ന ഒരാളല്ല, ഭഗവാൻ ആളായിരുന്നു, ഭഗവാന്റെ വീരത എന്തായിരുന്നു. അതാണ് വില്ലാളി ദേവി എന്ന് വിളിക്കുന്നത്, അല്ലാണ്ട് നമുക്കൊരു ആയാസം കിട്ടാൻ വേണ്ടി വിളിക്കുന്നതല്ല. അത്രയും വലിയ പോരാളിയാണ് ഭഗവാൻ. അത്രയധികം വീരത കാണിച്ചിരുന്നു. നമ്മൾ ഈ കരുതുന്ന ഭഗവാന്റെ ഈ മഹിഷിയായിട്ടുള്ള യുദ്ധം, അത് ചരിത്രം നോക്കുമ്പോൾ മഹിഷിയായിട്ടുള്ള യുദ്ധമായിട്ട് നമുക്ക് കാണുക. ഇപ്പോഴും നമുക്ക് കാണാം, എരുമേലിയിൽ നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ മാറി പുത്തൻ വീട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ചിലപ്പോൾ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. ഞാൻ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റടിക്ക് പോയി ഗുരുവായൂർ, കൊടുങ്ങല്ലൂര്, തൃപ്രയാറ്, ചോറ്റാനിക്കര ആ റൂട്ട് മാത്രം പിടിച്ചു പോയി ഭഗവാനെ കാണാൻ പോയി വരാതെ ഇതും കൂടെ ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക എപ്പോഴൊക്കെ പോകുമ്പോൾ. കാരണം നമുക്ക് അയ്യപ്പനോടുള്ള സ്നേഹം, അയ്യപ്പൻ ആരാണെന്ന് നമുക്ക് ഇങ്ങനെ മനസ്സിലായിക്കൊണ്ടേയിരിക്കും. പുത്തൻവീട് ഇന്ന് ദേവസ്വം ബോർഡ് സംരക്ഷിക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും. അത് പണ്ട് കാലം മുതലുള്ള ഒരു വീടാണ്. അവിടെ ഒരു പ്രായമായിട്ടൊരു മുത്തശ്ശി മാത്രം അത്ര താമസിച്ചിരുന്നു. ഈ മുത്തശ്ശി ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് വാതിലിൽ മുട്ട കിട്ടൂത്ര. പോയി തുറന്നു നോക്കിയ സമയത്ത് 16 വയസ്സുള്ള ഒരു കുട്ടി നീല പട്ടെടുത്ത് അതിങ്ങനെ അതിന് വർണ്ണിച്ചിരിക്കുന്നതാണ്. തോളൊപ്പം നല്ല മുടിയാത്ര, കറുത്ത ശരീരം എന്നാണ് ഭഗവാൻ. ഒരുപാട് ക്ഷീണിച്ച് അവിടെ ആ തൊമ്മയിൽ വന്ന് ഇരുന്നിട്ട് ചോദിച്ചിട്ട്, അമ്മേ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ? അപ്പൊ മുത്തശ്ശി നോക്കിയപ്പോ മുത്തശ്ശി കുടിക്കാനുള്ള കഞ്ഞിന്റെ കഷ്ടിയുള്ളൂ അവിടെ. അതെടുത്ത് കൊടുത്തു എന്നാണ്. അത് മടവടാന്ന് കുടിച്ചു തരാം. എന്നിട്ട് പറഞ്ഞ, അമ്മ എനിക്ക് വലിയ ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട്, ഇന്ന് രാത്രി ഞാൻ ഇവിടെ കിടന്നോട്ടെ എന്ന് ചോദിച്ചു. മുത്തശ്ശി മാത്രം, മോനെ നീ ഇവിടെ കിടക്കുന്നതിൽ എനിക്ക് ഒരു പ്രയാസമില്ല, നീ ഇവിടെ തന്നെ കിടന്നോ, പക്ഷെ നീ ഉള്ളു കിടക്ക്, പുറത്ത് കിടക്കണ്ട. കാരണം ഇവിടെ ഒരു എരുമ, വലിയൊരു പോത്ത് ഈ എരുമേലി അങ്ങാടിയിലുണ്ട്. നാട്ടുകാരെയൊക്കെ അത് വന്ന് കുത്തി മറിച്ചിട്ടും കൊല്ലും. കുറെ നിർബന്ധിച്ചു, പക്ഷെ അകത്ത് കയറി കടന്നില്ല. ഭഗവാൻ പുറത്തന്നെ കടന്നതാണ്. രാത്രി കുറെ കരച്ചിലിന്റെ ശബ്ദമൊക്കെ എത്ര കേട്ടത് പുറത്തുനിന്ന്. അപ്പൊ മുത്തശ്ശി ഈ കുട്ടീനെ പാവം തരുന്ന കുട്ടി കൊന്നു. ഞാൻ അപ്പോഴും അവനോട് ആവും വിധം പറഞ്ഞതാണ്, ഉള്ളിൽ കയറി കിടക്കുന്നു. ഞാൻ പറയാത്തതിന്റെ കേടുണ്ടായിരുന്നില്ലല്ലോ, അവനെ കിടക്കായിരുന്നല്ലോ എന്ന് കരുതി പിന്നെ കിടന്നിട്ട് മുത്തശ്ശിക്ക് ഉറക്കം വന്നില്ലെന്ന്. എങ്ങനെയെങ്കിലും രാവിലെ ഇട്ട് എണീറ്റ് നോക്കണം നമ്മളെ. പുലർച്ചയായ സമയത്ത് വാതിൽ തുറന്ന് നോക്കിയപ്പോ എരുമേലി ഒന്നും അവിടെ കണ്ടില്ല. വാർത്ത പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഓടിപ്പോവാത്ര. എരുമേലിയിൽ ഒരു വലിയ പോത്തിന്റെ ജഡം വന്ന് കിടക്കുന്നുണ്ട് എരുമയുടെ. ഇന്നലെ രാത്രി ഏതോ ഒരാൾ വന്ന് അതിനെ കൊന്നു. ഈ വാർത്ത പറഞ്ഞുകൊണ്ട് ആൾക്കാർ പരസ്പരം ഓടുന്നത്ര കണ്ടത്. പോത്ത് ചത്തു, എരുമ ചത്തു എന്നുണ്ട്. കുട്ടിയെ നോക്കിയ സമയത്ത് കുട്ടിയെന്ന് അവിടെ കണ്ടില്ല അത്ര. ഇന്നലെ വന്ന് ഇരുന്ന സ്ഥലത്ത് ഒരു വാള്, ഒരു ഉടവാള്, ഒരു ഭസ്മത്തിന്റെ കിഴി അവിടെ വെച്ചിരുന്ന ഒരു ഓലയും. ആ വാള് കഴുകി വെച്ചിരുന്നു, അതിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഓല എടുത്ത് വായിച്ചപ്പോ മുത്തശ്ശിക്ക് ഭഗവാൻ എഴുതിയിരുന്നു, ഇത് ഞാൻ ഇവിടേക്ക് സമർപ്പിക്കുന്നു, ഇത് ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരു ഐശ്വര്യത്തിന് ഇവിടെ കുറവുണ്ടാവില്ല, ഇത് ഭദ്രമായിട്ട് സൂക്ഷിക്കുന്നു എന്ന് വെച്ചിട്ട് പോയി. മഹിഷിയെ കൊന്ന വാള്, മഹിഷിയാണ് ആ പോത്തെന്നാണ് പറയുന്നത്. നോക്കൂ, ഭഗവാൻ ആത്മീയമായിട്ട് തന്റെ വീര്യത പ്രദർശിപ്പിച്ചിട്ടുള്ള ആളാണ്, പോരാളിയായിട്ടുള്ള ഭഗവാൻ. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ചിറപ്പഞ്ചിറ കളരിയിൽ 3/4 വട്ടം അയ്യപ്പ ക്ഷേത്രം എന്നൊരു ക്ഷേത്രമുണ്ട്. അവിടെ ഇരിക്കുന്ന അയ്യപ്പന്റെ ഭാവം എന്താന്ന് പറയുന്നത്
ശബരിമലയിൽ ഇരിക്കുന്ന ഭഗവാന്റെ താപസഭാവം നമുക്കറിയാം, പൂർണ്ണ പുഷ്കരാസമയനായിട്ടുള്ള ഭാവം അറിയാം, പ്രഭാസത്യനായിട്ടുള്ള ഭാവം അറിയാം. ഞാൻ അവിടെ പോയ സമയത്ത് അവിടെ ഇരിക്കുന്ന ഭഗവാന്റെ ഭാവം ഈ പൂഴി കാലുകൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് പൊക്കി വിടാൻ പാകത്തിൽ കാല് ധരിച്ചിട്ട് കയ്യിൽ ചുരുങ്ങിയും പിടിച്ചിട്ട് വയ്യപ്പല. അതായത് പൂഴിക്കടകൾ നടത്താൻ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ഭാവാത്ര ആ വിഗ്രഹത്തിൽ. ആത്യന്തികമായിട്ടൊരു യോദ്ധാവാണ് ഭഗവാൻ. ആവശ്യം എങ്ങനെയുള്ള ആൾക്കാരെയാ? പോരാളികളായിട്ടുള്ള ആൾക്കാരെയാ ഭഗവാൻ ആവശ്യം. എന്തിനുള്ള പോരാളികളെ? ഭഗവാൻ ആത്യന്തികമായിട്ട് എന്തിനു വേണ്ടിയിട്ടുള്ള പോരാളികളെ വേണ്ടത്? ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള പോരാളികളെ. അതാണ് ധർമ്മശാസ്താവെന്ന് ഭഗവാൻ വിളിക്കുന്നത്. ധർമ്മം പഠിപ്പിക്കുന്നതല്ല, ധർമ്മം ശാസിച്ച് പഠിപ്പിക്കുന്നതല്ല. അഡ്ഡീറ്റ് സ്വാമി എന്ന് പറയാ. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, ശബരിമല നട അടയ്ക്കുന്ന സമയത്ത് ഭഗവാനെ ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്ത് തലപ്പാവ് കെട്ടി ഒരു യോഗദണ്ഡ് ധരിപ്പിച്ച് ഒരു രുദ്രാക്ഷമാല ധരിപ്പിച്ച് ഭഗവാനെ തപസ്സിലേക്ക് വിടുന്നതിന് മുമ്പായിട്ട് അടുത്തൊരു ചോരിൽ വെക്കും. കണ്ടിട്ടുണ്ടോ? അത് ചില ഫോട്ടോകളൊക്കെ നോക്കി കാണാം. പോയ ഗുരുസ്വാമിയോടൊക്കെ ചോദിച്ചോളൂ, നല്ല വലിയൊരു ചോരിൽ വെക്കും എടുത്ത്. ഇങ്ങനെ ചോരിൽ വെക്കുന്ന ഭഗവാൻ ചോരിൽ ശാസിച്ച് പഠിപ്പിക്കുന്നതിനാണ്, അടിച്ച് പഠിപ്പിക്കുന്നത് പറയാം. അല്ലാണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള പഠിത്തം ഭഗവാനില്ല. ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. പറഞ്ഞാൽ മനസ്സിലാവാത്തവരെ അടിച്ചു പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ സ്വഭാവം എന്ന് പറയുന്നത് നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമാണ്. ഭഗവാനെ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഭഗവാന്റെ സ്വത്തുക്കൾ അപഹരിക്കുന്നവർക്കും ഈ തെറ്റൊക്കെ ബാധകമാണ്. അയ്യപ്പൻ എന്ന് പറയുന്നത് ഇപ്പൊ ഗുരുവായൂരപ്പനോടൊക്കെ എടുക്കുന്ന ലൈസൻസ് ഒന്നും പോയിട്ട് സ്വാമിയോട് എടുക്കരുതേ. പറയുമ്പോൾ ഭഗവാന്റെ മകനൊക്കെ ആണെങ്കിലും ആ അച്ഛന്റെ സ്വഭാവം ഉണ്ടല്ലോ, ഈ മഹാദേവന്റെ സ്വഭാവം അത്രയധികം പ്രകടമായിട്ടുള്ള ഒരാളാണ്. ഈ സോഫ്റ്റ് കോർണർ എന്ന് പറഞ്ഞ സാധനം എപ്പോഴൊന്നും ഭഗവാൻ കാണിച്ചോളണമെന്നില്ല. പ്രത്യേകിച്ച് ഭഗവാന്റെ പേരിൽ മോഷ്ടിക്കുന്നത്. ഗുരുവായൂരപ്പന് അതിൽ കുറവൊന്നുമില്ല. നമുക്ക് നമ്മുടെ വിചാരം വെണ്ണ കൊടുത്താലും പാല് കൊടുത്താലൊക്കെ അത് സന്തോഷമായിട്ടിരിക്കുന്ന കരുതരുതേ. ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് ഇടയ്ക്ക് അമ്പലത്തിന്റെ മുകളിൽ കയറുന്നതിന് മുമ്പ് ആ ഫ്ലൈ ഓവർ അറിയാൻ കഴിഞ്ഞാൽ ഭഗവാനെ കാണുന്നതിന് മുമ്പ് മുകളിൽ നോക്കുക. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. അവിടെ നമുക്ക് നരസിംഹസ്വാമിയുടെ ഫോട്ടോ കാണാം. ആ ആളാണ് അകത്തിരിക്കുന്നതുള്ള ബോധം കൊണ്ട് വേണം അകത്ത് കയറാൻ. അല്ലാണ്ട് വെണ്ണ എന്നാ കൃഷ്ണ കൊണ്ട് പോകരുതേ. അങ്ങനെയും ആവാൻ സാധിക്കും എനിക്കെന്ന് ഭഗവാൻ കാണിച്ചില്ല അത്ര മുകളിലിരുന്നിട്ട്. അതുകൊണ്ട് എന്ത് ലൈസൻസും ഗുരുവായൂരപ്പനാണ് ഇങ്ങോട്ട് എടുക്കാൻ നിൽക്കാതിരിക്കുക എന്നാണ് അതിന്റെ പ്രകടമായിട്ടുള്ള ഉദാഹരണമാണ് സ്വാമി. കാരണം ഭഗവാൻ ഈ ശാസ്താ സ്വഭാവം, പഠിപ്പിക്കുന്ന സ്വഭാവം വളരെയധികം കൂടുതലാണ്. അങ്ങനെയുള്ള ഭഗവാനെ ആരാധിക്കാൻ ഒരു തരത്തിലുള്ള പ്രായ ലിംഗ വ്യത്യാസങ്ങളുമില്ല. സ്ത്രീകൾക്കും ഭഗവാനെ ആരാധിക്കാം. ശബരിമലയിൽ പോകുന്നതിൽ ഒരു ഏജ് റെസ്ട്രിക്ഷൻ ഉണ്ട്, ശരിയാണ്. അതിന്റെ കാരണമൊക്കെ പല സമയത്തും ഞാൻ പല ആൾക്കാരും പറഞ്ഞില്ല. പക്ഷെ ഞാൻ പറയട്ടെ, എന്റെ ഒരു മനസ്സിൽ ഉള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് 41 ദിവസം വ്രതമെടുത്ത് ഒരു സ്വാമി ഭഗവാനെ കാണാൻ പോണ സമയത്ത് ഇപ്പോഴും ആ ശീലം പിന്തുടരുന്ന സ്ത്രീകളുണ്ടോന്ന് എനിക്കറിയില്ല. പ്രായമായ അമ്മമാർക്കൊക്കെ അറിയായിരിക്കും. പണ്ട് കാലത്ത് വീട്ടിൽ നിന്ന് ഒരു സ്വാമി ശബരിമലയ്ക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ പ്ലഷർ ട്രിപ്പ് അല്ല പലതും. പണ്ടാ ഗണപതിയിൽ നിന്നും മറ്റു വാഗനിൽ പാട്ടും വെച്ചിട്ടുള്ള ഓട്ടമല്ലല്ലോ അന്ന് പോകുന്നത്. നമ്മള് അന്ന് കൃത്യമായിട്ട് ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കി പോകാനുള്ള പോക്കായിരുന്നു. അതുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ യാതൊരു ഉറപ്പുമില്ല. ക്രൂരമൃഗങ്ങൾ ഉണ്ടാവും, യാത്രയിൽ തടസ്സങ്ങൾ ഉണ്ടാവും, പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. പോയ ആള് ചിലപ്പോൾ പോയിരിക്കും. അങ്ങനെ പോയ നിരവധിയായിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. പക്ഷേ ഈ സ്വാമി സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പ തൊട്ട് കെടാവിളക്ക് കത്തിച്ചു വെച്ചിട്ട് വീട്ടിലിരിക്കുന്ന സ്ത്രീകള് അതിന്റെ മുമ്പിൽ പോയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കത്രേ, ഭഗവാൻ എന്റെ വീട്ടിൽ നിന്ന് ഇത്ര ആൾക്കാർ വന്നിട്ടുണ്ട്, നോക്കിക്കോണേ നോക്കിക്കോണേ നോക്കിക്കോണേ. ആ പ്രാർത്ഥനയുടെ കൂടെ മുകളിലാണത്രേ ഭഗവാനെ കാണാൻ പോയ ആള് തിരിച്ചു വന്നത്. അപ്പൊ ഭഗവാൻ പറയാണ്, 41 ദിവസം നീ വ്രതമെടുത്ത് എന്നെ കാണാൻ വന്ന് നീ എത്രത്തോളം പ്രാർത്ഥിച്ചോ അത്രത്തോളം നിന്റെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ ഈ 4 ദിവസം കൊണ്ട് എന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. നീ വിചാരിക്കുന്നത് പോലെ നിന്റെ പ്രതിഷ്ഠ കൊണ്ട് മാത്രമല്ല നീ തിരിച്ചു പോകുന്നത്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കുറെ ആൾക്കാർ നിന്റെ വീട്ടിലുണ്ട്. അവരുടെ പ്രാർത്ഥന, പ്രത്യേകിച്ച് സ്ത്രീകൾ, അത്രയധികം ആദരവാണ് ഭഗവാൻ സ്ത്രീകൾക്ക് കൊടുക്കുന്നത്. സ്ത്രീകളെ ഇങ്ങനെ ആദരിക്കുന്ന ഒരു ദേവനെ നിങ്ങൾക്ക് അയ്യപ്പനെ പോലെ കാണാൻ സാധിക്കില്ല. എന്നിട്ട് എപ്പോഴും ഭഗവാനാണ് പഴി മൊത്തം, സ്ത്രീകളെ കയറ്റുന്നില്ലല്ലോ. സ്ത്രീകളെ ഇങ്ങനെ ആരാധിക്കുന്ന ഒരാളുമില്ലല്ലോ. സ്ത്രീകൾക്ക് ഇത്രയധികം ബഹുമാനം കൊടുക്കുന്ന ഒരാളും. നോക്കൂ, നിങ്ങൾ വലിയ വലിയ തത്വചിന്തയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഈ ഭഗവാൻ എന്തിനാണ് പുലിപ്പാലിന് പോയത്? സമയം കിട്ടുമ്പോ ഒന്ന് പോയിട്ട് ഇറങ്ങിച്ച് പോയതാണോ? എന്തിനാ പോയി? അമ്മയ്ക്ക് വേണ്ടിയിട്ടാ പോയത്.
എന്ത് ഭഗവാനാണെങ്കിലും എന്ത് ഈശ്വരനാണെന്നുണ്ടെങ്കിലും മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെതായിട്ടുള്ള വികാരങ്ങൾ ഉണ്ടാവും. ഭഗവാൻ അമ്മ എത്ര റെസ്പെക്ട് ചെയ്ത് നോക്കൂ, അച്ഛനെ ഭഗവാൻ എത്ര റെസ്പെക്ട് ചെയ്തിരിക്കുന്നു നോക്കൂ. അച്ഛനാണ് പറയുന്നത്, ഉണ്ണി നീ പോയത്, നീ ഇവിടെ നിൽക്കണം, നീ ഇങ്ങനെ സന്യാസിയുടെ വേഷമൊക്കെ കിട്ടി നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു, നീ പഴയ രൂപത്തിലേക്ക് വരുന്നു എന്ന് ഭഗവാൻ എന്താ പറയുന്നത്? വർഷത്തിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഞാൻ ഇതേപോലെ കാണിച്ചു തരുന്നു. ഇപ്പോഴും എനിക്കറിയാം, ഇവിടെ മകരവിളക്കിൽ പോയിട്ടുണ്ട്, തിരുവാഭരണം ചാർത്തി കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? ഒന്ന് കൈപ്പിക്കും. അവിടെയുണ്ട്. ഭഗവാന്റെ തിരുമുഖം കാണാനുണ്ടാവും ചാർത്തിക്ക്. എങ്ങനെയുള്ള മുഖം? കൊമ്പന്റെ മീശയോട് കൂടിയിട്ടുള്ള തിരുമുഖം. ഇത്ര മീശയുണ്ട് ഭഗവാൻ. ഞാൻ കറക്കി വെച്ചിട്ടുണ്ടാവും ഇവിടെ. ഇന്റർനെറ്റിൽ ഗൂഗിളിൽ നമുക്ക് കിട്ടും അയ്യപ്പന്റെ തിരുമുഖം. രണ്ടെണ്ണം, ഒന്ന് മണിമണ്ഡപത്തിൽ നിന്ന് ആനയിക്കുന്നതുകൊണ്ട് സ്വാമിക്ക് ചാർത്തുന്നതുകൊണ്ട്. ഈ വീരഭാവം ഉണ്ടല്ലോ, യോദ്ധാവാണ് ഞാനൊരു രാജകുമാരനാണെന്നുള്ള ഭാവം ആ മുഖത്തേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ മീശ ഇങ്ങനെ പോയിട്ടോ, ഇങ്ങനെ മീശ പോയി ഇങ്ങനെ കറക്കി രസിണ്ടാവും. മീശ രസിണ്ടായി ശാസ്താവിന് ട്രിം ചെയ്ത താടി ഫോട്ടോ ഞാൻ പറഞ്ഞ ധ്യാനത്തിലുള്ളതാണ്. അയ്യപ്പന് നല്ല ശക്തമായിട്ടൊരു മീശ കാണാൻ പറ്റും. നമുക്ക് ഭാവി ഭഗവാന്റെ ഈ യോഗഭാവത്തിലേക്ക് കാണാൻ പറ്റില്ല, തിരുവാഭരണത്തിലുണ്ടാവും. അത്രയധികം ഈ വീരത കാണിച്ചിരുന്നു ഭഗവാൻ. മരതകത്തിന്റെ രണ്ട് വിഗ്രഹത്തിന്റെ രണ്ട് കണ്ണുകൾ മരതകക്കല്ലാണ്. പച്ച നിറത്തും കറുപ്പ് നിറവും കൂടെ മിസ്തിയായിട്ടുള്ള ഒരു കളർ അത്രയും. ഗൂഗിളിൽ കിട്ടും, ഞാനൊക്കെ വെറുതെ പറയുന്നതല്ല. അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ സ്ത്രീകൾക്ക് കൊടുക്കുന്ന റെസ്പെക്ട് എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആത്മീയമായിട്ട് ഒന്ന് മനസ്സിലാക്കിയേ തീരുള്ളൂ. എനിക്ക് നിങ്ങൾ ബാക്കി ശബരിമലയെ കുറിച്ച് എന്ത് വിശ്വസിക്കുന്നതിനും ഐ ഡോണ്ട് കെയർ, എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ അയ്യപ്പൻ പന്തള രാജകുമാരനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, വനവാസിയായിട്ടുള്ള ഒരു ആളുടെ മകനാണെന്ന് വിശ്വസിക്കാം, അയ്യപ്പൻ വിഷ്ണുവിന്റെയും ശിവന്റെയും കുട്ടിയാണെന്ന് വിശ്വസിക്കാം. ഇതൊക്കെ നല്ല വിശ്വാസങ്ങളാണ്, ഒരു കുഴപ്പമില്ല. ശാസ്ത്രീയമായിട്ട് ഈ ചോദ്യത്തിന് ഉത്തരം അയ്യപ്പന്റെ ആരാ മാളികപ്പുറത്തമ്മ? ചേച്ചി ജനിക്കണോ? പറയൂ, ആരാണ് മാളികപ്പുറത്തമ്മ? നിങ്ങൾ എല്ലാവരും കേട്ട് പരിചയിച്ചിട്ടുള്ള കഥ പറഞ്ഞാൽ മതി, എനിക്കൊരു കുഴപ്പമില്ല. എന്തെങ്കിലും ഒരിക്കൽ ഒരു കന്നിസ്വാമി പോലും എന്നെ കാണാൻ വരാത്ത കാലത്ത് ഞാൻ നിന്നെ പറട്ടെ വിവാഹം കഴിച്ചോളാം അല്ലെ? ഈ ഒരു ഭാഗം നമ്മൾ ഒരു കാര്യം വിശ്വസിക്കുന്നതിന് മുമ്പ് അതിന് പ്രമാണം നോക്കേണ്ടതായിട്ടുണ്ട് അല്ലെ? ഈ ഒരു ഭാഗം മഹിഷി എന്ന് പറയുന്ന രാക്ഷസ സ്ത്രീയെ ഭഗവാൻ നിഗ്രഹിച്ചപ്പോ അവർ സുന്ദരിയായിട്ടുള്ള ഒരു താപസ ഒരു യുവതിയായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാനോട് അഭ്യർത്ഥിച്ചു, ഭഗവാനെ അങ്ങ് ഇനിയുള്ള ഈ ജന്മത്തിൽ എനിക്ക് ആരുമില്ല, അങ്ങ് എന്നെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ഞാൻ ഈ അവതാരത്തിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, ഞാൻ ആരെയും വിവാഹം കഴിക്കില്ല, തൽക്കാലത്തേക്ക് നിർത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഈ പെൺകുട്ടി വിട്ടില്ല, എനിക്കിനി ആരുമില്ല, അങ്ങാണ് എന്നെ ഈ അവസ്ഥയിലാക്കിയത്, അങ്ങനെ എന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. അപ്പൊ ഭഗവാൻ ആ പെൺകുട്ടിക്ക് ഒരു വാക്ക് കൊടുത്തു, ഞാൻ ശബരിമലയിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്കും അവിടെ വന്നിരിക്കാനുള്ള ഒരു സ്ഥലം ഞാൻ തരാം. അതുപോലെ തന്നെ അങ്ങയുടെ രണ്ടാമത്തെ ആവശ്യം വിവാഹം കഴിക്കണം എന്നുള്ളത്, ഏതെങ്കിലും ഒരു കാലത്ത് എന്നെ കാണാൻ ഒരു കന്യകയപ്പനും വരാത്ത കാലത്ത് ആ കാലത്ത് നമുക്ക് വിവാഹം കഴിക്കാം എന്ന് ഭഗവാൻ വാക്ക് കൊടുത്തു. നല്ല കഥ. ഇത് നിങ്ങൾക്ക് എവിടെ കാണാൻ സാധിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ സ്ഥലത്ത് കാണാൻ പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ഈ കഥ ഭൂതനാഥ സമൂഹത്തിൽ കാണാൻ സാധിക്കില്ല, ഭൂതനാഥ ഉപാഖ്യാനത്തിൽ കാണാൻ സാധിക്കില്ല, പന്തളം രാജകുടുംബമായിട്ട് സംസാരിച്ചാൽ കേൾക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഇനി ഭഗവാന്റെ മറ്റ് ചിരത്തിഞ്ചര കളരിയിലോ അല്ലെങ്കിൽ പുത്തൻകോടൊക്കെ പോയി അന്വേഷിച്ച് അവിടെയുള്ള ചെമ്പോലകളൊന്നും കാണാൻ സാധിക്കില്ല. ഒറ്റ ഡോക്യുമെന്റിൽ ഈ കഥയുള്ളൂ. അത് 1972 പുറത്തിറങ്ങിയ സ്വാമി അയ്യപ്പൻ എന്ന സിനിമയുടെ തിരക്കഥയിലാണ്. ആ ഒറ്റ സിനിമ വരുത്തി വെച്ച ഗതികേടാണ് ഇന്നും നമ്മൾ അനുഭവിക്കുന്നത്. ഏതോ കാലത്ത് കല്യാണം കഴിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു കന്യസ്വാമി ഈ മാളികപ്പുറത്ത് അമ്മയുടെ അടുത്ത് പോയിട്ട് അമ്മ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ദേവിയുടെ ഉള്ളിലെ മെന്റാലിറ്റി എന്തായിരുന്നു? ദുഷ്ടാഭംഗി വന്നില്ലായിരുന്നെങ്കിൽ എന്റെ കല്യാണം നടക്കില്ലായിരുന്നു. അങ്ങനെ ഒരു കുട്ടിപോയി പ്രാർത്ഥിച്ച ഭഗവതി ഈ നിങ്ങൾ കരുതുന്ന പോലെ ദേവതമാർക്ക് വികാരങ്ങളില്ലാതാണ് വിചാരിച്ചേക്കണേ. അല്ല, തന്ത്രം പഠിച്ച ആൾക്കാരോട് ചോദിക്കുക, കലശാഭിഷേക സമയത്ത് മനസ്സിനുള്ള കലശാഭിഷേകം ചെയ്യും. ഈശ്വരന് ബ്രഹ്മത്തിന് വികാരവും വിചാരം ഒന്നുമില്ല, അതിനൊറ്റ വസ്തു, അത് സത്യവസ്തു. പക്ഷെ ആ ബ്രഹ്മത്തിന് ഒരു വിഗ്രഹ രൂപത്തിൽ ശരീരം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിന് ദേഷ്യമുണ്ട്, അതിന് സങ്കടമുണ്ട്, അതിന് വിശപ്പുണ്ട്, അതിന് ഉറക്കുണ്ട്, എല്ലാം ഉണ്ട്. പൂജാരൻ ആൾക്കാരോട് ചോദിച്ചാൽ പറഞ്ഞു അസൂയുണ്ട്, ഒക്കെ ഉണ്ട്.
അത് ആ വിഗ്രഹ രൂപത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് അനുഭവിക്കുക എന്നുള്ളത് നിർത്തിയുള്ളൂ. ഇപ്പൊ ഈ ദേവി ഈ മാളികപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് ആൺകുട്ടി വന്നിട്ട് മാളികപ്പുറം കന്യാസ്വാമി വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, അമ്മേ ഞാൻ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ചിരിച്ചോണ്ട് സ്വീകരിക്കോ? നീ ഒന്നും വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളിപ്പോ ഹാപ്പി ആയിട്ട് കഴിയുമായിരുന്നു വിചാരിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും കാലിന്റെ അടിയിൽ നമസ്കരിച്ച് കിടന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, ഇനിയെങ്കിലും ഒരു കുട്ടിയോട് നിങ്ങൾ പറയാതിരിക്കൂ അയ്യപ്പന്റെ കാമുകയാണ്, അയ്യപ്പൻ കല്യാണം കഴിക്കാൻ പോണ ആളാണ് മാളികപ്പുറത്തമ്മ. പ്ലീസ്. നോക്കൂ, നമ്മൾ സ്വാമിയല്ലേ അപമാനിക്കണം അങ്ങനെ പറയുമ്പോ? ഒരിക്കലും നടക്കാത്തൊരു വാക്ക് കൊടുക്കാൻ മാത്രം മണ്ടനാണ് ഭഗവാൻ. ഓർത്തു നോക്കൂ നിങ്ങൾ, ഭഗവാൻ ത്രികാലജ്ഞാനിയാണ്. ഭഗവാൻ അറിയില്ലേ താൻ ഈ അവതാരത്തിൽ എല്ലാ കാലത്തും ഐശ്വര്യ ബ്രഹ്മചാരി ആയിരിക്കുന്നത്? അപ്പൊ ഭഗവാൻ പറയാണോ ഏതെങ്കിലും കാലത്ത് വരാതിരിക്കട്ടെ? ഭഗവാൻ അറിയാത്തായിട്ട് എന്താ ഉള്ളത്? അപ്പൊ ഒരു തെറ്റായിട്ടുള്ള വാക്ക് കൊടുക്കുന്ന ആളായിട്ടാണ് നമ്മൾ സ്വാമിയെ കാണുന്നത്. ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ്, മറ്റൊരു ധർമ്മത്തെ ഒരു കുട്ടി ഈ കഥ കേട്ടിട്ട് ചോദിക്കുകയാണ്, അപ്പൊ നിന്റെ അയ്യപ്പൻ കൊള്ളാലോ, ഒരിക്കലും നടക്കാത്ത വാക്ക് കൊടുക്കാനൊക്കെ അയാൾക്ക് അറിയാലെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയും? ഒരു പെൺകുട്ടിയെ നിങ്ങൾ അയ്യപ്പൻ പറ്റിച്ചില്ലെന്ന് പറയുമ്പോൾ എന്ത് പറയും? ഈ ചോദ്യങ്ങളുടെയൊക്കെ മുമ്പിൽ നമ്മൾ തല കാഴ്ത്തി ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥ നമുക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങൾ വിശ്വസിക്കുന്ന ഗതികേട് നമുക്ക് വന്നു. നമ്മളെ പഠിപ്പിച്ചു പല ആൾക്കാർ. അയ്യപ്പന്റെ കാമുകിയാണ് മാളികപ്പുറത്തമ്മ, കൃഷ്ണന്റെ കാമുകിമാരാണ് ഗോപികമാർ. ഇതൊക്കെ ആരാണെന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ആരാണ് അയ്യപ്പന്റെ മാളികപ്പുറത്തമ്മ? നത്തിങ് ബട്ട് അമ്മ. അമ്മയുടെ സ്ഥാനമാണ്, സ്വന്തം അമ്മയുടെ സ്ഥാനം. പന്തളം രാജകുടുംബം പറയുന്നത് മധുര മീനാക്ഷി, പാണ്ഡ്യവംശത്തിന്റെ പരദേവതയായിട്ടുള്ള മധുര മീനാക്ഷിയാണ് മാളികപ്പുറത്തമ്മ എന്ന് കൃത്യമായിട്ട് എഴുതിച്ചത്. ഇനി നിങ്ങൾക്ക് വിശ്വാസമാവില്ലെങ്കിൽ മകരവിളക്കിന് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. മകരവിളക്ക് മുതൽ 5 ദിവസം ശബരിമലയിൽ കളമെഴുത്ത് പാട്ടുണ്ട്. മണിമണ്ഡപത്തിൽ എന്താണെന്നൊക്കെ നമുക്ക് പറയാം. നമുക്ക് തിരുവാഭരണം എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ഈ തിരുവാഭരണ പെട്ടി എത്ര ഉണ്ട്? എത്ര പെട്ടിയുണ്ട്? 3 പെട്ടിയുണ്ട് അല്ലെ? ഒന്നാമത്തെ പെട്ടിയുടെ പേര് ആമാടപ്പെട്ടി എന്നാണ്, രണ്ടാമത്തെ പെട്ടിയുടെ പേര് വെള്ളിപ്പെട്ടി എന്നാണ്, മൂന്നാമത്തെ പെട്ടിയുടെ പേര് കൊടിപ്പെട്ടി എന്നാണ്. നമ്മൾ തിരുവാഭരണ ഘോഷയാത്ര കാണുന്നുണ്ട്, പേരിൽ മകരവിളക്ക് ലേവ് കാണുന്നുണ്ട്. ഈ സന്നിധാനത്തേക്ക് എത്തുന്ന മകരവിളക്കിന് ഭഗവാൻ അണിയിക്കേണ്ട തിരുവാഭരണ പെട്ടികളിൽ എത്ര പെട്ടിയാണ് ഈ പടി കടന്ന് മുകളിലേക്ക് പോകുന്നത്? 3 പോകുന്നുണ്ടോ? 1 2? അങ്ങനെ പോകുന്നുണ്ട്. യാത്ര അത് കണ്ടിട്ടുണ്ട് എന്നാണല്ലേ. എത്ര പെട്ടി പോകുന്നുണ്ട്? ഇത്തവണ നോക്കണേ. ഒന്ന് പറയാണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് 1 പോകുന്നത്, ഒരേ ഒരു പെട്ടി. ആമാടെ പെട്ടി മാത്രമാണ് 18-ാം പടി കയറി മുകളിലേക്ക് പോകുന്നത്. ബാക്കി 2 പെട്ടി അവിടെ പോയി. അത് സ്ഥലമില്ലാത്തത് അപ്പുറത്ത് വെച്ചാണെന്നോ? ബാക്കി 2 പെട്ടി പോകുന്നത് മാളികപ്പുറത്തേക്കാണ്. മാളികപ്പുറത്തിന് പുറകിലുള്ള മണിമണ്ഡപത്തിൽ സ്വീകരണം ഏറ്റുവാങ്ങി പന്തളം രാജപ്രതിനിധി വിശ്രമിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് ഇറക്കി വയ്ക്കുക. 2 പെട്ടി. ഒന്നാമത്തെ പെട്ടിയിലുള്ളത് ഭഗവാനുള്ള ആഭരണങ്ങളാണ്, രണ്ടാമത്തെ പെട്ടിയിലുള്ളത് കലശക്കുടങ്ങളാണ്, മൂന്നാമത്തെ പെട്ടിയിലുള്ളത് നെറ്റിപ്പട്ടം, കൊടി, ഭഗവാന്റെ കൊടിക്കൂറകൾ. ഇഞ്ചപ്പാറ മലയുടെയും വേറൊരു മലയുണ്ട്, അതിന് 2ന്റെയും കൊടിക്കൂറകളുണ്ട്. ഭഗവാൻ എഴുന്നള്ളുമ്പോൾ 2 ഭാഗത്തുനിന്ന് പിടിക്കും. ഇതൊക്കെയാണ് മൂന്നാമത്തെ പെട്ടിയിലുള്ളത്. ഈ 3 പെട്ടികളിലും ഭഗവാന്റെ തിരുവാഭരണം ഉണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. അതിൽ തിരുവാഭരണം ഉള്ളത് ഒന്നാമത്തെ പെട്ടിയിൽ മാത്രമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഈ മണിമണ്ഡപത്തിൽ ഭഗവാന്റെ കളമെഴുത്തും പാട്ട് നടക്കുന്ന സമയത്ത് ആ കളംപാട്ട് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ മീശയുള്ള പൂജം വെച്ചിട്ടുള്ള എഴുന്നള്ളിപ്പ് നടക്കും. മലയപ്പുറത്തിന്റെ സമീപത്ത് നിന്ന് നമുക്കത് കാണാൻ പറ്റും. ഇനി എപ്പോഴെങ്കിലും അതിന്റെ വീഡിയോ യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടില്ല, ചിലപ്പോൾ ആരൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവായിരിക്കാം. ഭഗവാന്റെ തിടമ്പ് മണിമണ്ഡപത്തിൽ നിന്ന് 18-ാം പടിയിലേക്ക് എഴുന്നള്ളിക്കുന്ന സമയത്ത്, അതിനത് പലയിടത്തും താങ്കളുടെ കേട്ടവർക്ക് ക്ഷമിക്കുക, തിടമ്പ് 18-ാം പടിയിലേക്ക് എഴുന്നള്ളിക്കുമ്പോൾ മാളികപ്പുറം വഴി അത് കടന്നു പോകും. ഈ വിഗ്രഹം മാളികപ്പുറം വഴി പാസിൽ പോകും. ഈ പാസിൽ പോകുന്ന സമയത്ത് അത് എടുത്തിട്ടുള്ള തിരുമേനി അത് ജീവതയാണ്, ഇങ്ങനെ ഏറ്റെടുക്കുക ചെയ്യാം. അദ്ദേഹം ഈ മാളികപ്പുറം എത്തുമ്പോൾ ഈ ഭഗവാന്റെ വിഗ്രഹം എടുത്തിട്ട് 3 തവണ ഇങ്ങനെ താഴേക്കും മുകളിലേക്കും പൊക്കിയും ഭാഗത്തും കളിക്കുന്നതാണ്. ഇങ്ങനെ മകൻ വേട്ടയ്ക്ക് പോകുന്നതിന് മുമ്പ് അമ്മയെ നമസ്കരിക്കുന്നു എന്നാണ് സങ്കല്പം.
മാളികപ്പുറത്തമ്മയായിട്ടുള്ള തന്റെ അമ്മയെ നമസ്കരിച്ചുകൊണ്ടാണ് ഭഗവാൻ 18ാം പടിയിലേക്ക് പോയി വേട്ടവിളി എന്നൊരു ചടങ്ങുണ്ട്. പിന്നെ അവിടെ കാമുകിയെ കാമുകൻ നമസ്കരിക്കണോ നമസ്കരിക്കണ്ടോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ ചോദ്യം. പക്ഷെ ഇവിടെ ഭഗവാൻ നമസ്കരിക്കുന്നത് അമ്മ എന്നുള്ള കൺസെപ്റ്റിൽ തന്നെയാണ്. അയ്യപ്പൻ പോലും ആരാധിച്ചിരുന്ന ഭഗവതിയാണ് മാളികപ്പുറത്തമ്മ. അയ്യപ്പൻ പോലും ആ ദേവി ഉപാസിച്ചിരുന്നു. അങ്ങനെയുള്ള ഭഗവതിയാണ് മാളികപ്പുറത്തമ്മ. ആ ഭഗവതിയുടെ മകന്റെ സ്ഥാനം അയ്യപ്പനുണ്ട്. അല്ലാതെ ഇതിനെ ഇനി പിന്നീട് വന്നിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ ആണ്. നിങ്ങൾ പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവുന്നത് ഈ മകരവിളക്കിന്റെ അവസാന ദിവസം മാളികപ്പുറത്തമ്മ ശരംകുത്തിയിലേക്ക് എഴുന്നള്ളുന്ന ഒരു കഥയുണ്ട്. അതായത് ഈ ശരംകുത്തിയിൽ കന്നിസ്വാമിമാര് വന്ന് തറച്ചു വെച്ചിട്ടുള്ള ശരങ്ങളൊക്കെ കാണാനായി ദേവി അങ്ങോട്ട് പോകുന്നു. പ്രതീക്ഷയാണ് പോകുമ്പോ ഇത്തവണ ആരും വന്നിട്ടുണ്ടാവില്ല എന്നുള്ളത്. അപ്പൊ പുട്ടും പാട്ടൊക്കെ ഇട്ട് ഗംഭീരമായിട്ടാണ് പോവുക. പോയി നോക്കുന്ന സമയത്ത് അവിടെ മുഴുവൻ ശരക്കോലുകളാൽ നിറഞ്ഞതായിട്ട് കാണുന്നു. ഇത്തവണയും എന്റെ കല്യാണം നടക്കില്ലല്ലോ എന്ന് വിഷമിച്ച് ഭഗവതി തിരിച്ച് കൊട്ടും പാട്ടൊന്നുമില്ലാതെ തന്തമൊക്കെ അണച്ച് വളരെ സൈലന്റ് ആയിട്ട് ഒരു ചെണ്ട മാത്രം കൊട്ടിയിട്ട് ഉണ്ടുണ്ടു എന്ന് പറഞ്ഞ അകത്തേക്ക് ഒരു പോകും. ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? കേട്ട ആൾക്കാർ എത്ര വരുമെന്ന് കൈവയ്ക്കുമോ? അത്ര നോൺസെൻസ് ആണ് ഈ കഥ. മാളികപ്പുറത്തമ്മ എന്ന് പറയുന്ന ഭഗവതി ആ ശ്രീകോവിലിന്റെ അകത്ത് എഴുന്നള്ളുന്നേയില്ല. ഇതെന്ത് റെക്കോർഡ് ചെയ്യണോ? ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് പറയാം. അയ്യപ്പനാണ് ശരംകുത്തിയിലേക്ക് പോകുന്നത്, മാളികപ്പുറത്തമ്മയല്ല. എല്ലാ ദിവസവും എഴുന്നള്ളത്തുണ്ട്. 5 ദിവസം 4 ദിവസം 18ാം പടിയിലേക്കും 5ാം ദിവസം ശരംകുത്തിയിലേക്കും. മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളത്ത് എന്ന് പറഞ്ഞ ഏർപ്പാട് ശബരിമലയിലില്ല. പോകുന്ന ആരാണ്? അയ്യപ്പനാണ്. അയ്യപ്പൻ ശരംകുത്തിയിലേക്ക് പോകുന്നത് എന്തിനാ? തന്റെ മകരവിളക്ക് ഉത്സവം കഴിഞ്ഞു. ഈ ഭക്തർ വരുന്ന സമയത്ത് ഭഗവാൻ ഒരു ടെൻഷൻ, തന്റെ ഭൂതഗണങ്ങളെ കണ്ട് ഈ ഭക്തർ ഭയക്കരുത് എന്ന് കരുതി ഭഗവാൻ അവരെ കാട്ടിലേക്ക് അയക്കട്ടെ തീർത്ഥാടനം തുടങ്ങുന്നതിന് മുമ്പ്. തീർത്ഥാടനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഗുരുതി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട്, നിങ്ങളെ ഞാനിത് ആനയിക്കാൻ ഞാൻ തന്നെ സ്വയം വന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ ശരംകുത്തിയിലെത്തി അവരെ വിളിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നതാണ്. ആ അയ്യപ്പന്റെ എഴുന്നള്ളത്താണ് എന്തായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്? മാളികപ്പുറത്തമ്മ ശരംകുത്തിയിലേക്ക് ശരക്കോല് കാണാൻ വരുന്നു എന്ന് പറഞ്ഞ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അത്ര നോൺസെൻസ് ആണ് ആ കഥയും. ഇത് ഞാൻ പറഞ്ഞല്ല, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പരിശോധിക്കാം. ഇവിടെ എല്ലായിടത്തും എന്റെ നമ്പർ ഉണ്ട്. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ആചരിക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ട് അനുസരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന് സമയം ഉണ്ടാവുള്ളൂ. ഞാൻ പറയുന്നത് പോലും നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. ഒക്കെ നിങ്ങൾ ബോധ്യപ്പെട്ടിട്ട് വിശ്വസിക്കണം. പക്ഷെ ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ അയ്യപ്പന്റെ കാമുകി മാളികപ്പുറത്തമ്മ, മാളികപ്പുറത്തമ്മ ലാസ്റ്റ് സംസാരത്തേക്ക് പോവും, അവിടെ നിന്നിട്ട് തിരിച്ചു വരും. ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് നേടുന്നത്? നാളെ നമ്മളൊക്കെ ഗുരുസ്വാമിമാരായിട്ട് മാറേണ്ടവരല്ലേ? ഒരു കുട്ടി നമ്മളോട് ചോദിക്കുമ്പോൾ ആ കുട്ടിക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണ്ടേ? ഓരോ സ്ത്രീകളും നോക്കൂ, അമ്മയെ നമസ്കരിക്കുന്ന, അമ്മയ്ക്ക് വേണ്ടി പുലിപ്പാലിന് പോകുന്ന ഭഗവാൻ. ഓരോ സ്ത്രീയിലും അമ്മയെ കാണുന്ന ഒരു ഭഗവാൻ ഉണ്ടെങ്കിൽ അയ്യപ്പ മാത്രമല്ല. അത് ചെറിയ കുട്ടിയായിക്കോട്ടെ വലിയ ആളായിക്കോട്ടെ. ഒരു ഋതുമതിയുടെ പ്രായം എന്ന് പറഞ്ഞാൽ എന്താ? അമ്മയുടെ സമയമാണ്. അമ്മ ആ മക്കളുടെ സമയം. അവരെ ബഹുമാനിക്കേണ്ട സൂചകമായിട്ട് ഭഗവാന് പോലും തന്റെ തപസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കേണ്ട ഒരു വ്യാഖ്യാനമുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രായത്തിലുള്ള ആൾക്കാരോട് വരാൻ പറ്റില്ല എന്ന് പറയുന്നത്. അത്രയധികം ബഹുമാനം സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു ഭഗവാൻ. സ്വന്തം അമ്മയായിട്ട് ദേവിയെ കണ്ടുകൊണ്ട് ആരാധിച്ചു നോക്കൂ. മാളികപ്പുറം എന്ന് പറയുന്നത് ശബരിമലയിലെ ഉപദേവതയല്ലേ? അങ്ങനെ പറയരുതേ. അയ്യപ്പന്റെ പ്രധാന പ്രതിഷ്ഠ ദേവി ഉപദേവത. അങ്ങനെയല്ല. അയ്യപ്പൻ എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യം മാളികപ്പുറത്തമ്മയ്ക്കുണ്ട്. അതുപോലെ പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടെ ശബരിമലയിൽ ഉണ്ട്. അത് ഇന്ന് പല സജ്ജനങ്ങളുടെയും ഇടപെടൽ കൊണ്ട് അതിന്റെ കീർത്തി ഒരുപാട് വരുന്നുണ്ട്. എനിക്ക് ഒരു സന്തോഷമുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് അവിടെ പോയി കുറച്ചു നേരം ഇരുന്നാലും നമുക്ക് കിട്ടുന്ന അനുഭൂതി. ഞാനൊക്കെ ശബരിമലയിൽ ഒരു തവണ ഇപ്പൊ കഴിഞ്ഞ തവണ 9 തവണ ദീപാവലിക്ക് പോയ സമയത്ത് അതുവരെ പോകുമ്പോൾ ഒന്നും അറിയില്ലായിരുന്നു. ആ തവണ പോയപ്പോ ഇത് ഇന്നതാണെന്ന് മനസ്സിലാക്കി അവിടെ പോയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇത്രയും നാൾ പോവാത്തപ്പോ കിട്ടുന്ന എന്തോ സാധനം. അങ്ങനത്തെ സ്ഥലമാണ് മണിമണ്ഡപം. മണിമണ്ഡപം എന്ന് പറയുന്നത് ഭസ്മം ഇടാനും ഭസ്മം പോയി തൊടാനും ഒരു സ്ഥലമായിട്ട് കാണുന്ന ഒരു വിഭാഗം തീർത്ഥാടകരുണ്ട്. ഇന്നും അതിന്റെ താഴെ ഭഗവാന്റെ ജീവസമാധി ഉണ്ട് കേട്ടോ. 16 വയസ്സുള്ള മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു കുട്ടി അവിടെ വന്നിരുന്ന് തന്റെ ഉള്ളിലുള്ള കുണ്ഡലിനി ശക്തിയെ സഹസ്രാരത്തിലേക്ക് ലയിപ്പിച്ച് ആ ശക്തിയാണ് ഈ ശാസ്താവിൽ ലയിപ്പിക്കുന്നത്. നിങ്ങൾ കരുതുന്നത് പോലെ
ചില ചിന്തകളൊക്കെ മാറണം. അയ്യപ്പന് മുമ്പും ശബരിമല ഉണ്ട്. അയ്യപ്പന് മുമ്പും ശബരിമല ഉണ്ട്. ഒരു വ്യാഖ്യാനം അനുസരിച്ച് ഈ ഉദയൻ എന്ന് പറയുന്ന കാട്ടുകൊള്ളക്കാരൻ അത് തകർക്കുന്നുണ്ട്. അതിനെ ഉദ്ധരിക്കാനാണ് ഭഗവാൻ അവതാരപ്പെടുന്ന ഒരു വ്യാഖ്യാനം. ശാസ്ത്രം അവിടെ പണ്ടുണ്ട്. നമ്മൾ പല കഥകളിലും കേട്ടിട്ടുള്ളത് ഭഗവാൻ പന്തളത്തുനിന്ന് ഒരു അസ്ത്രം അയച്ചു, അത് അവിടെ പോയി ചെന്നുകൊണ്ട് അവിടെ 12 രാജാവ് അമ്പലം ഉണ്ടാക്കി. ആ കഥ വിശ്വസിക്കുന്നതിൽ എനിക്ക് തെറ്റൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. മറ്റേ കഥ പോലെ അപകടം ഉണ്ടാക്കുന്ന കഥയൊന്നുമല്ല അത്, കുഴപ്പമൊന്നുമില്ല, അതാവാം. പക്ഷെ അയ്യപ്പന് മുമ്പും ശബരിമല ഉണ്ട് എന്നുള്ളതാണ് സത്യം. അവിടെ ശാസ്താവുണ്ട്. ആ ശാസ്താവിന്റെ അവതാരമായിട്ടുള്ള മണികണ്ഠൻ അവിടെ ചെന്നിരുന്ന് തന്റെ മൂലഭാവത്തിലേക്ക് ലയിച്ചു എന്നാണ്. അങ്ങനെ ഭഗവാൻ ചെന്നിരുന്ന് തന്റെ ശക്തിയെ സ്വാംശീകരിച്ച സ്ഥലമാണ് മണിമണ്ഡപം. അതിന്റെ അടിയിൽ അയ്യപ്പനുണ്ട്. അതിന്റെ അടിയല്ല, അതിന്റെ ഉള്ളിൽ അയ്യപ്പനുണ്ട്. അയ്യപ്പന്റെ ജീവസമാധിയുള്ള സ്ഥലം. നമുക്കത് ഈ പറഞ്ഞ പോലെ ഭസ്മം തൊടാനും ഭസ്മം എറിയാനുള്ള സ്ഥലമായിട്ട് മാത്രം മാറുന്ന സമയത്ത് ഏറ്റവും ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു അവർ ഇത്തവണ ശബരിമലയിൽ ദർശനം നടത്തിയ സമയത്ത് എന്റെ കൂടി ജ്യേഷ്ഠഭാവമായിട്ട് ഞാൻ കാണുന്ന മണിമണ്ഡപത്തിൽ കാർമ്മികത്വം വഹിക്കുന്ന റാന്നി കുന്നേക്കാട്ട് കുറുപ്പന്മാരുടെ കുടുംബത്തിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ഓഫീസിൽ നിന്ന് മണിമണ്ഡപത്തിന്റെ പ്രാധാന്യം എന്താണ്, ഞാൻ ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് പ്രസിഡന്റ് പറഞ്ഞു. അപ്പൊ ഈ മണിമണ്ഡപം എന്തോ സാധാരണ സ്ഥലമല്ല, ഞങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞു, ഞങ്ങൾ ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന്. എവിടെ ഡൽഹിയിലിരിക്കണം അവർക്കറിയാം. അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഫോട്ടോ കാണാൻ, ആ വീഡിയോ കണ്ടാൽ അറിയാം. അവിടെ ആ 2 സ്റ്റെപ്പ് കയറി നിന്ന് അതിന്റെ മുകളിൽ നിന്ന് ബസ് എടുത്ത് തോത് അകത്തേക്ക് വന്ന് പ്രാർത്ഥിക്കും മണിമണ്ഡപത്തിലേക്ക്. 3 സ്ഥാനങ്ങൾക്കാണ് ശബരിമല ഏറ്റവും കൂടുതൽ പ്രാധാന്യം പറയുക. 1 ഭഗവാൻ ശ്രീകോവില്, 2 മണിമണ്ഡപം, 3 18 പടി. ഇത് 3നും തുല്യ പ്രാധാന്യം. 1 ചെറുത് 1 വലുതെന്നല്ല. മണിമണ്ഡപത്തിന് ശ്രീകോവിലിന്റെ തുല്യ പ്രാധാന്യം. ശ്രീകോവിലിന്റെ മുമ്പിലാണ് അടിക്ക്, മണിമണ്ഡപത്തിന് മുമ്പിൽ ആരുമില്ല. ചില ആൾക്കാരൊക്കെ വ്യാഖ്യാനിക്കുന്നത് അയ്യപ്പൻ ആ വഴി പാസ് ചെയ്ത് പോയപ്പോ അവിടെ റെസ്റ്റ് എടുത്തു. അത്ര നോൺസെൻസ്. അത് ഏത് തന്ത്രി പറഞ്ഞാലും അയ്യപ്പന്റെ ജീവസമാധിയാണ്. ഭഗവാൻ ജീവസമാധിയായിട്ട് കുടികൊള്ളുന്ന സ്ഥലമാണ് മണിമണ്ഡപം. ഇപ്പോഴും ഭഗവാൻ ഉണ്ട് അതിന്റെ അടിയിൽ. ആ ഭഗവാൻ ശരീരം പോലും അവിടെ ഉണ്ടെന്ന് അറിയാം. 16 വയസ്സുള്ള യോഗിയായിട്ടുള്ള ഒരു കുട്ടി കർപ്പൂരവും പച്ചക്കർപ്പൂരവും ഉപ്പും കൂട്ടിയിട്ടൊക്കെ സമാധിക്കുന്നു ജയിച്ചു കഴിയുമ്പോൾ. അങ്ങനെ ഇരുന്ന ഭാവം. അതുകൊണ്ട് ആ സ്ഥലങ്ങളുടെ ഒക്കെ മഹിമ മനസ്സിലാക്കുക. ശബരിമല ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പോയി തൊഴുതു വരിക എന്നുള്ള ഏർപ്പാടല്ല, പഠിക്കുക എന്നുള്ളത്. ഓരോന്നും നമുക്ക് ഓരോ പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. യഥാർത്ഥത്തിൽ തത്വമസി എന്തെന്ന് പോലും കാണാൻ നിങ്ങൾക്ക് നോക്കൂ. ഈ 2 തിരുമുഖമുണ്ട് തിരുവാഭരണത്തിന്. ഒരു തിരുവാഭരണമാണ് ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ടുപോയത്, അത് ഭഗവാൻ ചാർത്തും മകരവിളക്ക് സമയത്ത്. മറ്റേ തിരുവാഭരണത്തിന് അതേ തിരുമുഖത്തിന്റെ അത്ര വലിപ്പം ഇല്ലാത്തൊരു തിരുമുഖമാണ് മണിമണ്ഡപത്തിലേക്ക് കൊണ്ടുപോകാൻ. ഈ തിരുമുഖമാണ് 18ാം പടിയിലേക്ക് എഴുന്നള്ളിക്കുക കളമ്പാട്ട് സമയത്ത്. അപ്പൊ ഭഗവാൻ 18ാം പടിയിലേക്ക് വന്ന് താഴേക്ക് നിൽക്കുന്ന സമയത്ത് അവിടെ ഉള്ളത് അയ്യപ്പനാണ്. മണിമണ്ഡപത്തിന്റെ സാന്നിധ്യം അയ്യപ്പന്റെ സാന്നിധ്യം. മുകളിലിരിക്കുന്നത് ശാസ്താവിന്റെ സാന്നിധ്യമാണ് കൂടുതൽ. അയ്യപ്പൻ ശാസ്താവിൽ ലയിച്ചു എന്ന് നമ്മൾ പറയും. താഴെ നിൽക്കുന്ന അയ്യപ്പൻ, മുകളിൽ നിൽക്കുന്നത് ശാസ്താവ്. രണ്ടുപേരും നോക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും മുഖം ഒരേപോലെ ഇരിക്കുക. ഈ തിരുവാഭരണത്തിൽ കൊണ്ടുപോകുന്ന മുഖവും ആ തിരുവാഭരണം ചാർജ് നിൽക്കുന്ന മുഖവും ഒന്നാണ്. ഈ ഭഗവാൻ അങ്ങോട്ട് നോക്കുമ്പോൾ ആരെ അവിടെ കാണുന്നത്? അവനവനെ തന്നെ കാണുന്നത്. അതാണ് തത്വമസി. ഇത് അവിടെ ആൾക്കാർക്ക് അറിയാൻ ഇതൊക്കെ വെറുതെ ഉണ്ടാക്കുന്നതാണ്. തത്വമസി എന്നുള്ള ബോർഡ് വന്നിട്ട് അധികം കാണാനില്ല. പക്ഷെ ആ സിദ്ധാന്തം ഭഗവാന്റെ തിരുവാഭരണത്തിൽ പോലും തത്വമസി എന്ന് പറയുമ്പോൾ ഭഗവാന്റെ മഹത്വം, ഭഗവാന്റെ ഗ്ലോറി നിങ്ങൾ ആലോചിച്ചു. അങ്ങനെയുള്ളൊരു ഗ്ലോറിക്ക് കുറവ് വരുത്തുന്ന ഏർപ്പാടാണ് നമ്മൾ ചെയ്യുന്നത്. ശബരിമലയിലെ ഏറ്റവും വലിയ പ്രസാദം ഏതാ? അരവണ. ഏറ്റവും വലിയ പ്രസാദം ഏതാ? അഭിഷേകം ചെയ്യാൻ നെയ്യ്. അതിന്റെ മുകളിൽ ഒരു അഭിഷേകമില്ല അവിടെ. അപ്പൊ അരവണയൊക്കെ പിന്നീടുണ്ടായത്. ഇന്ന് നമ്മൾ അരവണയോടുള്ള ഇമോഷൻ എനിക്കിഷ്ടമാണ്, താല്പര്യക്കുറവൊന്നുമില്ല. പക്ഷെ ആത്യന്തികമായിട്ട് ശബരിമലയിൽ ഒരു പ്രസാദം ഉണ്ട്. എന്താ? 2 പ്രസാദം പണ്ടത്തെ ഉത്സവങ്ങൾ പറയാം. ഒന്ന്, ഈ നട തുറന്ന് കിട്ടുമ്പോ ഈ അഭിഷേകം ചെയ്യുന്ന ഭസ്മം. ഭഗവാൻ അഭിഷേകം ചെയ്യും. ഓരോ നട അടയ്ക്കുന്ന സമയത്തും ഭഗവാൻ ഭസ്മം കൊണ്ട് മൂടിയിട്ടാണ് നട അടയ്ക്കുക. തപസ്സിന് പോകുന്നു എന്നുള്ളത്. ആ അഭിഷേകം ചെയ്ത ഭസ്മവും നെയ്യഭിഷേകവും, ഇത് രണ്ടുമാണ് പരമ്പരാഗതമായിട്ട് ശബരിമലയിലുള്ള 2 വഴിപാട്. ഇന്നിപ്പോ എല്ലാം ഉണ്ട്, അഷ്ടാഭിഷേകമൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നീട് വന്നു. അഭിഷേകം ചെയ്ത് നെയ്യിന് മുകളിലായിട്ട് ഒരു ഒന്നുമില്ല. അതിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവിടെയൊക്കെയുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള അപ്രോച്ച് നമ്മുടെ പൂർവികർ ചെയ്തിട്ടുള്ളത്.
ഇന്ന് കാണുന്ന നമ്മൾ ശബരിമലയിൽ കാണുന്ന ഭഗവാന്റെ യോഗപട്ടം ധരിച്ച് ചിന്മുദ്ര ധരിച്ചിരിക്കുന്ന ആ ഒരു ഭഗവാന്റെ ഈ രൂപം, ഈ വിഗ്രഹത്തിന്റെ രൂപമായിരുന്നില്ലല്ലോ ആദ്യകാലത്തെ ശബരിമല വിഗ്രഹത്തിന്. ശബരിമല എത്ര തവണ ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഭഗവാന്റെ വിഗ്രഹം ഇങ്ങനെ കഷ്ണം കഷ്ണാക്കിയിട്ടുണ്ട്. ഇപ്പോഴും കാണുന്നെങ്കിൽ ഇന്റർനെറ്റിൽ അതിന്റെ ഫോട്ടോ അതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യകാലത്ത് ശബരിമലയിൽ ഉണ്ടായിരുന്ന വിഗ്രഹം നവപാഷാണം കൊണ്ട് ഉണ്ടാക്കിയ വിഗ്രഹമാണെന്ന് പറയപ്പെടുന്നത്. എന്താ നവപാഷാണം കേട്ടില്ല എവിടെയെങ്കിലും? മുരുകന്റെ വിഗ്രഹം പഴനിയിൽ നവപാഷാണം കൊണ്ട് ഉണ്ടാക്കിയതാണ്, ഔഷധക്കൂട്ടാണ്. അപ്പൊ അത് ഉണ്ടാക്കിയ സമയത്ത് ഭോഗർ അദ്ദേഹത്തിന് തോന്നിയിട്ട് ഈ ഔഷധത്തിന്റെ ഗുണം ആൾക്കാർക്ക് എത്തണം, അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് പഞ്ചാമൃതം. പഞ്ചാമൃതം അഭിഷേകാക്കി ആ വിഗ്രഹത്തിലൂടെ ഊർന്നിറങ്ങുമ്പോൾ ആ നവപാഷാണത്തിന്റെ ഔഷധമൂല്യം ആ പഞ്ചാമൃതത്തിലേക്ക് ചേരുകയും അത് കഴിക്കുമ്പോൾ ഔഷധം സേവിച്ച് ഗുണം കിട്ടുകയും ചെയ്യുന്നതാണ്. നമ്മുടെ പൂർവികർ എന്ത് ചെയ്തു? പഞ്ചാമൃതം മാറ്റിയിട്ട് അവിടെ നെയ്യ് റീപ്ലേസ് ചെയ്തു. കാരണം നെയ്യ് കുറെ കാലം കേടുകൂടാതിരിക്കും. കൊണ്ടുപോകുമ്പോഴും ബുദ്ധിമുട്ടില്ല, കൊണ്ടുവരുമ്പോഴും ബുദ്ധിമുട്ടില്ല, കേടുണ്ടാവില്ല. ശുദ്ധമായിട്ടുള്ള നെയ്യ് ഏത് രോഗിക്കും കഴിക്കാന്നാണ് ആയുർവേദം പറയുന്നത്. ശുദ്ധമായിട്ടുള്ള നെയ്യ് മിൽമെന്നല്ല, നാടൻ നെയ്യ് ശുദ്ധൌഷധമാണ്. അപ്പൊ പണ്ടുണ്ടായിരുന്ന വിഗ്രഹം ഇതേപോലെ ഭഗവാന്റെ നവപാഷാണം. അപ്പൊ അതിന്റെ മുകളിൽ നെയ്യഭിഷേകം നടക്കുമ്പോൾ ഒന്ന് ഞാനും ഭഗവാൻ ഒന്നായി തീർന്നു എന്നുള്ള തത്വം മനസ്സിലാവും, അതിലൂടെ ഊർന്നു വരുന്നത് ഔഷധമായിട്ട് മാറുകയും ചെയ്യും. ഇന്നുള്ളത് പഞ്ചലോഹ വിഗ്രഹമാണ്, നിങ്ങൾക്കറിയാം. അവസാനത്തെ തീപിടുത്തത്തിലും ആക്രമണത്തിലും നശിച്ചുപോയ സമയത്ത് പുതിയ വിഗ്രഹം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായ സമയത്ത് തിരുവിതാംകൂർ രാജകൊട്ടാരത്തിന്റെ ആ തേവാരപ്പുഴയിൽ ഉണ്ടായിരുന്ന വിഗ്രഹത്തിന്റെ മാതൃകയിലുള്ള ശബരിമലയിലെ വിഗ്രഹമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഈ വിഗ്രഹം ഇപ്പൊ ലോകം മുഴുവൻ പ്രശസ്തമായി. പണ്ട് ഭഗവാന്റെ ഇരിപ്പ് പോലും ഇങ്ങനെ ആയിരുന്നില്ല എന്നാ പറയണം. ഈ യോഗപട്ടം ഒരു കാലിൽ ഉണ്ടായിരുന്നുള്ള വ്യാഖ്യാനമുണ്ട്. ഒരു കാല് തൂക്കിയിട്ട് ഒരു കാല് മുകളിൽ കയറ്റി വെച്ചിരിക്കുന്ന ഒരു ഭാവമായിരുന്നു പണ്ട്. ഇന്നിപ്പോ എങ്ങനെയാണ്? അതുകൊണ്ട് മുമ്പുള്ളാരും ശരി ഇത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. എല്ലാം ഭഗവാന്റെ ഇഷ്ടം കൊണ്ടാണ് ഒക്കെ നടക്കുന്നത്. പക്ഷെ നമ്മളൊരു ആരാധനാലയത്തെ കുറിച്ച് നമ്മളിപ്പോ എല്ലാ ഹൈന്ദവരും വലിയ കാര്യമായിട്ട് ഇങ്ങനെ പറയുന്ന കാര്യമാണ് നമ്മുടെ അഭിമാനമാണ് ശബരിമല, ലോകത്തിന്റെ മുമ്പിൽ നമ്മുടെ തിലകക്കുറിയാണ് ശബരിമല. പക്ഷെ അതിനെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് എവിടെയാണ് സമയം? അവിടുത്തെ ഒരു കാര്യത്തെ കുറിച്ച് ഒരു സാധാരണപ്പെട്ട ഒരാൾ നമ്മളോട് ചോദിക്കുമ്പോൾ അത് നിങ്ങൾ ഗുരുസ്വാമിയോട് ചോദിക്കുമെന്ന് പറയുന്നതല്ലല്ലോ അത് ശരി. നമ്മളെ കൊണ്ടാവുന്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുത്ത് ഇനി ഗുരുസ്വാമിയോട് ചോദിക്കുമെന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അതിനെന്ത് ചെയ്യണം? ശബരിമലയെ കുറിച്ച് പഠിക്കണം, സ്വാമിയെ കുറിച്ച് പഠിക്കണം, സ്വാമി ആരായിരുന്നു മനസ്സിലാക്കണം. അയ്യപ്പൻ ചരിത്ര പുരുഷനാണ്, ഒരു അവതാരം മാത്രമല്ല. നമ്മുടെ ഇടയിൽ നമുക്കിങ്ങനെ പിച്ചാനും മാന്താനും നമസ്കരിക്കാനും തൊടാനും ഉമ്മ കൊടുക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ഇത് കൂടെ ജീവിച്ച് നടന്നു പോയ ആളാണ് നമ്മുടെ നാട്ടിൽ. നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും അവിടെ അയ്യപ്പന്റെ അമ്പലം ഉണ്ടാവും, അവിടെ ഗുരുവായൂരിന്റെ അമ്പലം ഉണ്ടാവും. ഇവർ രണ്ടുപേരും ഏത് മലയാളിയും എവിടെ കൊണ്ടായാലും ഉണ്ടാവും. അത്രയധികം കണക്ക് നോക്കുക. പാണ്ഡ്യേശ വംശതിലകം കേരളേ കേളി വിഗ്രഹം എന്നാണ്. തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും മകനായിട്ടാണ് കണക്കാക്കുക. മലേഷ്യയിൽ ഞാൻ പോയ സമയത്ത് അവിടെ ഉള്ളത് മൊത്തം തമിഴന്മാരാണ്. അവര് 60 ദിവസം എടുത്ത് അവര് ഭഗവാനെ വന്ന് കാണുന്നതുകൊണ്ട് അവർ വേണ്ടി ഞങ്ങളുടെ കുട്ടിയാണ്. പാണ്ഡ്യ രാജാവിന്റെ മകനാണ്. നമ്മളെന്താ പറയാ? പന്തളത്ത് രാജാവിന്റെ മകനാണ് നമ്മുടെ കുട്ടിയാണ്. ഇവർക്കൊക്കെ ഉടമസ്ഥാവകാശമുള്ള ഒരാളാണ് ഭഗവാൻ. അവർക്ക് വരുന്ന അവസ്ഥ ആവശ്യം നിങ്ങൾ അവര് മലേഷ്യയിൽ നിന്ന് ചെന്നൈയിലേക്ക് വന്ന്, ചെന്നൈയിൽ നിന്ന് മധുര വന്ന്, മധുരയിൽ നിന്ന് ഭഗവാനെ 12 ദിവസം ട്രിപ്പാണ് മലേഷ്യയിൽ നിന്ന് ശബരിമലയിൽ നിന്ന് വന്നു പോവാ. എല്ലാ വർഷം വരും. എല്ലാ വർഷം ഇതേപോലെ 60 ദിവസം കൊടുത്തിട്ടാണ് വരിക ചെയ്യുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോയപ്പോ മറ്റൊരു ധർമ്മം നോക്കൂ, മുസ്ലിം കമ്മ്യൂണിറ്റി വളരെയധികം കൂടുതലുള്ള സ്ഥലമാണ് മലേഷ്യ. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയ ഒരു ഹോട്ടലിൽ ഞങ്ങൾക്ക് അവർ സാധാരണ പ്ലേറ്റിൽ ഫുഡ് തന്നു. ഞങ്ങളുടെ കൂടെ ഒരു സ്വാമി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇവിടുത്തെ പോലെ ഇലയെ കൊടുക്കുന്ന പരിപാടി ഉണ്ട്. അതിന്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പർ വിരിച്ച് അവിടെ അതിലാണ് കൊണ്ട് കൊടുത്തത്. ബഹുമാനം. അത് ആർക്ക് കൊടുക്കുന്ന ബഹുമാനം? അയാൾക്കല്ല, ആ ഭഗവാൻ കൊടുക്കുന്ന ബഹുമാനം. ഇത് ഭഗവാനുള്ളതാണ് എന്നുള്ള സങ്കല്പമാണ്. ഈ മാല ഇട്ട ആൾക്ക് കിട്ടുന്ന ബഹുമാനം, റെസ്പെക്ട്, അത് ഭഗവാനുള്ളതാണ് ആത്യന്തികമായിട്ട്. കാരണം എന്താ? ഭക്തൻ തന്നെയാണ് ഭഗവാൻ എന്നുള്ള ആ തത്വം മനസ്സിലാക്കാൻ അയാൾക്ക് സാധിക്കുന്നു. ആ വരുന്ന ആള് വെറും പണ്ടത്തെ രാമൻകുട്ടിയോ കുമാരേട്ടനൊന്നും അല്ല, സ്വാമിയാണെന്ന് പറയുക അല്ലെ. കാരണം അത്രയധികം ഭഗവാനം കൊടുക്കുന്നു. കാരണം എന്താ? ഭഗവാനാണ് വരണമെന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഭഗവാനെ ആരാധിക്കാനുള്ള അവസരങ്ങൾ കർപ്പൂരാഴിയായിട്ടോ അയ്യപ്പൻ വിളക്കായിട്ടോ ഇനി അയ്യപ്പന്റെ ഏതെങ്കിലും ഗ്രന്ഥപാരായണമായിട്ടോ എങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും അതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിലും വെറുതെ ഇരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മന്ത്രം, അതിന്റെ മുകളിൽ ഒരു മന്ത്രവും ഇല്ല, സ്വാമിയെ ശരണമയ്യപ്പ, അത് ജപിച്ചുകൊണ്ടേയിരിക്കുക. അത് ജപിക്കുന്നതിൽ ആർക്കാണ് പ്രശ്നം?
ചില ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, വ്യാസം ഇങ്ങനെ അശുദ്ധിയുള്ള സമയത്ത് ഇത് ജപിക്കാൻ പാടുണ്ടോ? അശുദ്ധി നിങ്ങൾ തന്നെ നിങ്ങൾ അതിനെ കുറിച്ച് പറയുമ്പോഴോ? പിന്നെ നമ്മളൊക്കെ അത് അശുദ്ധിയില്ലാന്ന് എത്ര പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഹരിനാമ കീർത്തനത്തിൽ എഴുത്തച്ഛൻ പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്താ അത്? പൊതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും അഗ്നി അജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനം അതൊരു നാളും ആർക്കും അത് വരുതാത്തതല്ല ഹരിനാരായണായതാണ്. നാമം ജപിക്കാൻ ഒരു തടസ്സമില്ല ആർക്കും. നിങ്ങളെ ഈ ധർമ്മത്തിൽ നിന്ന് അകറ്റുന്ന ആൾക്കാരോട് പോയി പുറംതിരിഞ്ഞിരിക്കുക, അവരോട് പോയി പണിതൊക്കെ പറയുക. നമുക്ക് നമ്മുടെ അയ്യപ്പന്, നമ്മുടെ ഗുരുവായൂരപ്പനൊക്കെ നമ്മുടെ സ്വത്തുക്കളാണ്. അവര് നിങ്ങളോട് കോപിക്കും, അവര് നിങ്ങളെ ദേഷ്യപ്പെടുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ആൾക്കാരോട് പറയാ എന്റെ ഭഗവാൻ എന്നെ അറിയാം എന്ന് വെച്ചിട്ട് എന്ത് ലൈസൻസ് എടുക്കുന്നല്ല ഞാൻ പറയുന്നത്. നാമം ചൊല്ലാം. എനിക്ക് വളരെ വിഷമമുണ്ടായ ഒരു കാര്യം പറയട്ടെ അതിനോട്. കർക്കിടക മാസത്തില് ഒരു പ്രഭാഷണത്തിൽ പോയപ്പോ അവിടെ ചേച്ചി എന്നെ കണ്ട് ആൾക്കാർ സംസാരിക്കാൻ അതുകൊണ്ടെങ്കിൽ ആ ചേച്ചി വന്നോടനെ കെട്ടിപ്പിടിച്ച് ഗംഭീര കരച്ചിലാണ്. ആ ചേച്ചിയുടെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, നല്ലൊരു മിടുക്കൻ മകൻ. ഈ മോനെ കണ്ട കുറച്ചൊക്കെ എളുപ്പമുണ്ടാവും. ആ ചേച്ചി എന്നോട് പറഞ്ഞത്, വ്യാസൻ ഇത് എന്റെ മോനാണ്, നേരം ഞാൻ പറയുന്നത് കോഴിക്കോടാണ്. ആ ചേച്ചി എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ മോന് പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ രാമായണം ക്വിസ് ഉണ്ടായിരുന്നു അത്ര കർക്കിടക മാസത്തിൽ. അപ്പൊ ഇവരെന്ത് ചെയ്തു, വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നപ്പോ ഒരു 4 മണിയായി, ചായയൊക്കെ കുടിച്ചു, പുറത്തു പോയി കളിക്കാൻ പോയി. കളിച്ചു കഴിഞ്ഞ് വന്നപ്പോ ഒരു 5:30 മേല് കഴുകി എല്ലാ പരിപാടിയും കഴിഞ്ഞു, ഹോംവർക്ക് ഒക്കെ ചെയ്ത് 6:30 അപ്പൊ രാമായണം ക്വിസ് പിറ്റേ ദിവസം ഉണ്ടല്ലോ എന്ന് കരുതി വീട്ടിൽ രാമായണം പുസ്തകം ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് കുട്ടി വായിക്കാൻ തുടങ്ങി. അത്ര ഇവനിങ്ങനെ പേജ് മറയ്ക്കുന്നതും ഈ കഴുത്തിന്റെ ഈ പുറകില് ഈ ഒരു ഭാഗത്തേക്ക് അത്ര അടി വന്നു. ഒറ്റ അടി, അടിയുടെ ശബ്ദം അകത്തേക്ക് അമ്മ കേട്ടു. അമ്മ കരഞ്ഞോണ്ട് പറയാട്ടോ, ഞാൻ ഇങ്ങനെ തമാശ പറഞ്ഞല്ല. അടിക്കുന്ന ശബ്ദം കേട്ട് അത്ര ഓടി വന്നത്. ഭർത്താവിന്റെ അമ്മ കുട്ടി അടിച്ചു. എന്തിനെന്നറിയുന്നത്? എന്തിനടിച്ചേ? വൈകുന്നേരം രാമായണം വായിച്ചത്, സൂര്യാസ്തമയത്തിന് ശേഷം രാമായണം പുസ്തകം എടുത്തു എന്ന് പറഞ്ഞിട്ട് ജന്മത്തിൽ ആ കുട്ടി തുറക്കുന്നത്. എന്നിട്ട് ആ സ്ത്രീ ആ കുട്ടിയോട് പറയാത്രേ, നീ ഹനുമാൻ സ്വാമിയുടെ സന്ധ്യാവന്തനം മുടക്കിയില്ല ദുഷ്ടാണ്. രാമായണം ആരുടെ പേര് പറഞ്ഞാണ് നിങ്ങൾ താഴെ വെപ്പിച്ചത്? ഹനുമാന്റെ പേര് പറഞ്ഞിട്ടേ. ഹനുമാന്റെ പേര് പറഞ്ഞിട്ട് രാമനാമം ചൊല്ലുന്ന കുട്ടിയുടെ കയ്യിൽ നിന്ന് പുസ്തകം തല്ലി താഴെ വെച്ച ആ ചേച്ചിയൊക്കെ എന്തിനാണ് ഈ ധർമ്മത്തിലൊന്ന് ജനിക്കുന്നത്? ആ കുട്ടി നാളെ അവരാണ് ചോദിക്കുക നിങ്ങളുടെ രാമൻ ആരാണ്. അങ്ങനത്തെ കുട്ടികളെ ഉണ്ടാക്കുന്ന ഏർപ്പാടാണ്. നിങ്ങളുടെ രാമൻ അതല്ലേ, നിങ്ങളുടെ രാമൻ സീതയെ ഉപേക്ഷിച്ച ആളല്ലേ, നിങ്ങളുടെ കൃഷ്ണൻ കർണനെ അമ്പ് ചെയ്ത് കൊല്ലാൻ പറഞ്ഞ ആളല്ലേ. ഇങ്ങനെയുള്ള കുട്ടികളെ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് അയ്യപ്പൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഭഗവാന് വേണ്ട ആരും അങ്ങനെ പറഞ്ഞു, ഭഗവാന് വേണ്ടി അധ്വാനിക്കുന്ന ഭഗവാന്റെ പടയാളികളെ വേണ്ടത്. ഇരുമേനി എന്താ ഭഗവാന്റെ മിലിറ്ററി ക്യാമ്പ, ഭഗവാൻ സൈന്യത്തെ നിർത്തിയ സ്ഥലം. പടനീക്കുണ്ട് ഭഗവാന്റെ ഇരുമേനിന്ന് മുകളിലേക്കുള്ളത്. വായിക്കണം. ഇപ്പം ആരാരും മനസ്സിലാവും. പിന്നെ നമുക്ക് ഈ പന്തളത്തെ ഉണ്ണിയല്ലേ എന്നൊക്കെ പറയാൻ കുറച്ചൊക്കെ ഒന്ന് ഭയം ഉണ്ടാവും. അയ്യപ്പൻ ആരാണെന്ന് മനസ്സിലായി കഴിഞ്ഞു. കാരണം അക്കാലത്ത് നിലനിന്നിരുന്ന എല്ലാ തരത്തിലുള്ള നാട്ടുരാജാക്കന്മാരും ഭയത്തോടു കൂടി പറയാൻ മണികണ്ഠനെ കണ്ടിരുന്നു. ഭയവും ഭക്തി. ആ കുട്ടിയുടെ ചുരിക, ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് ചുരിക. തിരുവാഭരണത്തിലുണ്ട് ഇപ്പോഴും ചുരിക. ഭഗവാൻ അവസാനം അത്ര ചുരിക കയ്യിൽ നിന്ന് എടുക്കുള്ളൂ. ചുരിക ഭഗവാൻ എടുത്തു കഴിഞ്ഞാൽ താഴെ വയ്ക്കുന്നത് നല്ല ബുദ്ധിമുട്ടാന്ന് പറയുക. ഏതൊരു ശത്രു വന്നാലും ആത്യന്തികമായിട്ട് അവനെ തത്വം പറഞ്ഞും ഉപദേശിച്ചും നന്നാക്കുന്ന പാരമ്പര്യം ഭഗവാനുള്ളത്. നന്നാവില്ല എന്ന് തോന്നിയത്ര ഭഗവാൻ ചുരുക്കിയെടുക്കാറുള്ളത്. പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുന്ന ആദ്യം. കാരണം എന്താ, ടീച്ചറുടെ ആ സ്വഭാവമാണ്. ശബരിമലയിൽ ഭഗവാൻ താപസനായിട്ടായിരിക്കുന്നത്. യോഗഭാവത്തിലുള്ള ശാസ്താവ്, താപസ ശാസ്താവ്. വേറെ ഭാവങ്ങളുണ്ടല്ലോ. സ്വാമി തന്നെയാണ് അച്ചൻകോവിലുള്ളത്, ആയിരങ്കാവിലുള്ളത്, കുളത്തൂർ തുഴയിലുള്ളത്, അയ്യപ്പൻകാവിലുള്ളത്. എല്ലായിടത്തുള്ളത് ഭഗവാൻ തന്നെയാണ്. ഓരോ സ്ഥലത്ത് ഓരോ ഭാവം. അതിൽ താപസ ഭാവമാണ് ഭഗവാന്റെ ശബരിമലയിലുള്ളത്. എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഭഗവാൻ എന്തിനാ തപസ് ചെയ്യണമെന്ന്? പണ്ടേ തുടങ്ങിയതാണ് തപസ്, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പന്തളത്ത് രാജാവിനോട് ഭഗവാൻ പറയുന്നുണ്ട്, എനിക്ക് തപസ് ചെയ്യാനാണ് ആ സ്ഥലം, എന്റെ ക്ഷേത്രം ഉണ്ടാക്കേണ്ടത്.
എനിക്ക് സ്വസ്ഥമായിട്ടിരുന്ന് തപസ് ചെയ്യാം. എന്തിനാ ഭഗവാൻ തപസ് ചെയ്യണേ? എന്തിനാ ഈ നട അടയ്ക്കുമ്പോഴൊക്കെ ഭഗവാനെ ഈ ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്ത് യോഗബന്ധമൊക്കെ കൊടുത്ത് ഒരു മഹർഷിയെ പോലെ ഇരുത്തി നട അടയ്ക്കണേ? നട തുറക്കുന്ന സമയത്ത് ഭഗവാനോട് ഭക്തജന സാന്നിധ്യം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് നട തുറക്കുക. ഭഗവാനെ ഭക്തർ കാത്തു നിൽക്കുന്നുണ്ട്, അല്പസമയത്തേക്ക് അവിടുത്തെ തപസ് മാറ്റി അവർക്ക് ദർശനം കൊടുക്കണമെന്നാണ്. തപസ് മാറ്റുന്നതല്ല, ഭഗവാൻ ആ താപസ രൂപത്തിൽ ഭഗവാൻ ദർശനം കൊടുക്കുക ചെയ്യുക. ഭഗവാൻ തപസ്സിൽ നിന്ന് ഉണരുന്ന ഒരേ ഒരു ദിവസമായിട്ടാണ് മകരവിളക്കിനെ കണക്കാക്കുന്നത്. ഭഗവാൻ തപസ്സിൽ നിന്ന് ഉയർന്ന് ആ രാജകുമാരനായിട്ട് ഇരുന്നു കൊണ്ട് എല്ലാവരെയും കാണുന്ന ദിവസം. എന്താ ഭഗവാൻ തപസ് ചെയ്യണേ? നമ്മുടെ ഈശ്വരന്മാരൊക്കെ ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ തപസ് ചെയ്യുന്നുണ്ട് അല്ലെ? മഹാദേവൻ എപ്പോഴും ധ്യാനിക്കുന്നത് കാണാം, വിഷ്ണു എപ്പോഴും യോഗനിദ്രയിൽ കണ്ണടച്ചിരിക്കുന്നത് കാണാം, ബ്രഹ്മദേവൻ എപ്പോഴും കണ്ണടച്ചിരിക്കുന്നത് കാണാം. ഇവരൊക്കെ ആരെയും തപസ് ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്? പ്രത്യേകിച്ച് ഇപ്പൊ സ്വാമിയുടെ കാര്യം പറഞ്ഞാൽ സ്വാമി ആരെയും പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് ഭഗവാൻ ഈ തപശക്തി? ഈ തപശക്തി എന്നൊരു സാധനം ഉണ്ടല്ലോ അല്ലെ? തപസ് ഇത് കിട്ടുന്ന ഒരു സാധനം. ഈ യോഗപട്ടം എന്ന ഈ ആസനത്തിന്റെ പേരിട്ടോ, ഈ രണ്ട് കാലം തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ആ ആസനത്തെ യോഗപട്ടം എന്നാ വിളിക്കുക. അത് ധരിക്കുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഇനി ഞാൻ ഇവിടെ എണീക്കില്ല എന്ന് ഉറപ്പുള്ള പ്രാർത്ഥന. ഇനിയുള്ള കാലം എന്റെ ഇരുത്തം ഇങ്ങനെയാണ്, ഇനി ഇതിൽ നിന്നൊരു എണീക്കൽ ഉണ്ടാവില്ല. അതിനാണ് ഈ കാലുകൾ തമ്മിൽ ബന്ധിക്കുന്നത്, യോഗപട്ടം. ഈ തപസ് ചെയ്യുന്നതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ടെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യാഖ്യാനം, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വ്യാഖ്യാനം നോക്കൂ. നമ്മൾ ഈ നെയ്ത്തേങ്ങയിൽ നിറച്ചു കൊണ്ടുപോകുന്ന ആത്മാവ്, നമ്മുടെ ഇരുമുടിക്കെട്ട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആത്മാവാണ്, നമ്മുടെ പുണ്യപാപങ്ങളുടെ ചുവടാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മഫലങ്ങളാണ് നമ്മൾ ഭഗവാന്റെ തലയോടെ കൊണ്ടിട്ട് ഒഴിക്കണത്. നമ്മുടെ കൈവരിപ്പ്, ഈ കൈവരിപ്പിനെയൊക്കെ ദഹിപ്പിച്ച് അതിന്റെ കർമ്മഫലം കുറപ്പിക്കാനാണ് ഭഗവാൻ തപസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഭഗവാനെ കലിയുഗ വരതെന്ന് പ്രത്യേകമായിട്ട് വിളിക്കും. എന്തുകൊണ്ട്? ഈ കലിയുഗത്തിൽ താമസിക്കുന്ന ആൾക്കാരിൽ പലരും ചെയ്തു കൂട്ടിയിട്ടുള്ള പലതിനും ഭഗവാനാണ് ഭഗവാന്റെ തപശക്തി കൊണ്ട് പരിഹാരം കൊടുക്കുന്നത്. അത് എന്തിനാന്ന് ഓർത്തു നോക്കും. നമ്മൾ നിരവധി തവണ തെറ്റുകൾ ചെയ്യാത്തവരായിട്ട് ആരുമില്ലല്ലോ, എല്ലാവരും തെറ്റ് ചെയ്യാറുണ്ട്. പല ദുർഗുണങ്ങൾ എല്ലാവരുടെയും ഉള്ളിലുണ്ടാവും. അങ്ങനെയുള്ള ഒരാൾ കെട്ടു നിറച്ച് പോയി ഭഗവാന്റെ ദേഹത്ത് ആ നെയ്യാകുന്ന നമ്മുടെ കർമ്മഫലം കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോ ഭഗവാൻ എന്താ ചെയ്യുന്നത്? നമ്മളോടുള്ള സ്നേഹം കാരണം, നമ്മളോടുള്ള വാത്സല്യം കാരണം നമ്മുടെ ആ കർമ്മഫലത്തെ ഭഗവാന്റെ തപശക്തി ഉപയോഗിച്ച് ഭഗവാൻ ഇല്ലാതാക്കും. അതിനാണ് ഭഗവാൻ തപസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഒരു പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം ഇല്ലാത്തതെന്നുള്ളതിന് പോലും ഈ താപസ ശാസ്താവിന്റെ ഭാവം വലിയ പ്രാധാന്യമാണ്. കാരണം ഭഗവാന്റെ തപസ് മുടങ്ങാതെ അവിടെ നടന്നേ പറ്റൂ. എന്നാൽ മാത്രമേ എന്തുള്ളൂ? ഈ തപശക്തി ഉണ്ടാവുള്ളൂ. അപ്പൊ മാത്രമേ ഈ കർമ്മ പ്രാരാബ്ധങ്ങളെ ദഹിപ്പിക്കാൻ ഭഗവാന് സാധിക്കുള്ളൂ. അതിനാണ് ഈ തപസ് ചെയ്യുന്നത്. നോക്കൂ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? പലരും, ഞാനെന്താ ചെയ്യുന്നത്? പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നാമത് വീണ്ടും ഉണ്ടാക്കാൻ തുടങ്ങുക. കാരണം എന്താ? അടുത്ത തവണ പോയപ്പോ പൊട്ടാലോ അവസരം എന്തിനും നല്ല രീതിയിൽ ജീവിക്കാം. അഭിഷേകം എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് സെക്കൻഡ് ചാൻസ്. ഇത്രയും നാൾ ജീവിച്ച അവസ്ഥയിൽ നിന്ന് മാറി, ഇത്രയും നാൾ നീ ചെയ്തു അത് ഞാൻ മാറ്റി. ഇനി എന്ത് ചെയ്തോളണം? ഉത്തരവാദിത്തത്തോടുകൂടി മുന്നോട്ട് ജീവിച്ചോളണം. അതിനുള്ള ഓർമ്മപ്പെടുത്തലാണ് അഭിഷേകം. എല്ലാ കൊല്ലവും കൊണ്ടിട്ട് ഭഗവാന്റെ ദേഹത്ത് കൂടെ ഇതാ എന്റെ പാപം, പാവം അത് ഇരുന്നിട്ട് ഇങ്ങനെ തപസ്സല്ല. ആ ശക്തി മൊത്തം നമ്മുടെ പാവം ചെയ്തുകൊണ്ട് സമർപ്പിച്ചില്ലാണ്ടായിട്ട്. നമുക്ക് സ്വാമിയോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ പാപമാണോ ഭഗവാൻ കൊണ്ടേ കൊടുക്കേണ്ടത്? ദയിപ്പിക്ക് ഭഗവാനെ പറഞ്ഞിട്ട് നമ്മുടെ കുട്ടിയല്ലേ അത്, അതിൽ നിന്ന് കഷ്ടപ്പെട്ട് നമ്മൾ കാണുന്നില്ലേ? അവന്റെ തപസ്, ഞാൻ അവന്റെ വിളിക്കുന്നത് ഭഗവാൻ നമ്മളൊരു കുട്ടിയെ കണ്ടുകൊണ്ടാണ്. അവൻ കിടന്ന് കഷ്ടപ്പെടുന്നത് നമുക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ ഒരു വട്ടം ഭഗവാൻ ശുദ്ധീകരിച്ചു തന്ന ആത്മാവിനെ പിന്നെ നമ്മൾ ഈ ഓടയിലേക്ക് കൊണ്ടേ വലിച്ചെറിയും. ഞാൻ നിങ്ങളുടെ എന്റെ അനുഭവം പറയാം. ഞാൻ ഒരുപാട് കാലം ശബരിമലയിൽ പോകാതിരുന്നൊരു മനുഷ്യൻ. ഞാൻ 2ാം ക്ലാസ് ശബരിമലയ്ക്ക് പോയിട്ട് പിന്നെ ഞാൻ കഴിഞ്ഞതിന് 9 കൊല്ലം ശബരിമലയ്ക്ക് പോയത്. അത്ര ഉണ്ട് എന്റെ അനുഭവം. ഭഗവാൻ ഒരിക്കൽ ഞങ്ങൾ പോയിട്ട് കുറെ തവണ എന്നെ സ്വാമി ഇങ്ങനെ എന്താ പറയുക, ഈ ചുട്ട കമ്പി കൊണ്ട് അടിക്കാൻ തോന്നി. അങ്ങനെയൊക്കെ അടിയിട്ടുള്ള ഭാഗം എനിക്കുണ്ട്. അത് പോട്ടെ. ഞങ്ങൾ പോയി ശബരിമലയ്ക്ക് പോയി വന്ന സമയത്ത്
മാല ഊരൽ ചടങ്ങുണ്ട്, എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ക്ഷേത്രം തുറന്നു നടക്കുന്ന സമയത്താണ് മാല ഊര. പോയി വന്നു, തുറന്നിട്ടുണ്ടായിരുന്നില്ല. അവിടെ ആൽത്തറയിൽ കടന്നു. രാവിലെ എണീറ്റ് ദേഹശുദ്ധി വരുത്താൻ വേണ്ടി പുഴയിൽ പോയി കുളിച്ചു വന്നു. മാല ഉയർന്ന ചടങ്ങ് തുടങ്ങി. ഞങ്ങളൊരു 12-13 സ്വാമിമാരുണ്ടായിരുന്നു. അപ്പൊ ഓരോ സ്വാമിയായിട്ട് വരും, ഗുരുസ്വാമിയെ നമസ്കരിക്കും, ഭഗവാനെ തൊഴുകും, ശരണം വിളിക്കും, മാല ഊരും. ഇങ്ങനെയാണ് അതിന്റെ ഒരു ചടങ്ങ്. അപ്പൊ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് നമസ്കരിക്കുന്നുണ്ട്, മാല ഊരുന്നുണ്ട്. അപ്പൊ അത് ഞങ്ങളുടെ കൂടെ വന്നൊരു ചേട്ടൻ, ഏതാണ്ട് ഒരു 45-46 വയസ്സ് പ്രായം ഉണ്ടാവും. അദ്ദേഹം ഇതേപോലെ വളരെ സന്തോഷത്തോടു കൂടി കുളിയൊക്കെ കഴിഞ്ഞ് ഭസ്മൊക്കെ തൊട്ട് ഞങ്ങളോട് വർത്തമാനം പറഞ്ഞു വന്നാണ്. മുപ്പിന് വന്നു, ഗുരുസ്വാമിയെ നമസ്കരിച്ചു, ഭഗവാനെ നമസ്കരിച്ചു, മാല പിടിച്ചു, ശരണം വിളിക്കാൻ തുടങ്ങി. സ്വാമിയെ ശരണം അയ്യപ്പ അങ്ങനെ വിളിക്കാൻ തുടങ്ങി. കൈ പൊക്കി. ഇതിന്റെ മുകളിലേക്ക് കൈ പൊങ്ങണില്ല. ഇത്ര പോണുണ്ട്. മാല ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക, ഉറക്കെ സ്വാമിയെ ഒന്ന് പിടിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ മുമ്പിൽ കരയാൻ തുടങ്ങി. പൊട്ടി പൊട്ടി കരയുക, കൈ ഇങ്ങനെ പിടിക്കുക, സ്വാമിയെ വിളിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളെ കഥ പിടിച്ചു. ഒപ്പം നിന്ന് സ്വാമിമാരൊക്കെ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടായി അവിടെ കൊണ്ടിരുത്തി. പിന്നെ ഞങ്ങൾ ചോദിച്ചു ആ ഗുരുസ്വാമിയോട് എന്തിനാണ് അദ്ദേഹം കരയണത്. അദ്ദേഹം എന്നോട് പറഞ്ഞത് നാളെ 6 മണിയായി മുമ്പിൽ കൈ വരയ്ക്കുന്നത്. ഈ മാല ശരീരത്തിൽ കിടക്കുന്ന സമയത്ത് ഇന്ന് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, തോന്നിയിട്ടില്ല. നാളെ എനിക്കിത് തോന്നൂലോ എന്നുള്ള ആ മനുഷ്യന്റെ ബോധ്യം കൊണ്ടാ കണ്ണീര് വന്നത്. ഞാൻ വീണ്ടും പോയി ചാടാൻ പോവാണല്ലോ പഴയ ജീവിതത്തിലേക്ക്. അദ്ദേഹത്തിന് സ്വാമി ആരാണെന്ന് മനസ്സിലായിട്ടുണ്ട്. സ്വാമിയെ കണ്ട ആളല്ലേ. പറയുമ്പോ എന്ത് ദുശീലന്റെ ആളാണെങ്കിലും ഭഗവാൻ ബോധ്യപ്പെടുത്തി കൊടുത്തു ഞാൻ ആരാണ്. ചിലപ്പോൾ 4 ദിവസം വ്രതത്തിലുണ്ടാവില്ല. ചിലപ്പോ ആ വ്രതം എടുത്ത സമയത്തും അയാൾ ചിലപ്പോൾ എന്തൊക്കെ വേണമെങ്കിലും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ പോയി വന്നപ്പോ ഭഗവാൻ ആരാണെന്ന് മനസ്സിലായി. ഈ മുദ്ര എന്റെ ശരീരത്തിൽ കിടക്കുമ്പോ എനിക്ക് എല്ലാത്തിനെയും മാറ്റി നിർത്താനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ മുദ്ര ശരീരത്തിൽ പോയി കഴിഞ്ഞാൽ അതൊക്കെ വീണ്ടും വരും എന്നുള്ള ഭയം ഉണ്ടായി. അതുകൊണ്ടാണ് പല ഗുരുസ്വാമിമാരും പറയുന്നത് ഇത് ഭരിക്കേണ്ടത് ശരീരത്തിലല്ല മനസ്സിലാണ്, ഉള്ളിലാണ് ഭഗവാൻ വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് സ്വാമി നിന്റെ അകത്ത് ഓം. ഉള്ളിൽ ഭഗവാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ ഭയക്കേണ്ടത്? ഈ മഹിഷം എന്നൊക്കെ പറയുന്ന കഥയുണ്ട്. ദത്തൻ എന്ന് പറയുന്ന ലളിത എന്ന് പറയുന്ന 2 ദമ്പതിമാരും ബ്രഹ്മാവിന്റെ സൃഷ്ടിയാണ് അത്ര. അപ്പൊ ഈ ദത്തനും ലളിതയും കൂടി കല്യാണം കഴിച്ച് ജീവിച്ചു കുറച്ചു കാലം. ആ സമയത്ത് ദത്തൻ കുറെ കല്യാണം കഴിഞ്ഞ് കുറെ നാളെ കഴിഞ്ഞപ്പോൾ ദത്തൻ തോന്നി ഈ ഹണിമൂണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, കുട്ടികളൊക്കെ ആയി, ഇനി ഇങ്ങനെ വീണ്ടും ഈ ദാമ്പത്യ ജീവിതം തന്നെ ജീവിച്ചത് കാര്യമൊന്നുമില്ല, സന്യസിക്കാൻ പോവാന്ന് അദ്ദേഹത്തിന് തോന്നുന്നതാണ്. അദ്ദേഹം ഭാര്യയായിട്ടുള്ള ലളിതയോട് പോയി പറഞ്ഞത്ര, മോളെ ഞാൻ സന്യസിക്കാൻ പോവാണ്, ഇത്രയും നാൾ എന്റെ കൂടെ നിന്നതിന് വലിയ സന്തോഷമുണ്ട്, നീ നന്നായിട്ട് ഇവിടെ ജീവിക്ക്, നിനക്ക് വേണ്ട സമ്പാദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ലളിത പറഞ്ഞത്ര ഈ ഏർപ്പാട് നടക്കില്ല, എനിക്ക് ഭർത്താവ് വേണം, നിങ്ങൾ തോന്നുമ്പോ ഇങ്ങനെ സന്യാസിയാണെന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല, എന്റെ കൂടെ താമസിക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി. നമ്മളിപ്പോ 10-60 വയസ്സായി, നമുക്ക് രണ്ടാക്കും, ഇനി ഏറിപ്പോയി എത്ര കാലമുണ്ട്, അതുകൊണ്ട് ഇനിയുള്ള കാലം ഞാൻ നാമൊക്കെ ചൊല്ലി എവിടെയെങ്കിലും പോയിരുന്നോളാം, നീ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കും. ലളിത വിട്ടില്ല എന്നാണ്, എനിക്കിപ്പോഴും ഭർത്താവിന്റെ കൂടെ ഇരിക്കണം. അപ്പൊ അതിന്റെ ഇടയിൽ ഈ അമ്മ ചോദിച്ചു അത്ര എന്ത് അങ്ങ് ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ എങ്ങനെയാണ്, ഞാൻ അങ്ങയുടെ പട്ടമഹിഷിയല്ലേ എന്ന്. പട്ടമഹിഷിച്ച ഭാര്യ ഓരോ തവണയും ചോദിച്ചു എന്ത്. ഈ ദത്തൻ ഓരോ ന്യായം പറയുമ്പോഴും ഈ ചേച്ചി ചോദിക്കുന്നുണ്ട് ഇതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാൻ അങ്ങയുടെ പട്ടമഹിഷിയാണ്, എന്റെ കൂടെ നിൽക്കണം. അവസാനം പറഞ്ഞു മടുത്തിട്ട് ഇയാൾ ശപിച്ചു ഈ സ്ത്രീയെ, എന്നെ ഭഗവാന്റെ അടുത്തേക്ക് വിടാൻ തയ്യാറാകാത്ത നീ, പറഞ്ഞിട്ട് മനസ്സിലാവാത്ത നീ, ഈ പറഞ്ഞ മനസ്സിലാവാത്ത സാധനത്തിനെയാണ് മണ്ണാർക്കാടൊക്കെ എന്ത് വിളിക്കുക, എരുമേ, പോത്തേ അല്ലെ. പിന്നെ പോരാത്തതിന് ഈ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു എന്ത്, എന്റെ മഹിഷിയല്ലേ, അതുകൊണ്ട് അടുത്ത ജന്മം നീ മഹിഷിയായിട്ട് ജനിക്കട്ടെ ശപിച്ചു. ഈ അമ്മ, ഈ ചേച്ചി സ്വന്തം ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ് പോണ്ടാന്ന് പറഞ്ഞത്. പറയുമ്പോ അമ്മയ്ക്ക് ഇത്തിരി സുഖമൊക്കെ അനുഭവിച്ച് നല്ല കാറിലൊക്കെ പോകണം താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു വേറെ. പക്ഷെ ഭർത്താവിനോട് സ്നേഹമുണ്ട്, അതിയായുള്ള പാതിവൃത്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ പാതിവൃത്യത്തിന്റെ ബലത്തിൽ ഈ അമ്മ തിരിച്ച് ശപിച്ചു എന്നെ വിട്ട് പോകണം, നീ അടുത്ത ജന്മത്തിൽ പോത്തായി കഴിക്കട്ടെ. അങ്ങനെയാണ് മഹിഷിയും സുന്ദര മഹിഷവും ഉണ്ടാവുന്നത്. കഥയുണ്ട് ഭൂതാതോപാഖ്യാനത്തിൽ, വായിക്കുക, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക കഥയൊക്കെ. അങ്ങനെയാണ് മഹിഷി ഉണ്ടാവുന്നത്. അപ്പൊ മഹിഷി എന്ന് പറഞ്ഞ ആത്യന്തികമായിട്ട് എന്താ, ഭഗവാൻ മഹിഷിയെ വധിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, പറഞ്ഞാൽ കേൾക്കാത്തവരെ ഭഗവാൻ കൊല്ലുന്ന. പക്ഷെ ഭഗവാൻ കൊല്ലുന്നല്ല, പറഞ്ഞാൽ കേൾക്കാത്തതിനെ ഭഗവാൻ നിഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തെയാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്, ഇല്ലാണ്ടാക്കുന്നത്.
മഹിഷി മർദ്ദക അയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ അറിയേണ്ടത് നമ്മുടെ ഉള്ളിലൊരു മഹിഷിയുണ്ട്. എന്ത്? നല്ല ജീവിക്ക് എന്ന് പറയുമ്പോ വേണ്ട എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അതാണ് എന്ത്? മഹിഷി. അയ്യപ്പൻ നിന്റെ അകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ മഹിഷി നമ്മുടെ അകത്തന്നെ ഉണ്ട്. ഇതിൽ ആരാ യുദ്ധത്തിൽ ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഭഗവാനല്ല, മഹിഷിയല്ല, നമ്മളാണ്. നമ്മൾ ഭഗവാന്റെ സൈഡാണെങ്കിൽ ആര് പറയുന്നത് കേൾക്കുക? ഭഗവാൻ പറയുന്നത് കേൾക്കുക. ഇവിടെ ഇന്ന് കർപ്പൂരാഴിയുണ്ട്, ഇന്ന് വൈകുന്നേരം ഇങ്ങോട്ട് വരണം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഭഗവാനാണ് ഇങ്ങനെ വിളിക്കുന്നതെങ്കിൽ അങ്ങോട്ട് പോകാം. അവിടെ ഏതെങ്കിലും പാർട്ടിയുടെ ഇലക്ഷൻ മത്സരമുണ്ട്, അങ്ങോട്ട് പോകുന്ന പറയാൻ മഹിഷിയാണ്. അത്ര വ്യത്യാസമുള്ളൂ. ഒരു ദിവസം ഇവിടെ ഇലക്ഷൻ ഉണ്ടല്ലോ, ഇലക്ഷൻ എന്താ പറഞ്ഞത്? 5 കൊല്ലം 6 മാസം കഴിഞ്ഞാൽ ഒന്നുകൂടെ വരും. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങളുടെ മുഴുവൻ പങ്കാളിത്തം ഉണ്ടാവണമെന്ന് എന്റെ അഭ്യർത്ഥനയാണ്. നിങ്ങൾ അത് ചെയ്യും എന്ന് എനിക്കറിയാം. ആ ഘോഷയാത്രയിൽ നടന്ന് സംസാരിക്കുന്നതൊക്കെ രസമാണ്. പക്ഷെ ഒരു തവണയെങ്കിലും ആരെങ്കിലും ഒക്കെ ഇടയ്ക്കൊക്കെ വിളിക്കും. എന്ത്? സ്വാമി ശർമ്മയ്യപ്പ. ഇറ്റ്സ് മോർ ദാൻ ഇനഫ്. ഒരു തവണ വിളിച്ചാൽ മതി. ഭാഗവത്തിൽ അജാമിളന്റെ കഥയുണ്ട്, കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ? അവസാനം കുട്ടിക്ക് നാരായണ എന്ന് പേരിടുന്നതും യമദൂതന്മാർ വന്നപ്പോ കുട്ടിയെ വിളിക്കുകയാണ് നാരായണ എന്ന് കരുതിയിട്ട് നാരായണ എന്ന് വിളിച്ചപ്പോ ഭഗവാന്റെ ദൂതന്മാരാണ് ചെന്നതായിട്ടൊക്കെ. മനസ്സെട്ടി ഒരു തവണ വിളിച്ചാൽ മതി. അതിപ്പോ വർത്തനം പറഞ്ഞിട്ടാണെങ്കിലും ശരി, മൊബൈൽ നോക്കിയിട്ടാണെങ്കിലും ശരി, കിടക്കപ്പായിൽ ഇരുന്നിട്ടാണെങ്കിലും ശരി, അറിഞ്ഞൊരു തവണ വിളിച്ചാൽ മതി. അറിഞ്ഞു വിളിക്കാതെ ഉള്ളിൽ തട്ടി വിളിക്കുക. ആ ശരണങ്ങളുടെ പവർ അത്രത്തോളം ഉണ്ട്. ആ ശരണം വിളിക്ക് മാറ്റാൻ സാധിക്കാത്തതായിട്ടൊന്നുമില്ല എന്നാണ്. നിങ്ങൾ എപ്പോഴൊക്കെ ചില ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കേണ്ടത്, മനസ്സ് തളരുമ്പോൾ എന്ത് ചെയ്യും? കർക്കിടക മാസത്തിലും അതുപോലെ തന്നെ വൃശ്ചിക മാസത്തിലും ഏത് മാസത്തിലും ഒറ്റ കാര്യം ചെയ്താൽ മതി. മനസ്സറിഞ്ഞ് ഭഗവാനെ ധ്യാനിച്ച് ഒരു തവണ സ്വാമിയെ ശരണയ്യപ്പ വൃത്തിക്ക് വിളിച്ചാൽ ആ സന്ദർഭത്തിൽ നമുക്ക് എഴുന്നേറ്റ് പോരാൻ പറ്റും. എടുക്കുണ്ടായതാ ഭഗവാൻ കൃഷ്ണന്റെ സ്വർഗാരോഹണം വിശദീകരിക്കുകയാണ് തിരുവനന്തപുരത്ത്. അപ്പൊ കുറച്ച് കുട്ടികളൊക്കെ ഇരുന്ന് കേൾക്കുന്നുണ്ട് ഫ്രണ്ടിൽ. ഒരു 10-12 വയസ്സുള്ള കുട്ടികളെ കൂട്ടിക്കൊള്ളു. അപ്പൊ ഈ സ്വർഗാരോഹണ സമയത്ത് നമ്മൾ എന്താ പറയാ? ഭഗവാൻ ദ്വാരക കടലെടുത്തതിനു ശേഷം അതിനുശേഷം ഭഗവാന്റെ ഏട്ടൻ ബലരാമസ്വാമി അദ്ദേഹത്തിന്റെ മൂലസ്വരൂപമായുള്ള ആനന്ദന്റെ ഭാഗത്തേക്ക് തിരിച്ചുപോയി. ഭഗവാൻ കാട്ടിലേക്ക് പോയി ധ്യാനിക്കാൻ തുടങ്ങി. ഒരു കാല് താഴത്തേക്ക് ഇട്ടു. അപ്പൊ അതുവഴി ഒരു നിഷാദൻ, ഒരു കാട്ടാളൻ വന്നു. അദ്ദേഹം നോക്കിയ സമയത്ത് ഭഗവാന്റെ കാൽപാദം കണ്ടു. അല്ലെ? കാൽപാദം കണ്ട സമയത്ത് അതൊരു മാൻകുട്ടിയാണെന്ന് കരുതിയിട്ട് അതിലേക്ക് അസ്ത്രം അയച്ചു. അങ്ങനെ ഭഗവാൻ കാൽമടമ്പിൽ അമ്പുകൊണ്ട് സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ വൈകുണ്ഠത്തിലേക്ക് പോയി. അപ്പൊ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞത്, അങ്ങനെ ആ വേടന്റെ അമ്പ് കൊണ്ടാണ് ഭഗവാൻ ആ കൃഷ്ണാവതാരം അവസാനിപ്പിച്ച് വൈകുണ്ഠത്തിലേക്ക് പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞില്ല. അതിന് മുമ്പ് തന്നെ എന്റെ ഫ്രണ്ടിൽ വരുന്ന 2 ചേട്ടന്മാര് വന്ന് എണീറ്റിന്റെ കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ വേടനെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറയരുത്. വേടന്റെ അമ്പ് കൊണ്ടിട്ട് മരിക്കും. വേടൻ ഇപ്പൊ ഉണ്ടായ അത് നിങ്ങളുടെ പ്രായത്തുള്ള ആൾക്കാരല്ല. ഒരു 12-13 വയസ്സിൽ എന്റെ വീട്ടിലാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് കൂടുതൽ പറയാൻ പേടിയായി, കാരണം അവരുടെ ആക്ഷൻസ് ഒക്കെ അങ്ങനെയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വായോ. അപ്പൊ അങ്ങനെയുള്ള എനിക്ക് ഏത് പാട്ടും കൂടി കേട്ടാലും നോ പ്രോബ്ലം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ താല്പര്യമാണ്. പക്ഷെ നമ്മുടെ ധർമ്മത്തിൽ വന്ന് ജനിക്കുന്ന ഒരു കുട്ടിക്ക് നമ്മുടെ സ്വാമി ആരാണ്, നമ്മുടെ ഗുരുവായൂരപ്പൻ ആരാണ്, നമ്മുടെ മാളികപ്പുറത്തമ്മ ആരാണ് എന്നൊക്കെ അറിയണ്ടേ? അതുകൂടെ അറിയുമ്പോഴല്ലേ അവര് ഭഗവാന് പ്രിയപ്പെട്ടവരാകുന്നു. ഇല്ലെങ്കിൽ നോക്കൂ, ഇതൊക്കെ നിങ്ങൾ എന്താണ് കരുതുന്നത്? പല ആളുകളും ഒരു ദിവസം മറ്റേ ബുദ്ധനൊക്കെ ബോധോദയം ഉണ്ടായതുപോലെ എന്റെ കുട്ടിയുടെ തലയിൽ ഇതൊക്കെ നമ്മൾ തനിയെന്ന് അറിയുന്നതാണോ? നിങ്ങൾ ഓരോരുത്തരും അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും ആണ്. നിങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. പ്രഭാഷണത്തിനൊക്കെ 1% എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. 1% പോലും ഇല്ല. അവനവന്റെ വീട്ടിലെ അച്ഛനും അമ്മയാണ് ആദ്യത്തെ കുറിച്ച് വന്നത്. അവര് പറഞ്ഞു തരുന്നത് കേട്ടിട്ട് ആ ഒരു കുട്ടി വളരുക. ആ കുട്ടിക്ക് അയ്യപ്പൻ ആരാണ്, മാളികപ്പുറത്തമ്മ ആരാണെന്നൊക്കെ ബോധ്യം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭഗവാനൊരു 100 നെയ്യഭിഷേകം നടത്തുന്ന പുണ്യം നിങ്ങൾക്ക് കിട്ടും. കാരണം നിങ്ങൾ എന്താ ചെയ്യുന്നത്? ധർമ്മം സംരക്ഷിക്കാനായിട്ട് അവതാരമെടുത്ത ധർമ്മശാസ്താവിന് പിന്തുണ കൊടുക്കാൻ ധർമ്മം അറിയുന്ന ഒരു കുട്ടിയെ നിങ്ങൾ സംഭാവന ചെയ്തു. അതാണ് നിങ്ങളുടെ ഗ്ലോറി, നിങ്ങളുടെ മഹത്വമാണ്. ഭഗവാനെ പോലും സഹായിക്കാൻ എങ്ങനെയാണോ കൊച്ചു കടുത്തയും വലിയ കടുത്തയും കറുപ്പസ്വാമിയൊക്കെ ഉള്ളത്, അതുപോലെ ഭഗവാന്റെ സൈന്യത്തിലേക്ക് ഒരാളെങ്കിലും കൊടുക്കുക ചെയ്തു. ചെറിയ കാര്യമാണ്. എന്നിട്ട് വിളിക്കുക വില്ലാളി വീരനെ അയ്യപ്പ, വീരമണി കണ്ണനെ അയ്യപ്പ. അപ്പൊ ഭഗവാൻ സന്തോഷത്തോടുകൂടി കേൾക്കും. അല്ലാതെ ആ കുട്ടികളുടെ ഭാവി നമ്മളായിട്ട് നശിപ്പിച്ച്
അവര് നാളെ മഴയപ്പുറത്തമ്മയുടെയും അയ്യപ്പന്റെയും കല്യാണം എന്ന അമ്മയെന്ന് നിങ്ങളെ ട്രോളുന്ന സമയത്ത് നിങ്ങൾ തല ഒടിക്കേണ്ടി വരും. കഴിഞ്ഞ നവരാത്രിക്ക് പാലക്കാട് പ്രഭാഷണത്തിന് പോയി. വിദ്യാഗോപാല മന്ത്രാർച്ചന ഉണ്ടാവുന്നു അവിടെ. ഇവിടെ ഉണ്ടാവാറുണ്ട് എവിടെയൊക്കെ. ഇത് ആർക്കുള്ളതാ? കുട്ടികൾക്കുള്ളതാ. അതാണ്. ഞാൻ പ്രഭാഷണത്തിന് പോയപ്പോൾ അതിന് മുമ്പായിട്ട് വിദ്യാഗോപാല മന്ത്രാർച്ചന നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ട് ഒരു 12 മുത്തശ്ശിമാരും ഒരു 50 വയസ്സിനോട് പ്രായമുള്ള ഒരു 20 ചേച്ചിമാരും 2 ചേട്ടന്മാരും ഇരുന്ന് പൂജിക്കുക. ഞാൻ ചോദിച്ചു ഇവരോട്, വിളക്ക് പൂജയാണോ വിദ്യാഗോപാല മന്ത്രം? വിദ്യാഗോപാലാണ്. മരുന്നൊരു കുട്ടി വേണ്ടേ? മരുന്നിന് ഒന്നെങ്കിലും ഇത് കുട്ടികൾക്കുള്ളതാണ് എന്ന് കാണിക്കാനെങ്കിലും നടുക്കിലൊന്നും എടുത്തുകൂടെ? അപ്പൊ അതിലൊരു ചേച്ചി നാരായണീയത്തിന്റെ അഗ്രഗണ്യാണ്. ഭാഗവത സപ്താഹം എവിടെ ഉണ്ടോ അവിടെ ഉണ്ടാവുക ചേച്ചി. ഏറ്റവും ഫ്രണ്ടിലിരിക്കും. അതും നിലത്തെ ഇരിക്കുള്ളൂ. ബുക്കും പെന്നൊക്കെ പിടിച്ചിട്ടായിരിക്കും എന്താ പറയണമെന്ന് വെച്ചാൽ എഴുതിയെടുക്കണം. അങ്ങനെ കേൾക്കുന്ന ചേച്ചി. പ്രഭാഷണം കേട്ട് എന്നെ ഇടയ്ക്ക് ചേച്ചി കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ആ ചേച്ചിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയാം. ആ ചേച്ചിക്ക് ഒരു മോനുണ്ട്, തിരുവനന്തപുരത്ത്. അപ്പൊ ചേച്ചി ഗംഭീരട്ടോ, അച്യുതായമ്മ, അനന്തായമ്മ, കേശവായമ്മ. പൂജയ്ക്ക് കഴിഞ്ഞ് ചേച്ചി ഇറങ്ങി വന്ന സമയത്ത് ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇത് വിദ്യാഗോപാല മന്ത്രാസനല്ലേ? അന്ന് മഹാനവമിയാണ്, ഓർക്കണം തോന്നുന്നു. വിദ്യാഗോപാല മന്ത്രാസനയല്ലേ? എന്തുകൊണ്ടാണ് ദിലീപിനെ വിളിക്കാഞ്ഞത്? എന്തുകൊണ്ടാണ് ദിലീപിനെ കൊണ്ട് അർച്ചന ചെയ്യിപ്പിക്കാഞ്ഞത് എന്ന് എന്റെ കുഞ്ഞു ബുദ്ധിയിൽ ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചപ്പോ എന്നോട് ആ ചേച്ചി പറഞ്ഞത്, വ്യാസൻ അവർക്ക് ആരും കിട്ടുന്ന ഒരു 6 ദിവസമല്ല അവർ ഉറങ്ങിക്കോട്ടെ എന്നാണ്. ഇത്ര കാലം നമ്മളിങ്ങനെ ഉറക്കുന്നു. ഉറക്കി ഏത് അവസ്ഥയിലായിട്ടുണ്ട്? നിങ്ങൾ വേടൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്ന അവസ്ഥ ഞാൻ കണ്ടു. എന്നിട്ട് നമ്മളിങ്ങനെ വിളിക്കുകയാണ്, വില്ലാളി വീരനെ, വീരമണി കണ്ടനെ, സ്വന്തം കുട്ടിയെ. അത് നമ്മുടെ കാര്യമാണ് വ്യാസൻ. അതെന്റെ പ്രൈവസിയാണ്. ഇത് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കും ഭഗവാൻ. അല്ലാതെ ശാസ്ത്രീയ തുഭ്യം നമോനമ എന്നൊക്കെ പറഞ്ഞ ഭഗവാൻ നേരത്തെ ഞാൻ പറഞ്ഞത് അതൊക്കെ കുറെ കേട്ടിട്ടുണ്ടെന്ന് പറയും. ആളെ നമ്മൾ പറ്റിക്കാൻ നോക്കണേ. ഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെ ശബരിമലയിൽ ഇരിക്കുന്ന ഒരാളെന്ന്. ഈ അകത്തിരിക്കുന്ന ആളെ നമുക്ക് എങ്ങനെ പറ്റിക്കാൻ പറ്റും? അദ്ദേഹത്തിന് അറിയാത്തായിട്ട് എന്താണത്? ഇവിടെ ഇരിക്കുന്ന ഈ ഭാഗം ഇവിടെ ഈ കുമാരസ്വാമി എന്ന് പറയുന്ന ഈ സ്ഥലത്തിന് സംസാരിക്കുമ്പോ ശരിക്കും ഇവിടെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു കുമാരസ്വാമി ഏതോ രാജാവാണെന്ന്. ശരിക്കുള്ള കുമാരസ്വാമി ആരാ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഞങ്ങളാണ് പറയുന്നത്. ആരാ ശരിക്കുള്ള കുമാരസ്വാമി? മുരുകൻ. കുമ്പിളിക്കും ഇടമെല്ലാം കുമരനിൽക്കും ഇടം എന്നാണ് നമുക്ക് പറയുക. എവിടെയൊക്കെ കുന്നുണ്ടോ അവിടെയൊക്കെ മുരുകനുണ്ട്. കുമരൻ എന്ന് വിളിക്കുന്നത്, കുമാരൻ എന്ന് വിളിക്കുന്നത് ആരാണ്? ഇതപ്പം മിനിയാന്ന് കാർത്തികയായിരുന്നു അല്ലെ? ഒരു ചിത്രലേശി പാടിയ പാട്ടുണ്ട്, കുമാരനായി പണ്ട് പണിതീർത്ത മന്ദിരൻ കുമാരനെല്ലൂരായി മാറി എന്നൊക്കെ പണ്ട് കേട്ടോ നമ്മള്. ആപതിക്കും കരണേ അമ്മ ചിത്രലേശി പാടിയ പാട്ട്. കുമാരൻ എന്ന് വിളിക്കുന്ന ആരെയാണ്? മുരുകനെയാണ്. ഈ ധർമ്മശാസ്താവിന്റെ കുറെ ഭാവങ്ങളുണ്ട്. ഇപ്പൊ ശബരിമലയിൽ ഇരിക്കുന്നത് താപസ ശാസ്താവാണ്. കുളത്തൂർ പുഴയിലുള്ളത് ആരാ? ഗൃഹസ്ഥനായിട്ടുള്ള ശാസ്താവാണ്, ദാമ്പത്യ ശാസ്താവാണ്. ആര്യങ്കാവിൽ അങ്ങനെയാണ്. കുളത്തൂർ പുഴയിൽ ബാലകനാണ് അല്ലെ? പാട്ടുണ്ടല്ലോ നിങ്ങൾ, കുളത്തൂർ പുഴയിലെ ബാലകനെ അച്ഛൻ ഗോപിലാണ്ടവൻ അല്ലെ? കുളത്തൂർ പുഴയിൽ ബാലകനാണ്, ബാലശാസ്താവുണ്ട്. ചില ശാസ്താവ് അശ്വാരൂഢ ശാസ്താവ് എന്ന് പറയും. കുതിരപ്പുറത്ത് കയറി നിൽക്കുന്നുണ്ടാവും. നിങ്ങൾ ആരെങ്കിലും ഒക്കെ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് ട്രാവൽ ചെയ്യുക, തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് ബൈ റോഡ്, നിങ്ങൾക്ക് തുരങ്കം കാണാം. ഏത് തുരങ്കം? കുതിരാൻ എന്നാണ് അതിന്റെ പേര്. കുതിരാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുതിരാൻ എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ എന്നർത്ഥം. കുതിരയുടെ മുകളിൽ ഏറിയവൻ. അവിടെ അമ്പലമുണ്ട്. ഇന്ന് ഹൈവേ വന്നതുകൊണ്ട് ആർക്കും വേണ്ടാതെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു അമ്പലമുണ്ട് അവിടെ എപ്പോഴും. പണ്ട് തൃശ്ശൂർ റോഡായിരുന്ന സമയത്ത് ആ അമ്പലത്തിന്റെ അടുത്തെത്തുമ്പോ ആൾക്കാരൊക്കെ അതിന്റെ ഉള്ളിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് അതിന്റെ ഉള്ളിൽ കയറി പോണ വഴിക്ക് ബസ്സിൽ നിന്ന്. അവിടെ നടക്കുന്ന ആൾക്കാർക്ക് ഹെൽമെറ്റ് ഒക്കെ ഇട്ട് നടക്കി. എപ്പോഴും ഈ ചക്രായുധം പോലെ പൈസ വരില്ലെന്ന് പറയാൻ പറ്റില്ല. ഇന്നിപ്പോ ആർക്കും വേണ്ട. ആ ഹൈവേ വന്നോടുകൂടി, തുരങ്കം വന്നോടുകൂടി പാഴടഞ്ഞ് അവിടേക്കുള്ള വഴിയും കൃത്യമായിട്ടില്ല. ആർക്കും വേണ്ടാതെ പൂജക്കുണ്ട്. ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കേരളത്തിലെ ശാസ്ത്രക്ഷേത്രം അത് കിടക്കണ ഗതി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നെഞ്ച് കഴിച്ചിട്ട് നമ്മൾ അയ്യപ്പാന്ന് വിളിച്ചു. ദേവന്തമൂർത്തി വിളിക്കും. കുതിരപ്പുറത്തിരിക്കുന്ന 16 വയസ്സ് പ്രായമുള്ള ഒരു കറുത്ത കുതിരയുടെ പുറത്ത് ഇങ്ങനെ ഇരുന്ന് ഭഗവാൻ അസ്ത്രം എഴുതിങ്ങനെ പോകുന്ന രൂപമാണ്.
രേവന്റെ മൂർത്തി നല്ല പുത്രന്മാരുണ്ടാവാൻ ഭജിക്കാൻ പറ്റിയ രൂപമാണ് രേവന്റെ. ആണ് അശ്വാരൂഢ ശാസ്താവ്. ഇങ്ങനെ കുറെ ശാസ്താവുണ്ട്. ഇതിൽ ഒരു ശാസ്താവാണ് ബ്രഹ്മശാസ്താവ്. ബ്രഹ്മശാസ്താവാണ് ബ്രഹ്മശാസ്താവ് അയ്യപ്പനെയല്ല, ബ്രഹ്മശാസ്താവ് മുരുകനാണ് കേട്ടോ. ബ്രഹ്മാവിനെ ശാസിച്ചവനാണ് ഈ അർത്ഥം. ഓങ്കാരത്തിന്റെ അർത്ഥം അറിയാതെ കുട്ടി സ്കൂളിൽ പോയ സമയത്ത് ബ്രഹ്മാവിനോട് മുരുകൻ ചോദിച്ചു അത്രേ, എന്താ അച്ഛ ഈ ഓങ്കാരത്തിന്റെ അർത്ഥം? അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു, അദ്ദേഹത്തിനെ പിടിച്ച് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ബ്രഹ്മാവിനെ ശാസിച്ചത് കൊണ്ട് ബ്രഹ്മശാസ്താവ് എന്ന് മുരുകനെ വിളിക്കുക. ഈ രണ്ട് ആൾക്കാർക്കും, ഈ രണ്ട് സഹോദരന്മാർക്കുള്ളൊരു സ്വഭാവമാണ് ഗുരുഭാവം. ഗുരുഭാവമാണ് സുബ്രഹ്മണ്യനുള്ളത്, ഗുരുഭാവമാണ് അയ്യപ്പനുള്ളത്. രണ്ടുപേരുടെയും പ്രത്യേകതയാണ്, നിങ്ങൾ 1000 കൊല്ലം ഭജിച്ചാലും 2000 കൊല്ലം ഭജിച്ചാലും അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും നാളത്തെ നിങ്ങളുടെ ഭജനയ്ക്ക് 0 മാർക്കിട്ട് തട്ടിക്കളയുന്നു. അറിഞ്ഞുകൊണ്ട് ചെയ്താൽ. ഞാൻ കുറെ കാലമായിട്ട് ഭഗവാനെ ഭജിക്കുന്നുണ്ട്, ഇതൊക്കെ സ്വാമി ക്ഷമിച്ചോളെന്ന് പറഞ്ഞു ചെയ്താൽ കഴിഞ്ഞു. കാരണം ഇതൊക്കെ ഈ അച്ഛന്റെ സ്വഭാവമാണല്ലോ. ഈ മാർത്ത പറഞ്ഞു മഹാദേവൻ അങ്ങനെയാണ്. നിങ്ങൾ ഭഗവാന്റെ പരമഭക്തനാണെന്ന് പറഞ്ഞിട്ട് എന്ത് പ്രത്യേകത കാണിച്ചാലും ഭഗവാൻ കൂടെ നിൽക്കുന്നു വിചാരിക്കരുത്. പ്രത്യേകിച്ച് അയ്യപ്പനും സുബ്രഹ്മണ്യം. നവംബർ മാസത്തിലെ ദീപാവലി സമയത്താണ് ചിത്തിയാട്ട വിശേഷത്തിന് ശബരിമല നട നടക്കും. ഇത്തവണ പോകണം കരുതിയിരുന്നു. പക്ഷെ ആ സമയത്താണ് ഇത്തവണ ദീപാവലിക്കാണ് പ്രസിഡന്റ് ദ്രൗപദി മുർമു വന്നത്. അതുകൊണ്ട് ഇത്തവണ ആ സമയത്ത് പോകാൻ പറ്റില്ല. ഭഗവാൻ എപ്പോഴാണ് വിളിക്കുന്നത് അപ്പൊ പോകാം. ആ സമയത്ത് കുറെ കാൽക്കുലേഷൻ ശബരിമലയ്ക്ക് പോകേണ്ടതായതുകൊണ്ട് എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു. ഭഗവാനെ കാണുമ്പോ എങ്ങനെ, എനിക്ക് ഭഗവാന്റെ മുഖം എങ്ങനെയൊന്നും അറിയില്ല. അപ്പൊ കുറച്ച് വ്രതമൊക്കെ കുറച്ചൊന്ന് കട്ടിക്കെടുക്കണം. ഞാൻ ചെരുപ്പൊക്കെ ഉപേക്ഷിച്ചു. തീരെ ചെരുപ്പിടാല്ല. മയക്ക് കയറുമ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ചെരുപ്പ് കിട്ടുന്നത് പറഞ്ഞു, ചെരുപ്പ് ഞാൻ കഠിന വ്രതത്തിലാണ് എന്ന് പറഞ്ഞു. കുറെ ആൾക്കാർക്ക് ചെരുപ്പിട്ട് കയറുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലാതെ പറഞ്ഞു, ചെരുപ്പില്ലാതെ കയറുള്ളൂ. അങ്ങനെ ഞങ്ങൾ പമ്പയിൽ എത്തി ഏതാണ്ട് ഒരു 4 മണി 3 മണി ആ സമയത്താണ് നടന്നു കയറി. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഏകദേശം 5-5:15 ആയപ്പോൾ സന്നിധാനത്ത് എത്തി. നട തുറക്കുന്ന സമയത്താണ് ഞങ്ങൾ പോയി തോന്നുന്നത്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പലർക്കും അറിയുന്നുണ്ടാവും. ഈ ദീപാവലി സമയമായതുകൊണ്ട് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെയുള്ള ഭക്തര് ആ സമയത്ത് കുറവായിരിക്കും. ദീപാവലിയാണ്. അപ്പൊ കാര്യമായിട്ട് തിരക്കുണ്ടാവില്ല സന്നിധാനത്ത്, ഒട്ടും തിരക്കുണ്ടാവില്ല. അപ്പൊ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ച് നേരം 1/2 മണിക്കൂർ എന്നിട്ട് ഭഗവാനെ തൊഴുതു. നേർച്ചയാണ് കണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വിരിയിലൊക്കെ പോയി തിരിച്ച് ഈ അരവണ അപ്പൊക്കെ വാങ്ങാൻ വേണ്ടി വരുന്ന സമയത്ത് പോലീസുകാരായിട്ട് അവിടെ നിന്ന് സാമാന്യം പറഞ്ഞു, ഒരു തിരക്കുള്ള വേണമെങ്കിൽ പോയി ഇരുന്ന് തൊഴുള്ളൂ. നമ്മളൊക്കെ നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ പോണ പോലെ ഞങ്ങൾ ശബരിമലയ്ക്ക് പോയത്. ശ്രീകോവിലിന്റെ നേരെ മുമ്പിൽ നിന്ന് തൊഴാൻ നിങ്ങൾക്ക് ഒരാളും പിടിച്ചു നോക്കില്ല. ഞാൻ എത്ര നേരം ശ്രീനിവാസം പറയാം മണിക്കൂറുകളോളം തൊഴുതു, അങ്ങനെയൊന്നുമല്ല. എങ്കിലും എത്ര നേരം നിൽക്കാം? കുറെ നേരം നിന്ന് തൊഴുതു. തിരിച്ച് അരവണ അപ്പൊക്കെ വാങ്ങി തിരിച്ചു വരുമ്പോഴും അവിടെ ആരുമില്ല. കുറച്ച് ആൾക്കാർക്ക് അവിടെ ഇവിടെ തൊഴുതു പോകുന്നുണ്ട്. ഒട്ടും തിരക്കില്ല. ഞാൻ അവിടെ പോയിട്ട് ഭഗവാനെ ഉഷപൂജ തൊഴുന്നു, നെയ്യഭിഷേകം തൊഴുന്നു. ഭഗവാനെ പറഞ്ഞ പോലെ ഓരോരോ പൂജകളായിട്ട് ഇങ്ങനെ തൊഴുകാന്നുള്ള അവസ്ഥയുണ്ട്. ഞാൻ ഭഗവാനെ എല്ലാ രൂപത്തിലും കണ്ടിട്ടുണ്ട്. ഞാൻ നെയ്യഭിഷേക രൂപത്തിൽ കണ്ടിട്ടുണ്ട്, ഒരു നീല പട്ടൊക്കെ ധരിച്ച് മാലിട്ട് നിൽക്കുന്ന രൂപത്തിൽ കണ്ടിട്ടുണ്ട്, അഷ്ടാഭിഷേകം നടക്കുന്നത് കണ്ടിട്ടുണ്ട്, ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനും കരുതി ഈ ഭഗവാനെ കാണാനാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വന്നാൽ പോലെ. ഇപ്പൊ നോക്കൂ, നിങ്ങൾ വൃശ്ചികം 1-ാം തീയതി എന്തായിരുന്നു അവിടെ തിരക്കില്ലേ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. 13 മണിക്കൂറും 15 മണിക്കൂറും 18 മണിക്കൂറും ക്യൂ നിൽക്കുന്നു ആളുകൾ. ചില ആൾക്കാർ ഭഗവാനെ കാണാൻ പറ്റാണ്ട് തിരിച്ച് തേങ്ങയായിട്ട് പന്തളത്ത് പോയി അവിടെ അഭിഷേകം ചെയ്യുന്നു. ഞാനും മനസ്സിൽ വിചാരിച്ചു ഇതിപ്പോ ഈ സമയത്ത് വന്നാൽ ഈസി ആയിട്ട് തോന്നൂടെ? ഇത്രേ ഉള്ളൂ. ഇതിനാണ് 18 മണിക്കൂർ ക്യൂ, വെള്ളം കിട്ടിയില്ല, ബിസ്ക്കറ്റ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ അടി ഉണ്ടാക്കുന്നത്. ഈ സമയത്ത് വന്നാൽ പോരെ. ഞാൻ നാട്ടിൽ പോയിട്ട് എല്ലാവരോടും പറയും ഈ സമയത്ത് ആയോ. ഒട്ടും തിരക്കുണ്ടാവില്ല. ഇത് വിചാരിച്ചിട്ടാണ് എനിക്ക് ഭഗവാന്റെ മുഖം പോലും, ഭഗവാന്റെ വിഗ്രഹം മനസ്സിൽ കാണും. ഭഗവാന്റെ കവിളൊക്കെ നല്ല ഭംഗിയുള്ള കവിള. നിങ്ങൾക്ക് ശബരിമല പോയ ആൾക്കാർക്ക് നല്ല ഉണ്ട കവിളായിട്ടുണ്ട്, നല്ല ഭംഗിയാണ്. കാരണം അത്ര നേരം കണ്ടുകൊണ്ടേ നിൽക്കുകയാണെങ്കിൽ അതൊക്കെ എനിക്ക് ശബരിമല മല ഇറങ്ങേണ്ട സമയമായി നമുക്ക്. അപ്പൊ ഏകദേശം ഒരു രാവിലെ 5-5:30 അവിടെ എത്തി.
പ്രസാദമൊക്കെ വാങ്ങി ദൈവക്ഷേമത്തിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 12-12:30 സമയത്താണ് ഞങ്ങൾ മല ഇറങ്ങുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരോട്, ഇപ്പൊ നമുക്ക് സ്റ്റെപ്പുകളാണ് ശബരിമലയ്ക്ക് പോകാൻ, മുഴുവൻ സ്റ്റെപ്പാണ്. പണ്ടത്തെ പോലെ കുന്നുണ്ട്, കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ്. പക്ഷെ കുന്നായിട്ട് അങ്ങനെ കയറേണ്ട ആവശ്യം, നമുക്ക് പിടിച്ചു കയറാനുള്ള കാര്യങ്ങളൊക്കെ അപ്പുറത്തൊക്കെ ഉണ്ട്. ഈ സ്റ്റെപ്പൊക്കെ കോൺക്രീറ്റ് ആണ്. 1 മണിയൊക്കെ ആവുമ്പോ അതിന്റെ മുകളിൽ ചെരുപ്പിടാണ് ചവിട്ടുക. നല്ല അനുഭൂതി നമുക്ക് തോന്നും. എന്റെ ഒപ്പം വന്ന ആള് പറഞ്ഞു വിടായിരുന്നില്ലേ, കാല് പൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തേക്ക് ഞാൻ വല്ല വെളിച്ചപ്പാട് ഇറങ്ങണ പോലെ ഇവിടെ നടന്നിരുന്നു. അപ്പൊ നമുക്ക് എന്താ തോന്നുന്നത്, ഇത്തിരി വെള്ളം എവിടെന്നെങ്കിലും കിട്ടിയാൽ കാലിൽ ഒഴിക്കായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് തിരക്കേ ഇല്ലാത്തതുകൊണ്ട് ഒരു കടയും തുറന്നിരുന്നില്ല, സുഖമായിരുന്നു. പിന്നെ ദേവസ്വം ബോർഡിന്റെ വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളിൽ അവിടെ പോകാൻ വെള്ളം എടുത്ത് കാലിൽ ഒഴിക്കുക. അപ്പൊ ഈ കാലിൽ വെള്ളമാക്കിയിട്ട് ചവിട്ടി കഴിഞ്ഞാൽ അതിനേക്കാൾ സുഖം. ഞാൻ ഭഗവാനോട് അവിടെ നിന്ന് വിളിച്ചു, ഭഗവാനെ ഇങ്ങനെ പഠിപ്പിച്ചു തരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, ഇത്രയേ ഉള്ളൂ. എനിക്ക് ഒരു നിമിഷം തോന്നാനുണ്ട്, ഇതിനാണെങ്കിൽ ഇപ്പൊ വന്നാ പോരെ. ഓരോ പട്ടി ഇറങ്ങുമ്പോഴും മാപ്പ് 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 എന്ന് പറഞ്ഞിറങ്ങേണ്ട ഗതികൾ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഞാൻ വിചാരിച്ചു ഭഗവാൻ ക്ഷണിച്ചു, പമ്പെത്താറായി, ഏകദേശം തീരുമാനമായി, സമാധാനമായി. ഭഗവാൻ ക്ഷണിച്ചു എന്ന് കരുതിയപ്പോഴാണ് ഭഗവാൻ ഒന്നുകൂടെ പഠിപ്പിച്ചത്. ഈ 3 മണി സമയത്ത് പമ്പയിലെ തിളച്ച് കിടക്കണ മണലുണ്ട്, അതിൽ പോയി ചവിട്ടുക. നമ്മൾ അറിയാണ്ട് വിളിച്ചു പോകും, അയ്യപ്പാ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഈ തോന്നലുണ്ടല്ലോ നമുക്ക്, ഇതൊക്കെ എത്ര ഉള്ളൂ, ആ തോന്നൽ ഭഗവാൻ മാറ്റി തരും. അത് എനിക്കാണെങ്കിലും ശരി, ആർക്കായാലും ശരി. ഭഗവാൻ ഇത്രയേ ഉള്ളൂ എന്ന് ആർക്ക് തോന്നിയിട്ടുണ്ടോ അവരുടെ തോന്നൽ ഭഗവാൻ മാറ്റിയിട്ടുണ്ട്. അതും ഉപദേശങ്ങൾ തന്നിട്ട് മാറ്റുന്ന പരിപാടി അടിച്ചു പഠിപ്പിക്കും ഭഗവാൻ. ഇനി ജീവിതത്തിൽ ഞാൻ മറക്കില്ല. ഞാൻ ഭഗവാനോട് അവിടെ നിന്ന് പറഞ്ഞതാ, ഇനി വേറെ തിരക്കുള്ളപ്പോഴേ ഉള്ളൂ. കാരണം എന്താ, ഭഗവാനത് പഠിപ്പിച്ചത് എന്നെ ഇങ്ങനെ കാണാനാണെങ്കിൽ എപ്പോഴെങ്കിലും വന്നാൽ മതി, പക്ഷെ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് വായി. ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ എല്ലാവർക്കും പോയി പറഞ്ഞു തുടങ്ങുന്നത്. തിരക്കിലാണ് കാണാൻ വിവാഹ സമയത്ത് പോയാൽ മതി, ചെറുപ്പിട്ട് പോകും, തിരിച്ചറിഞ്ഞിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ അറിയണമെന്നുണ്ടെങ്കിൽ നല്ല പ്രയാസം. അറിയണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം കൂടിയത്, അത് നമുക്ക് സാധിക്കില്ല. അതിനു വേണ്ടിയിട്ട് ശ്രമിച്ച എത്ര ആളുകളാണ് ലോകത്തുള്ളത്, എത്ര ആളുകളാണ് ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ചിന്തിക്കുന്ന ജീവിക്കുന്ന ദൃഷ്ടാന്തങ്ങളായിട്ട് എത്രയെത്ര ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. എന്നെ മലേഷ്യക്ക് പ്രഭാഷണത്തിന് വിളിച്ച ഒരു കമ്മ്യൂണിറ്റി, അവരെനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് തന്നു, ഇങ്ങോട്ടും അങ്ങോട്ടുള്ളത്. എന്റെ എല്ലാ കാര്യങ്ങളും ചെലവ് അവർ നോക്കുന്നു. ഞാൻ ചോദിച്ചു, ഇത് ഭയങ്കര റിച്ചാണല്ലോ, ഇത്രയൊക്കെ ചെയ്യാനുള്ള അവകാശം ഒരു പ്രഭാഷണത്തിനാണെങ്കിൽ എത്ര ആൾക്കാർ വരും. ഞാൻ പോയ സമയത്ത് അവർ പൂ കൊണ്ട് മാല കെട്ടുന്ന ആൾക്കാരുടെ കമ്മ്യൂണിറ്റി തമിഴ്നാട്ടിൽ, മലേഷ്യയിലെ അമ്പലത്തിന് ചുറ്റും കുറെ പൂക്കടകൾ വെച്ച് അവിടെ മാല കെട്ടണ പാവം തമിഴ് ജനതയത്തെ ആൾക്കാരാണ് നമ്മൾ പ്രഭാഷണത്തിൽ വിളിച്ചത്. എല്ലാ എക്സ്പെൻസ് എടുത്തിട്ട് അവർക്കൊക്കെ അയ്യപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അവർക്ക് ആരാണ് അയ്യപ്പൻ. നമുക്കും അങ്ങനെ തന്നെയല്ലേ, നമ്മുടെ ഭാഗ്യം. നമുക്ക് ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ ട്രാവൽ ചെയ്ത് പോയി കാണാവുന്ന ദൂരത്ത് ഭഗവാൻ നമുക്കുണ്ട്. എല്ലാ മാസവും തുറക്കുന്നുണ്ട്, 41 ദിവസം തുറക്കുന്നുണ്ട്, മകരവിളക്ക് കാലത്ത് തുറക്കുന്നുണ്ട്, വിഷുവിന് തുറക്കുന്നുണ്ട്. തോന്നുമ്പോഴൊക്കെ കാണണം, തോന്നുമ്പോഴൊക്കെ ഓടിച്ചെന്ന് കാണാൻ ഭഗവാൻ അവിടെ ഉണ്ട്. അവരുടെ അവസ്ഥകൾ ആലോചിച്ചു. വേറൊരു രാജ്യത്ത് എത്രയോ ദൂരെ ഇപ്പോഴും ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ. അവർ വരുമ്പോ എന്നോട് അവർ പറഞ്ഞത്, ഞങ്ങൾ ഫാമിലി ആയിട്ട് വരും വ്യാസം, ഞങ്ങൾ മാത്രം മലയ്ക്ക് കയറിപ്പോവും, ഞങ്ങളുടെ ഭാര്യയും കുട്ടികളൊക്കെ പമ്പയിലിരിക്കുന്നു, കാരണം വിളിച്ചിരിക്കുന്നു. അവരവിടെ ഇരുന്നിട്ട് അയ്യപ്പാ അയ്യപ്പാ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഭർത്താക്കന്മാർ പോകുമ്പോൾ പമ്പ വരെ പോകാൻ തോന്നുന്നുണ്ടോ? ഞാൻ വന്നോട്ടെ പമ്പ വരെയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടാണ്. പമ്പെങ്കിലും കാണാനോ, പമ്പ ഒരാൾക്കും പോകാനോ. ഞങ്ങളുടെ നാട്ടിൽ ഒരു അമ്പലത്തിൽ നിന്ന് സ്ത്രീകൾക്ക് മാത്രമായിട്ട് പമ്പ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. എല്ലാ അമ്പലങ്ങളിലൂടെ ഇവിടുന്ന് പോകുമ്പോൾ ഡയറക്റ്റ് പമ്പ, തിരിച്ചു വരുമ്പോൾ പന്തളം, അതുപോലെ തന്നെ അമ്പലപ്പുഴ, ഹരിപ്പാട്, മണ്ണാറശാല, ചൊറ്റാനിക്കര, ഇങ്ങനെ തിരിച്ച് ഓരോരോ അമ്പലങ്ങളായിട്ട് കവർ ചെയ്ത് 2 ദിവസത്തെ ട്രിപ്പ്. നമുക്കും ഇവിടെ അങ്ങനത്തെ ഒരു
ട്രിപ്പൊക്കെ സംഘടിപ്പിക്കണം. എന്താണ് ശബരിമല അല്ലെങ്കിൽ പമ്പ ഗണപതി ക്ഷേത്രം എന്നൊക്കെ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ പ്രത്യേകിച്ച് വളർന്നു വരുന്ന പെൺകുട്ടികളും കാണട്ടെ. 60 വയസ്സ് കഴിഞ്ഞാൽ അവർ പോയി കാണുന്നതിന് മുമ്പായിട്ട് പമ്പയെങ്കിലും കാണാനുള്ള ഭാഗ്യം അവർക്ക് കൊടുക്കുക. ആരാണ് പമ്പയിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞത്? ഭഗവാന്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശമുണ്ട് എവിടെ മുതലാണ് വരാൻ പാടാത്തത്. ഇനി ഞാനൊരു ലൈസൻസ് എടുത്ത് നിങ്ങളോട് പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾ വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അയ്യപ്പനെ തന്നെ പമ്പയിൽ പോയാൽ കാണാം ഒരു സമയത്ത്. എപ്പോ? എല്ലാവർക്കും കാണാം. ശബരിമല ആറാട്ടിന് ഭഗവാൻ പമ്പയിലേക്ക് ഇങ്ങോട്ട് വരും. ദൂരെ നിന്ന് കാണാം. താല്പര്യമുള്ളവർക്ക് പോവാം. എത്രയോ ആളുകൾ ഒന്ന് പറയപ്പെടാറുണ്ട് ഇപ്പോഴും. ശബരിമല ആറാട്ടിന് ഭഗവാൻ ഇങ്ങോട്ട് ഇറങ്ങി വരും. എന്താണ് പ്രയാസം? ഭഗവാൻ നമുക്ക് വേണ്ടി ഇങ്ങോട്ട് വരും. ഞങ്ങളൊക്കെ പ്രത്യേകിച്ച് ഞങ്ങൾ പുരുഷജനങ്ങളൊക്കെ ഭഗവാനെ കാണാൻ അങ്ങോട്ട് പോവുക ചെയ്യുക. ഭഗവാൻ നിങ്ങളെ കാണാൻ ഇങ്ങോട്ട് വരിക ചെയ്യുന്നു. നമുക്ക് ഞാനതാണ് വീണ്ടും വീണ്ടും പറയുന്നത്, സ്ത്രീകൾക്ക് സ്വാമി കൊടുക്കുന്ന ഒരു റെസ്പെക്ട് അമ്മയായിട്ട് കണ്ടുകൊണ്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഏത് പ്രായപരിധിയുള്ള കുട്ടിയാണെങ്കിലും അമ്മയുടെ സ്ഥാനം കൊടുത്തുകൊണ്ട് ആ ഭക്തയെ അല്ലെങ്കിൽ ഭക്തയാവാൻ പോകുന്ന കുട്ടിയെയൊക്കെ അങ്ങനെ പരിപാലിച്ച് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു ഭഗവാൻ. അങ്ങനെയുള്ള ആ ഭഗവാനാണ് നമ്മൾ ഇന്നിവിടെ വൈകിട്ട് കർപ്പൂരാഴി നടത്തുന്നത്. ഓരോ തവണ ഭഗവാനെ ആഴൊക്കെ നടത്തുമ്പോഴും ആർക്കാണിത് സമർപ്പിക്കണമെന്നുള്ള ആ ഒരു ബോധം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമുക്ക് ആ ഭഗവാനോടുള്ള സ്നേഹം, ഭഗവാനോടുള്ള ബഹുമാനം കൂടിക്കൊണ്ടേയിരിക്കും. നിലനിൽക്കാവുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നതിൽ അയ്യപ്പസ്വാമി വഹിച്ചിട്ടുള്ള പങ്ക് എന്ന് പറയുന്നത് മറ്റേത് ക്ഷേത്രത്തിലും വരില്ല. ഞാൻ ഇവിടെ എന്തൊരു നാമം ജപിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ചേച്ചിമാര് നാമം ജപിക്കും. ബാക്കി ഇരിക്കുന്ന പുരുഷഗണങ്ങളിൽപ്പെട്ട എന്റെ അതേ കാറ്റഗറിയിലുള്ള ആൾക്കാർ എന്തില്ല പതുക്കെ നാമം ജപിക്കുള്ളൂ. ഇപ്പൊ ഞാൻ അങ്ങനെ ജപിക്കാറുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റും. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ആരാണ് ഉറക്കെ വിളിക്കുക എന്ന് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളെ ജയിക്കുള്ളൂ. ഈ നാണം കൈവിട്ട് കൈകൂപ്പി സ്തുതിക്കുന്ന ഈ പൂന്താനം പറയുന്ന ഭാഗം, ബാക്കി എല്ലാ മന്ത്രങ്ങളും നമ്മൾ മറന്നു. പക്ഷെ ഇന്നും ഈ കേരളത്തിലെ ഓരോ മനുഷ്യനും ഒരു അഭിമാന ബോധവും ഇല്ലാതെ, ഒരു തരത്തിലുള്ള നാണക്കേടും ഇല്ലാതെ, കാണുന്നവർ കാണട്ടെ ഞാൻ എന്റെ സ്വാമിയെ വിളിക്കുന്നു പറഞ്ഞ് ഉറക്കെ വിളിക്കുന്ന ഒരേ ഒരു മന്ത്രം ഈ ലോകത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ളതാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അത് വിളിക്ക് നോക്കൂ. നിങ്ങൾ വീഡിയോകൾ കാണുന്നുണ്ടല്ലോ, ഓരോ 5 വയസ്സുള്ള കുട്ടികൾ, 3 വയസ്സുള്ള കുട്ടികൾ അവരാ സന്നിധാനത്ത് എത്തി ഭഗവാന്റെ ശ്രീകോവിലേക്ക് നോക്കി ഭഗവാനെ കാണുമ്പോ ഏതെങ്കിലും അപ്പുറത്തേക്ക് പോലീസ് ഒന്ന് പറഞ്ഞിട്ടുണ്ടോ മോനെ ശരണം വിളിക്ക് പറയുന്നുണ്ടോ? ആ കുട്ടി ഓട്ടോമാറ്റിക്കലി ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വിളിക്കുന്നു സ്വാമിയെ ശരണമയ്യപ്പ. കയ്യിന് വയ്യാത്ത ആൾക്കാർ, കാലിന് വയ്യാത്ത ആൾക്കാർ, സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാർ, അവർക്കും അവരെ കൊണ്ടാവണ പോലെ അവരും വിളിക്കുന്നു. വേറെ ഏത് ഈശ്വരന് സാധിക്കും? അയ്യപ്പനല്ല. ഇപ്പൊ ഗുരുവായൂരപ്പൻ, ഞാൻ എല്ലാവർക്കും ഗുരുവായൂരപ്പനെ പറ്റി പിടിച്ചു നടക്കുന്ന ആളാണ്. ഭഗവാന്റെ നാമൊക്കെ ചൊല്ലാൻ പറഞ്ഞ എല്ലാവർക്കും മതി. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ എന്നൊക്കെ പതുക്കേ ഉള്ളൂ. പക്ഷെ സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ളത് എപ്പോഴും ഏറ്റവും ഉച്ചസ്ഥായിൽ എന്ന് കേൾക്കാൻ പറ്റുള്ളൂ. ശരണം വിളിയെന്ന് പറയുന്നത് ചെയ്യാം, കേൾക്കണം എന്നാലോഴും. അതാ അയ്യപ്പനുള്ളതുകൊണ്ടല്ലേ നമുക്ക് ആ സൗഭാഗ്യം കിട്ടിയത്. ഈ സനാതന ധർമ്മം ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നത് അദ്ദേഹം മലയുടെ മുകളിൽ ഇരിക്കണമെന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 41 ദിവസം, 7 ദിവസം, 10 ദിവസം വോട്ടവർ കുറച്ച് ആൾക്കാരെങ്കിലും കറക്റ്റ് സമയത്ത് എണീറ്റ് കറക്റ്റ് സമയത്ത് ഉറങ്ങി കൃത്യമായിട്ടുള്ള ഭക്ഷണശീലങ്ങൾ ശീലിച്ച് എല്ലാ ദിവസവും അമ്പലത്തിൽ പോയി ഭക്ഷണം ധരിച്ച് ശരണം വിളിച്ച് നല്ലൊരു ജീവിതം ജീവിച്ച് ഞാൻ സനാതന ധർമ്മ വിശ്വാസിയാണ് എന്ന് ഉറക്കെ പറയാൻ കാരണമായിട്ടുള്ള അയ്യപ്പനാണ്, വേറെ ആരുമില്ല. കാരണം റെസ്റ്റോറന്റിൽ പോയിട്ട് രാത്രി ഫുഡ് കഴിച്ചിട്ട് പിറ്റേ ദിവസം ഗുരുവായൂർ പോകാൻ നോ ഇഷ്യൂസ്. പക്ഷെ സ്വാമി കാണാൻ പോകാൻ പറ്റില്ല. പോകാൻ പറ്റും, പക്ഷെ സ്വാമി അറിയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു ചൈതന്യമാണ് ഭഗവാൻ. ഇത് ഭഗവാൻ ഉള്ളതുകൊണ്ട് മാത്രം സാധ്യമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നത്, നമുക്ക് ഇനിയും ഭഗവാനെ പോലുള്ള മണികണ്ഠകുമാരന്മാരെയും ലളിതാംബികയും പൂൻകൊടിയും പോലെയൊക്കെയുള്ള നാളികപ്പുറങ്ങളെയും വാർത്തെടുക്കേണ്ട വലിയ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്, നമുക്കൊക്കെ ഉണ്ട്. അവരായിരിക്കണം ഭാവിയിൽ ഇവിടെ കർപ്പൂരാഴി നടത്തുന്നതും ഭാവിയിൽ ഈ ധർമ്മത്തിന്റെ പ്രചാരകരായി സ്വാമിയുടെ പോരാളികളായിട്ട് ഈ ലോകം മുഴുവൻ സ്വാമിയുടെ മഹത്വം പറഞ്ഞ് മനസ്സിലാക്കി നൽകാൻ മുന്നിട്ടിറങ്ങേണ്ടത്. അതിന് പറ്റിയ ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ കുമാരസ്വാമി ക്ഷേത്രങ്ങളോട് ഉള്ളത്. ഇനിയും നിങ്ങൾക്ക് സാധിക്കും.
ഇതിൽ കൂടുതൽ ഇപ്പോഴൊന്നുമല്ല, 11 വളരെ ചെറിയ സംഖ്യയാണ്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇതിന്റെ കൂടുതൽ വലിയ തലങ്ങളിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് സ്വാമിയുടെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ അയ്യപ്പനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഭഗവാനെ നമ്മൾ പുലിവാഹനായിട്ടും ആനയുടെ പുറത്തുള്ള ഭഗവാനായിട്ടൊക്കെ വ്യാഖ്യാനിക്കും. ശാസ്താവിനെ കുറിച്ച് പറയുമ്പോൾ ഭഗവാന്റെ വാഹനമായിട്ട് കുതിരയാണ് എടുക്കാറുണ്ട്. ഹരിവരാസത്തിൽ കേൾക്കും വാജിവാഹനം പറയുകയും ചെയ്യും. ഇപ്പോഴുള്ള വാജിവാഹനം കയ്യിൽ വെച്ച ആൾക്കാരൊക്കെ അനുഭവിക്കുന്ന കഥയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഭഗവാന്റെ വാജിവാഹനം കുതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ കടിഞ്ഞാണില്ലാതെ കുതിച്ചു പായുന്ന മനസ്സാണെന്നാണ് സങ്കല്പം. അത് ആരുടെ മുമ്പിൽ മാത്രമാണ് കൃത്യമായിട്ട് അത് എങ്ങനെ നിർദ്ദേശിക്കപ്പെടുന്നു ആ രീതിയിൽ സഞ്ചരിക്കുന്നത് അതിന്റെ മുകളിൽ സ്വാമി കയറിയിരിക്കുമ്പോൾ മാത്രമാണ്. കടിഞ്ഞാണില്ലാതെ പായുന്ന കുതിരയാകുന്ന നമ്മുടെ മനസ്സിന്റെ മുകളിൽ എപ്പോഴും സ്വാമി ഉണ്ടാവട്ടെ എന്ന് സ്വാമിയോട് പ്രാർത്ഥിക്കുക. എറണാകുളത്ത് കഴിഞ്ഞ വർഷമാണ് ഒരു പെൺകുട്ടി താൻ പ്രസവിച്ച ഒരു കുട്ടിയെ പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് എവിടെ കൊണ്ടിട്ടത്. അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ മനസ്സെന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ എനിക്ക് മൃഗീയമായ മനസ്സ് എന്താ പറയുക, മൃഗങ്ങൾ പോലും അങ്ങനെ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്താ പറയുക, മൃഗീയമായ മനസ്സ്, മൃഗങ്ങളുടെ വാസനയുള്ള മനസ്സ്. അങ്ങനെയുള്ള മൃഗങ്ങളുടെ വാസനയുള്ള മനസ്സാണ് ഭഗവാന്റെ പുലി എന്നാണ് സങ്കല്പം. ആരുടെ മുമ്പിൽ മാത്രമാണ് അത് മുട്ടുമടക്കി നമസ്കരിച്ചിരിക്കുന്നുള്ളൂ, അത് ആ ഭഗവാന്റെ മുമ്പിൽ മാത്രമാണ്. ഇപ്പൊ കടിഞ്ഞാണില്ലാതെ ഓടുന്ന കുതിരയാകുന്ന മനസ്സായാലും മൃഗീയമായിട്ടുള്ള വാസനകൾ നിറഞ്ഞിട്ടുള്ള പുലിയായിട്ടുള്ള മനസ്സായാലും അത് ആ ഭൂതനാഥനായിട്ടുള്ള ഭഗവാന്റെ മുമ്പിൽ മാത്രമാണ് നമസ്കരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി ഭൂതനാഥൻ എന്ന ശബ്ദത്തിന് തന്നെ നമ്മുടെ വിചാരം ഈ ഭൂതനാഥൻ എന്ന് പറയുമ്പോൾ എന്താ, കുറെ ഭൂതങ്ങളുണ്ട്, ഐറ്റങ്ങളുടെയൊക്കെ നാഥൻ. അയ്യപ്പൻ എന്നുള്ള ശബ്ദത്തിന് തന്നെ 5ന്റെയും അപ്പൻ ഒരു ഇന്റർപ്രിട്ടേഷൻ കേട്ടോ. 5 ഏതാ? ഭൂമി, ജലം, ആകാശം, വായു, അഗ്നി, പഞ്ചഭൂതങ്ങൾ. ഈ 5ന്റെയും അപ്പനായതുകൊണ്ട്, ഉടമസ്ഥനായതുകൊണ്ട് അവനെ അയ്യപ്പൻ എന്ന് വിളിക്കുന്നതാണ്. ആ ഭൂതങ്ങളുടെ അധിപനായതുകൊണ്ടാണ് അദ്ദേഹത്തെ ഭൂതനാഥൻ എന്ന് വിളിക്കുന്നത്. അല്ലാതെ കുറെ പല്ലും കൊമ്പൊക്കെ ഉള്ള ഭൂതങ്ങളുടെ അധിപൻ എന്ന് കരുതാതിരിക്കുക. ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ഈ പ്രപഞ്ചം മുഴുവൻ. അതുകൊണ്ടാണ് അതിനെ പ്രപഞ്ചം എന്ന് വിളിക്കുന്നത്. 5 എണ്ണം കൊണ്ട് ഉണ്ടായത് പ്രപഞ്ചം. 5 എണ്ണം കൊണ്ട് അത് ഉണ്ടായിട്ടുള്ളത്. അപ്പോ അതിന്റെ മുഴുവൻ ഉടമസ്ഥനാരാണ്? സ്വാമിയാണ്. നമ്മുടെ ഈ ശരീരം ഇത് എന്തുകൊണ്ടുണ്ടായിട്ടുള്ളതാണ്? പഞ്ചഭൂതങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുമായിട്ട് നമ്മളാണ് എന്ത് ഭൂതങ്ങൾ. അവരുടെ നാഥനാണ് ആര്? സ്വാമി. അങ്ങനെയുള്ള ആ ഭൂതനാഥനായിട്ടുള്ള ഭഗവാനെ കർപ്പൂരാഴി കൊണ്ട് തൃപ്തിപ്പെടുത്താൻ ഇന്നത്തെ ദിവസം ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹാശിസുകൾക്ക് വിധേയരാകുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഗുരുവായൂരപ്പന്റെയും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും സമയം 2 മണിക്കൂർ നമ്മൾ പൂർത്തീകരിക്കുകയാണ്. സമയത്ത് ഇവിടെ പല ആളുകളൊക്കെ ചേർന്ന് കിട്ടാൻ പറ്റുന്ന ആളുകളുണ്ട്. എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. കിട്ടിയുള്ള സാഹചര്യത്തിൽ ഇത്ര നേരം ഇവിടെ നിന്നതിനും ഇരുന്നതിനും കേട്ടതിനൊക്കെ ഒരുപാട് നന്ദി. ഇനിയും ദീർഘമായുള്ള പ്രഭാഷണങ്ങളും സ്വാമിയെ കുറിച്ചിട്ടുള്ള കഥകളൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു എളിയ പ്രഭാഷണം ഗുരുവായൂരപ്പന്റെയും അയ്യപ്പസ്വാമിയുടെയും വളയനാട്ട് കാവിലമ്മയുടെയും പ്രഖ്യാപിച്ച് സമർപ്പിക്കുന്നു. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. താങ്ക് യു സോ മച്ച്. സ്വാമി.